ഹലോ. അപ്പോൾ നമുക്കിന്ന് ഒരു കിഡിലൻ സെഷൻ ആക്കണം. അപ്പം നമുക്കൊരു 5 മിനിറ്റോടെ തുടങ്ങാം, കാരണം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, 5 മിനിറ്റ് തുടങ്ങുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ സമയം 7:33, നമുക്ക് 7:38 ആകുമ്പോൾ തുടങ്ങാം കേട്ടോ. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠം വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനലി ഗ്രാവിറ്റേഷൻ. ഈ നമ്മൾ മെക്കാനിക്കൽ പഠനം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. 1D 2D ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനലി ഗ്രാവിറ്റേഷൻ. ഈ 6 പാഠത്തിന് ഒരുമിച്ച് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്സ് എന്നുള്ളത് അല്ലേ. ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞു 1D പഠിച്ചാൽ മാത്രമേ 2D പഠിക്കാൻ പറ്റും, 2D പഠിച്ചാൽ മാത്രമേ ലോസ് ഓഫ് മോഷൻ, പിന്നെ അങ്ങനെ തന്നെ സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഓരോ പാഠം നിങ്ങൾ ക്ലിയർ ഓഫ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം വർക്ക് എനർജി പവറാണ്. ഈ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്സ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്ററാണ്. വർക്ക് എനർജി പവറും ഗ്രാവിറ്റേഷനുമാണ് ഏറ്റവും കമ്പാരിറ്റീവ്ലി ഏറ്റവും സിമ്പിളായിട്ടുള്ള പാഠങ്ങൾ. നിങ്ങൾക്ക് 1D 2D ലോസ് ഓഫ് മോഷനൊക്കെ നല്ല ബേസ് ഉണ്ടായ സിമ്പിളായിട്ട് എടുക്കുക, വെറുതെ സിമ്പിളായിട്ട് ഇക്വേഷൻ കൊടുക്കുക, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം so Amburaj, I was saying that mechanics, we are having 6 chapters in mechanics. It's basically motion 1D, motion 2D, loss of motion, work energy power, system of particles, finally gravitation. These 6 chapters clubbed together is called as mechanics. Okay, so out of this mechanics, one of the simplest chapters is work energy power, and gravitation is also comparatively easy. So if you are pretty good with 1D and 2D, you'll be able to crack what work energy power and your gravitation so easily. Okay, അപ്പം നമ്മൾ ഒരു കിഡിലൻ എന്താ പറയുക സെഷൻ തുടങ്ങാൻ പോവാണ്. അപ്പം ഇതിനൊക്കെ നിങ്ങളെല്ലാം ഒന്ന് ഉത്സാഹിച്ചിരിക്കും. കാരണം ഞാൻ പറയട്ടെ, ഫിസിക്സ് എന്ന സാധനം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിപ്പിച്ച് തരാൻ പറ്റില്ല. ഏത് കൊമ്പൻ സാറ് വന്നാലും, ഏത് ഫിസിക്സ്, ഏത് IITയോ ഏത് കിഡിലൻ സാറ് വന്നാലും, ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര വലിയൊരു ഫിസിസ്റ്റ് ഉണ്ട്, വാൾട്ടർ ലൂയി എന്നാണ് പേര്. നിങ്ങളിപ്പോൾ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ബോർ അടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലേക്ക് അടിച്ച് വാൾട്ടർ ലൂയി എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കാം. അവിടെ കിഡിലൻ ക്ലാസ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളായാലും പോലും നമുക്ക് ഫിസിക്സ് എന്ന സാധനം കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യണം. ആ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി എൻറ്റയർലി നിങ്ങളുടെ കയ്യിലാണ്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ചെയ്യണം. മനസ്സിലായോ? അപ്പം ഒരാൾക്ക് എത്രയോ വലിയ ഐക്യമുണ്ട്, ഒരാൾക്ക് ചെറിയ ഐക്യമുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ചെറിയ ഐക്യമുള്ള ആൾ ഒരു പാഠത്തിൽ 300-400 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ വലിയ ഐക്യമുള്ള ആൾ എന്താണ്, ഈ പാഠത്തിന് 10, 20, 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. ആരൊക്കെയാണ് എക്സാമിൽ അപ്രഹൻ ഉണ്ടാവുക? ഇയാൾക്കല്ല, ഇയാൾക്കാണ് ഉണ്ടാവുക. ഈ ചെറിയ ഐക്യമുള്ള ആൾക്കാണ് ഉണ്ടാവുക. സോ നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ ഹാർഡ് വർക്ക്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ് പറയുന്ന കാര്യം, നീറ്റ് എക്സാമിനേഷൻ എന്നുള്ള ആ പെർട്ടിക്കുലർ എക്സാമിനേഷൻ അളക്കുന്നത് നിങ്ങളെ ബുദ്ധിയോ നിങ്ങളെ ഐക്യോ എല്ലാം മറിച്ച് നിങ്ങളെ ഡെഡിക്കേഷനാണ്. ഇവിടുന്ന് എത്രത്തോളം ആ സാധനത്തോട് ആഗ്രഹിക്കുന്നു എന്നുള്ള സാധനത്തിനാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം മണിക്കൂർ നിങ്ങൾ അതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങളെ ലക്ഷറി സാധനങ്ങൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പെണ്ണ് പടക്കോയി ചെക്കനൊക്കെ നിങ്ങളൊന്ന് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ആ പേപ്പറിൽ ആ 3 മണിക്കൂർ കാണിച്ചിരിക്കും മക്കളെ, ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. ആ 3 മണിക്കൂർ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഓരോ സാക്രിഫൈസും റിസൾട്ട് ചെയ്യുന്ന പൂവണിയപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വെറുതെ നിങ്ങൾ കളിച്ച് നടക്കരുത്. ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞ പോലെ നിങ്ങൾ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ് 10ാം ക്ലാസ്സോ +2 ഒന്നുമല്ല, മറിച്ച് എന്താണ് നാളെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാളല്ല ഇനി വരാൻ പോകുന്ന എന്താണ്, നിങ്ങൾ നീറ്റ് എക്സാമിനേഷനാണ്. ഓക്കെ, നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ഇപ്പോഴത്തെ ഒരു ഫ്ലോ പോവുകയാണെങ്കിൽ മിനിമം ജൂലൈ ഓഗസ്റ്റ് ആവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇഷ്ടം പോലെ സമയമുണ്ട്. 0 ലിറ്ററലി 0. യു പീപ്പിൾ ക്യാൻ സ്റ്റാർട്ട് ഫ്രം ലിറ്ററൽ 0 എന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താകാൻ പറ്റുന്നുണ്ട്, 1ാം റാങ്ക് 2ാം റാങ്കൊക്കെ അടിക്കാനുള്ള സമയമുണ്ട്. ഇഷ്ടം പോലെ സമയമുണ്ട്, വെറുതെ പറയുന്നതല്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊക്കെ +1 +2 ക്ലാസ്സിലൊക്കെ നിങ്ങൾ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ ജസ്റ്റ് ഇങ്ങനെ കേട്ട് വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറച്ചറിയാം. ഓക്കെ, നിങ്ങൾ ലിറ്ററലി 0-ലല്ല, നിങ്ങൾക്ക് എത്ര ചെറുതാണെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഫിസിക്സ് ക്ലാസ്സുകൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം.
അതൊന്ന് ബിൽഡപ്പാക്കിയൊക്കെ അറിയുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടും. ഞാൻ എത്രയോ വട്ടം പറഞ്ഞതുപോലെ നിങ്ങൾ ലൈഫ് മാറാൻ പോകുന്ന ഒരു എക്സാമാണ്. ലിറ്ററലി നിങ്ങളുടെ ലൈഫ് മാറും. എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് ഒരു കിഡിലൻ ക്യാമ്പസ് കയറാം. കോളേജ് ലൈഫ് നിങ്ങൾ സ്കൂൾ ലൈഫ് പോലെയല്ല. ഒരു കിഡിലൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രീഡം ആയിരിക്കും. 2, നിങ്ങൾ എന്താണ് ആവാൻ പോകുന്നത്? ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിലോട്ടാണ് പോകുന്നത്. അല്ലെ, മറ്റെല്ലാ പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള ലെവലുണ്ട്. പക്ഷേ ഡോക്ടർ എന്ന പ്രൊഫഷൻ നമ്മുടെ നാട്ടുകാർ എന്തോ ഒരു കാരണവശാൽ നമുക്കൊരു എക്സ്ട്രാ ഒരു കെയറും റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രിവിലേജ്, അത് ശരിക്കും പാടില്ലാത്തതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ്. വെറുതെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു എന്താ പറയുക, വെറുതെ അന്തം വിട്ട് നടക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇതിന് വില കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വില വേറെ തന്നെയാണ്. നിങ്ങൾ കല്യാണത്തിന് ഇപ്പോൾ നിങ്ങളെ ഇപ്പം എൻ്റെ സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ എക്സ് എന്നുള്ള പേഴ്സൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് ആലോചിച്ച് നോക്കാം. നിങ്ങളറിയാവുന്ന മാക്സിമം പോലെ എത്ര പേരുണ്ടാവും? നിങ്ങൾ അറിയാവുന്ന പേഴ്സൺ, ഞാൻ വെറുതെ ഒരു പേര് പറയണം. ഇപ്പോൾ സപ്പോസ് ഒരു അബൂബക്കർ എന്ന ഒരാളുണ്ട് അപ്പുറത്ത്. ഓക്കെ, ഇപ്പം എൻ്റെ സ്ക്രീനിൻ്റെ അപ്പുറത്തുള്ള ഒരു കുട്ടീൻ്റെ പേര് അബൂബക്കർ. ഈ അബൂബക്കറിന് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? എൻ്റെ ഉമ്മ, ഉപ്പ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്ങനെ കുടുംബക്കാർ, കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി ക്ലബ് ചെയ്ത് മാക്സിമം ഒരു 100 പേർക്ക് അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ലെറ്റ്സ് സേ മാക്സിമം ഒരു 200-300 പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ റാങ്ക് അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ കോളേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത എത്രയോ പേർക്ക് നിങ്ങൾ അറിയുന്നുണ്ടാവും. എത്രയോ പേര് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടാവും. എത്രയോ പേർക്ക് നിങ്ങളെ തന്നെ ഭയങ്കര കാര്യമായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ക്ലാസ് കൊണ്ട് മാറുകയാണ്. ലിറ്ററലി നിങ്ങളെ ക്ലാസ് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് അത് ഡോക്ടർ കുട്ടിയാണ് വരുന്നത്. അവർക്ക് പ്രത്യേക സ്വീകരണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെക്കാട്ടും കൂടുതൽ അത് എന്താ പറയുക, ഒരു സന്തോഷം നൽകുന്നത് നമ്മുടെ പാരൻസിനായിരിക്കും. അവരുടെ ശരിക്കും നമ്മൾ ഇത്രയും കാലം നമ്മുടെ പാരൻസിൻ്റെ ചിലവിൽ നമ്മളെന്താ തിന്നും കുടിച്ചും ഇങ്ങനെ അവരെ കുറേ ചീത്ത കളിപ്പിച്ചും ഒക്കെ നടത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫാദറിനും അതിന് പ്രൗഡ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ഇന്നേവരാക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് 3 മണിക്കൂർ എക്സാം. വെറുതെ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പം എന്താ പറയുക, ഡോക്ടർ എന്നുള്ള ഒരു ലോങ് ജേണിയാണ്. ആ ലോങ് ജേണിയുടെ ഫസ്റ്റ് എക്സാമിനേഷനാണിത്. അപ്പം നിങ്ങൾ എന്താ പറയുക, മനസ്സിലാക്കുക, ഏതൊരു ബേസിക് ആയിക്കുള്ള ഏതൊരു പൊട്ടനും പാസ്സാകാൻ പറ്റുന്ന എക്സാമാണ് നീറ്റ് എക്സാമിനേഷൻ. യു ജസ്റ്റ് നീഡ് ബേസിക് ഐക്യു. 1+1 2 എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രം മതി. പിന്നെ നിങ്ങളെ കഷ്ടപ്പാടിൻ്റെ ഫലം മാത്രമാണ് പേപ്പറിൽ വരിക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങൾ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താ ഇതിന് മുമ്പ് കുറേ ഉഴപ്പിയിട്ടുണ്ടോ, വീട്ടുകാർ ചീത്ത കളിപ്പിച്ചിട്ടുണ്ടോ, എന്ത് വേണ്ടാത്തരം കളിച്ചിട്ടുണ്ടോ ഒക്കെ പോട്ടെ, നത്തിങ് മാറ്റേഴ്സ്. നിങ്ങൾ എങ്ങനെ പഠിക്കാൻ പോകുന്നു, നിങ്ങൾ ഇനി ഈ എക്സാമിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് വല്ലാണ്ട് മാറ്റർ ചെയ്യുന്ന സമയമാണ്. ഓക്കെ, ഇപ്പോൾ 0 തുടങ്ങുക. ഏറ്റവും ബേസിക്കായിട്ട് ഒരു ബുക്ക്, ഒരു നല്ലൊരു ഗൈഡ് എവിടെയെങ്കിലും ഒപ്പിക്കുക. മുമ്പുള്ള സീനിയേഴ്സിൻ്റെ അല്ലെങ്കിൽ പുതിയ ബുക്ക് വാങ്ങിക്കുക, ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് വാങ്ങിക്കുക, എന്തും ചെയ്തൊരു ബുക്ക് വാങ്ങിക്കുക. തുടങ്ങുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ ചറ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ നമ്മുടെ ഡോപ്പയിന് മെറ്റീരിയൽ ഉണ്ട്, അത് ചറ ക്വസ്റ്റ്യൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. നമ്മുടെ ഡോപ്പയിൻ ക്ലാസ്സസ് കാണേണ്ടതെന്നല്ല, മറിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, സീരീസ്, BTS അങ്ങനത്തെ എല്ലാ സാധനവും കുറച്ചകത്ത് കുറയ്ക്കുക. കംപ്ലീറ്റ്ലി ഫുള്ളാക്കുക, 0 ആക്കണമെന്നല്ല, കുറച്ചൊന്ന് കുറയ്ക്കുക. ഓക്കെ, ആവശ്യത്തിന് നല്ലോണം ഉറങ്ങുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഏറ്റവും അൾട്ടിമേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ എന്താ, നമുക്ക് ഇൻ ദ ലൈഫ് ഹാപ്പിയാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തരുന്ന ഭയങ്കര റോങ് മെസ്സേജ് ഉണ്ട്. ഇപ്പം രജനീകാന്ത് ഒരു ബസ് കണ്ടക്ടറായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ് തോറ്റതാണ്, 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടാണ്. വിരാട് കോഹ്ലി +2 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരാളും ലൈഫിൽ സക്സസ്ഫുൾ ആണെങ്കിൽ കഷ്ടപ്പാട് എന്നുള്ള സാധനം കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ പോയിന്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഞാനും ആവും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ ബെഡിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആവാൻ പോകുന്നില്ല. മറിച്ച് എന്താണ്, കഷ്ടപ്പെടണം. ഇപ്പോൾ ഇരുന്ന് തുടങ്ങിയോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാടാണ് വർക്ക് എനർജി പവർ. ഓക്കെ, ഇന്നത്തെ പോലെ ഞാൻ ഒരുപാട് ഡിലേ ആക്കില്ല, ഒരിക്കലും ഞാൻ ഡിലേ ആക്കില്ല. കാരണം കുറേ പേർക്ക് ഇന്നലെ കംപ്ലയിൻറ്റ് വന്നു, ഉറങ്ങാൻ സമയം കിട്ടിയില്ലെന്നോ, ലേറ്റായി ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് ഇനി എല്ലാ പാടും 45 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ, നമുക്ക് അതിനുള്ള സമയമുള്ളൂ. അപ്പോൾ ആ 45 മിനിറ്റ് കൊണ്ട് ആ പാഠത്തിൽ പറയാൻ പറ്റുന്ന മാക്സിമം തിയറിയും മാക്സിമം കൺസെപ്റ്റും മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് എനർജി പവർ എന്നുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നാണ് ഫിസിക്സ് പഠിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തല്ല പഠിക്കേണ്ടത്, വർക്ക് എനർജി പവർ എന്നുള്ള പാഠമല്ല പഠിക്കേണ്ടത്. മറിച്ച് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, മോഷൻ 1D പഠിക്കുന്നത്, പിന്നെ 2D പഠിക്കണം, പിന്നെ ലോസ് ഓഫ് മോഷൻ പഠിക്കണം, പിന്നെയാണ് വർക്ക് എനർജി പവറിലോട്ട് വരേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ സാധനങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ
വർക്ക് എനർജി പവർ എന്നുള്ള പാഠം തുടങ്ങുന്നത് മനസ്സിലാക്കുക. സിമ്പിൾ ചാപ്റ്ററാണ്. മെക്കാനിക്സ് എന്ന പാഠത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് സിമ്പിളസ്റ്റ് ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. ഒരു 4-5 ഇക്വേഷൻ ഉണ്ട്, 4-5 കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ്. അപ്പോൾ വർക്ക് എനർജി പവർ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, വർക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും അറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കലി എന്താണ് F.S ആണ്. അല്ലെ ജസ്റ്റ് റാപ്പിഡായിട്ട് ഭയങ്കര സ്പീഡിൽ തിയറി പറഞ്ഞു, ഭയങ്കര സ്പീഡിലാണ് പറയാൻ പോകുന്നത്. കാരണം നമുക്ക് തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വേണമെന്ന് പറഞ്ഞു പോകും. അപ്പോൾ F.S എന്നാണ്. F.S എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെക്റ്റർ ലോ പ്രകാരം ഡോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ FS cos തീറ്റ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എഫും എസും തമ്മിൽ ആംഗിൾ, അതാണ് വർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ വർക്ക്, പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് പറയുന്നത് എനർജി എന്ന കൺസെപ്റ്റ് പറയുന്നത് മുമ്പായിട്ട് നിങ്ങൾക്ക് 2 കാര്യത്തിനെ പറ്റി അറിയണം. എന്താണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്, എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത്, ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ് ദി 2 എൻഡ് പോയിന്റ്സ് അണ്ടർ കൺസിഡറേഷൻ. അല്ലേ, പാത്തിനെ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ്. രണ്ടാമത്തെ കാര്യം എന്താണ്, വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് ഈസ് 0. റൗണ്ട് ട്രിപ്പ്, വർക്ക് ഡൺ ഫോർ റൗണ്ട് ട്രിപ്പ് ഈസ് 0. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഫോഴ്സ് പാലിക്കുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡൻറ്റും അല്ല, എന്തുമല്ല, വർക്ക് ഡൺ ഫോർ റൗണ്ട് ട്രിപ്പ് എന്തുമല്ല, 0 അല്ല. ക്ലാസിക്കൽ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തിയറി ഒരു കൺസെപ്റ്റ് വെറുതെ നമ്മൾ കാണാപ്പാടം പഠിച്ച കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ തിയറി അറിയുന്ന ആൾക്കാരായിരിക്കും. വെറുതെ നിങ്ങളിത് കാണാപ്പാടം പഠിച്ച കാര്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പെന്നുണ്ട്. ഓക്കെ, ഈ പെന്ന് ഇവിടെ ഉണ്ട്. ഞാൻ ഈ പെന്നിനെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഡ്രോപ്പ് ചെയ്തപ്പം ഇത് താഴത്ത് വീണു. ഓക്കെ, അപ്പം വർക്ക് ഡൺ, വർക്ക് ഈസ് ഓൾവേസ് F/S. അപ്പോൾ ഞാനിത് വിടുമ്പോൾ ഇത് താഴത്തോട്ട് എത്താൻ കാരണക്കാരനാരാ, താഴത്തോട്ട് എത്താൻ കാരണക്കാരനാരാ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അല്ലേ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അടിയിലോട്ട്, ഈ പെന്നിൽ അടിയിലോട്ട് mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് ഒരു h എന്നുള്ള ഡിസ്റ്റൻസ് വിളിക്കുകയാണെങ്കിൽ വാട്ട്സ് എ വർക്ക് ഡൺ, ഇറ്റ് ഇസ് mg × h. ഓക്കെ, ഞാൻ ഈ പെൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് എനിക്ക് എത്തിക്കേണ്ടത്. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഞാൻ ഇത് വന്നിട്ട് ഞാൻ ഇവിടെ പിടിച്ചു വെച്ചു, എന്നിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് നീക്കി വെച്ചു, എന്നിട്ട് ഞാൻ വിട്ടു. ഓക്കെ, ഇന്ന് ഇവിടെ എത്തി, എന്നിട്ട് ഞാൻ ഇതിന് ഇങ്ങോട്ട് നീക്കി വെച്ചു, എന്നിട്ട് ഞാൻ അതിനെ വിട്ടു, ഇവിടെ ഈ ബി എന്നുള്ള പോയിന്റിലെത്തി. അപ്പോൾ ഞാൻ പാത്ത് മാറ്റി. എന്നിരുന്നാലും കൂടിയും ഈ പെന്നിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് മക്കളെ, mg ആണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്, h തന്നെയാണ്. അപ്പോൾ വർക്ക് ഇസ് വാട്ട്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാർട്ട്. സോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാത്ത് എന്തൊക്കെ തന്നെ A-Bൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എങ്ങനെയൊക്കെ ബോഡിനെ കൊണ്ടുവന്നാലും കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും, എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ റൗണ്ട് ട്രിപ്പ്, ദ വർക്ക് ഡൺ ഫോർ റൗണ്ട് ട്രിപ്പ് ഇസ് 0. അപ്പോൾ ഞാൻ A എന്നുള്ള പോയിന്റ്, B എന്ന പോയിന്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രകാരം ഇപ്പം എന്നെ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ mgh വർക്ക് ചെയ്തു, mgh വർക്ക് ചെയ്തു. ഇനി ഈ B എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ ഇതിനെ ഉയർത്തി ഒരു A ഹൈറ്റിലോട്ട് എത്തിക്കുകയാണ് മക്കളെ. ഓക്കെ, ഒരു A ഹൈറ്റിലോട്ട് ഞാൻ ഈ ബോഡി എത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബോഡിക്ക് എന്ത് ഫോഴ്സാണ് മുകളിലോട്ട് പോകുമ്പോൾ കൊടുക്കുന്നത്, മുകളിലോട്ട് എന്ത് ഫോഴ്സാണ് കൊടുക്കുന്നത്, ഞാൻ മുകളിലോട്ട് mg ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഈക്വൽ വെലോസിറ്റിയിൽ, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാണ്, അടിയിലോട്ടാണ് mg. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ θ180 -mgh. അപ്പം മുകളിൽ നിന്ന് അടിയിലോട്ട് വരുമ്പോൾ +mgh, അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് -mgh, +mgh -mgh വർക്ക് ഡൺ എത്രടാ, 0. കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഫോർ എ റൗണ്ട് ട്രിപ്പ് എന്താടാ, 0 ആയി. ഇനി കൺസർവേറ്റീവ് ഫോഴ്സിന് വേറെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ് ഫ്രിക്ഷൻ. ഓക്കെ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന് വർക്ക് ഇതാണ് ഫ്രിക്ഷൻ. ഈ പോയിന്റ് കൺസിഡർ ചെയ്യുക, A എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുക, B എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ബോഡിയെ നീക്കി. ഓക്കെ, അപ്പോൾ എന്തുണ്ട്, സൗണ്ട് എന്ന സാധനം അല്ലേ, സൗണ്ട് ഉണ്ട് ഇവിടെ, ഹീറ്റ് എന്ന് വെച്ചാൽ പല എനർജി, ഫ്രിക്ഷനാണ് ഇവിടുത്തെ ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഞാൻ A എന്നുള്ള പോയിന്റിൽ നിന്ന് ഞാൻ സ്പീഡിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പ്രശ്നമായിരിക്കും, കാരണം ഇതൊക്കെ നമുക്ക് ലോങ് ലെക്ചേഴ്സ് എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. ഓക്കെ, A എന്നുള്ള പോയിന്റ് ഉണ്ട്, B എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇവിടെ ഞാൻ ഈ ബോഡിയെ B എന്നുള്ള പോയിന്റിലോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നതാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഇങ്ങോട്ടാണ്. അപ്പോൾ എന്തോ ഒരു -x വർക്കാണ് ആര് ചെയ്യുന്നതാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത് അല്ലേ. ഞാൻ B എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ബോഡിയെ കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ബോഡിയെ കൊണ്ടുപോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ട്. അപ്പോൾ വീണ്ടും എന്താണ്, θ180 വീണ്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താ, വേറെ എന്തോ ഒരു -y വർക്കാണ്. അപ്പോൾ ടോട്ടൽ നേരത്തെ -x, ഇപ്പം -y, ടോട്ടൽ എത്ര, -x + -y, വർക്ക് 0 ആണോ, അല്ല. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് മാത്രമേ റൗണ്ട് ട്രിപ്പിന് എന്താവുന്നുള്ളൂ, 0 ആവുന്നുള്ളൂ. പക്ഷേ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താടാ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ ചെയ്യുന്ന വർക്ക് 0 അല്ല. അപ്പോൾ ഇതൊക്കെ ബേസിക് തിയറിയാണ്. ഓക്കെ,
അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് എനർജി. നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ എനർജി. പക്ഷേ നമ്മളെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എനർജിയെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജി എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, അല്ലേ? ഇനി കൈനറ്റിക് എനർജിയും വർക്കും അല്ലെങ്കിൽ ഈ എനർജിയും വർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ശ്രദ്ധിച്ച് എല്ലാവരും എഴുതി വെച്ചു. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള സാധനമാണ്. ഇതൊരു വർക്ക് എനർജി തിയറി ഉണ്ട്. വർക്ക് ഡൺ by all forces is equal to change in kinetic energy. എല്ലാ ഫോഴ്സും, കൺസർവേറ്റീവ് ഫോഴ്സ്, കൈനറ്റിക്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, എല്ലാ ഫോഴ്സും ചെയ്യുന്ന വർക്ക് മൊത്തത്തിൽ ആഡ് ചെയ്ത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. പക്ഷേ വർക്ക് ഡൺ ബൈ ജസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് മാത്രമാണ് നമ്മൾ എന്തായിട്ടുള്ളൂ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആവുന്നുള്ളൂ. ഓക്കെ, അത് എവിടെയെങ്കിലൊക്കെ എഴുതിയേക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം എനർജി സാധ്യത. ഇനി എന്താ പവർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താ? പവർ എന്ന് പറഞ്ഞാൽ സിംപ്ലി എഫ് ഇൻറ്റു വി അല്ലെങ്കിൽ എഫ് വി കോസ് തീറ്റ ആണ്, അല്ലേ? ഇഷ്ടംപോലെ ഇതിൻ്റെ വേറെ തന്നെ ഫോംസ് ഓഫ് സാധനം. ഇത്രയേ ഉള്ളൂ ഈ പാഠം. പിന്നെ നിങ്ങൾക്ക് കൊലീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺസെപ്റ്റുണ്ട്. കൊലീഷൻ നിങ്ങൾ എന്ത് പഠിക്കണം? ഇലാസ്റ്റിക് കൊലീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊലീഷൻ ഉണ്ട്, അല്ലേ? ഇലാസ്റ്റിക് കൊലീഷൻ ഉണ്ട്. ഈ കൊലീഷൻ എന്ന് കേട്ടാൽ അപ്പം തന്നെ കൊലീഷൻ, ഈ ഒരു പേപ്പറിൽ നിങ്ങൾ വാക്കുകൾ കേൾക്കാടാ. കൊലീഷൻ കേട്ടു, എക്സ്പ്ലോഷൻ എന്ന് കേട്ടു, ബ്ലാസ്റ്റ് എന്ന് കേട്ടു. ഈ വാക്കുകളൊക്കെ കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, എന്തായാലും നിങ്ങൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്നുള്ള സാധനം ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്തായാലും അപ്ലൈ ചെയ്യണം. ഓക്കെ, കൺസർവേഷൻ ഓഫ് ദ മൊമെൻറ്റം എന്തൊക്കെ വന്നാലും അപ്ലൈ ചെയ്യണം. ഓക്കെ, കൊലീഷൻ, എക്സ്പ്ലോഷൻ, ബ്ലാസ്റ്റ് എന്നുള്ള കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് എന്താണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കൊലീഷൻ ഇലാസ്റ്റിക് ആയിക്കോട്ടെ ഇൻഇലാസ്റ്റിക് ആകട്ടെ, എന്ത് കൊലീഷൻ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ്. കൺസർവേഷൻ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റം ബിഫോർ കൊലീഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊലീഷൻ. ഇത് എന്തായാലും നിങ്ങൾ ഇക്വേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊലീഷൻ എന്നുള്ള പ്രത്യേകം ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞു. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇലാസ്റ്റിക് കൊലീഷൻ ആണെങ്കിൽ എന്തുകൂടി കൺസേർവ്ഡാ? കൈനറ്റിക് എനർജി കൂടി കൺസേർവ്ഡ് ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി കൂടി കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റാസ് ഉണ്ടാകും ഇലാസ്റ്റിക് കൊലീഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഫോർമുലാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുക. ഞാൻ പറഞ്ഞില്ല, തിയറി ഒക്കെ പഠിക്കാൻ നിന്നാൽ നമുക്ക് എന്ത് പറയാൻ നമുക്ക് എന്തില്ല, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ മക്കൾ? ഒന്ന് റെസ്പോൺസ് തന്നെ, എനിക്ക് ഒന്ന് റെസ്പോൺസ് തന്നെ. കം ഓൺ, റെസ്പോൺസ് തന്നെ. റെസ്പോൺസ് ആയിട്ടാ. കമോൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കമോൺ, ഒന്ന് ഉഷാറായിക്കുക. എല്ലാവരും ഉഷാറാക്കണം. ഉറക്കൊക്കെ മാറ്റി വെച്ചേ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്യാലോ നമുക്ക്. ഓക്കെ, ഇത് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഓക്കേടാ. സിമ്പിൾ ഞാൻ പറയട്ടെ, ഇതിൽ ടഫ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സിമ്പിൾ സാധനങ്ങളെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ചിലപ്പം ലോസ് ഓഫ് മോഷൻ്റെ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ലോസ് ഓഫ് മോഷൻ ചില ക്വസ്റ്റ്യൻ ക്ലബ് ചെയ്തിട്ടുണ്ടാവും. 1-2 പാഠം ക്ലബ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പാഠം സ്ഥിരമായിട്ട് ക്ലബ് ചെയ്യുന്ന പാഠമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് എനർജി പാഠത്തെ തിയറി അല്ല നിങ്ങൾക്ക് അറിയണം, മറിച്ച് ലോസ് ഓഫ് മോഷൻ തറവായിട്ട് അതിൽ അവസാനം W=F.S എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടാവും. മനസ്സിലായോ? എഫ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുക. ലോസ് ഓഫ് മോഷൻ്റെ സാധനങ്ങളൊക്കെ ഒരു ഫ്രീ ബോർഡ് ഡയഗ്രാം വെച്ച് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ലോസ് ഓഫ് മോഷൻ എന്നുള്ള പാഠം നല്ല തറവാണ്. വർക്ക് എനർജി പവർ എന്നുള്ള പാഠത്തെ കൺസിഡർ ചെയ്യുമ്പോൾ സിംപ്ലി വർക്ക് കണ്ടുപിടിക്കുക, F.S. എഫ് കണ്ടുപിടിക്കുക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദ വർക്ക് ഡൺ ബൈ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ആസ് ഷോൺ ഇൻ ദ ഗ്രാഫ്. ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ കവർ ദ ഇനീഷ്യൽ 20 മീറ്റർ ഈസ്. ഇനീഷ്യൽ 20 മീറ്ററുള്ള വർക്ക് ഡൺ എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? എഫ് വേഴ്സസ് എസ് ഗ്രാഫ് ഉണ്ട്. എഫ് എസ് ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താടാ? ഈ ഏരിയ ആണ് നമുക്ക് എന്ത് തരിക? ഏരിയ ഈസ് വർക്ക് ഡൺ ഫോർ എഫ് എസ് ഗ്രാഫ്. അത് നമ്മൾ ഏരിയ കണ്ടതായിട്ട് സിമ്പിൾ സാധനം അല്ലേ? നമ്മളിതൊരു ട്രയാങ്കിളാക്കി, ഇവിടെ ഒരു റെക്ടാങ്കിളാക്കി, ഇവിടെ ഒരു ട്രയാങ്കിളാക്കി, ഓരോന്നിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു വെച്ച് 5 × 10 × 2 1/2. അപ്പോൾ ഇത് എത്രയായി? 25. ഇത് എത്രയായി? 10 × ഇത് സ്ക്വയർ ആണ് അല്ലേ? 10 × 10 ഇത് എത്രയായി? 100. ഇത് എത്രയാണ്? അത് റെക്ടാങ്കിൾ ആണ്. 5 × 10 ഇത് എത്രയായി? 50. ഇത് വീണ്ടും ഹാഫ് ഇൻറ്റു 5 × 10 ഇത് വീണ്ടും എത്രടാ? 25. അപ്പോൾ എത്രയുടെ ആൻസറും? ഇറ്റ്സ് 200. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ഇതൊക്കെ ചോദിച്ചുള്ള പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഇൻക്രീസസ് ഇഫ്. നേരത്തെ പറഞ്ഞ തിയറി ഉണ്ട്, 2011 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ട,
ഓക്കെ 2011 നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏതൊരു പാഠത്തിലായാലും ഇപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വർക്ക് 1D 2D നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായി 1Dയുടെ പാഠം ഞാൻ ഡെഫിനിഷൻ പിന്നെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻസ് ഓഫ് മോഷൻ പിന്നെന്താ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ആ പാഠത്തിൽ ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഈ ഡെഫിനിഷൻ എന്നുള്ള സാധനം എല്ലാ പാഠത്തിലും ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. കാരണം ചിലപ്പം ഒരു പേപ്പർ സിമ്പിൾ ആക്കണം എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ വലിയ ഇക്വേഷനും കാര്യങ്ങളും വലിയ സാധനമൊക്കെ പഠിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നിങ്ങൾ ഒരിക്കലും കാണാതാക്കരുത്, മനസ്സിലായോ? ഒരിക്കലും വിടരുത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ തിയറി ഒക്കെ പഠിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റം ഇൻക്രീസസ് വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം ബൈ നോൺ കൺസർവേറ്റീവ്. ഒരു ബന്ധമില്ല ഇതിൽ, നോൺ കൺസർവേറ്റീവ് യാതൊരു ബന്ധമില്ല. ഇനി പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റം ഇൻക്രീസസ് ഇഫ് ദ വർക്ക് ഡൺ ഈസ് ബൈ ദ സിസ്റ്റം അഗെയിൻസ്റ്റ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ, അല്ലെങ്കിൽ അപ്പോൺ ദ സിസ്റ്റം ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്, അല്ലേ? കൺസർവേറ്റീവ് ഫോഴ്സ് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുക. സോ വർക്ക് ഇസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ്. യോ ആൻസർ ഇസ് വാട്ട്? സിംപ്ലി ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഇപ്പോൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഇൻക്രീസസ് ഇഫ് വർക്ക് ഈസ് ഡൺ അപ്പോൺ ദ സിസ്റ്റം ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ബൈ ദ സിസ്റ്റം അഗെയിൻസ്റ്റ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ? ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞേ കുറേ കുട്ടികളൊക്കെ ഉത്തരം പറഞ്ഞിട്ട് ആൻസർ ബി ആണ്. ഓക്കെ, സോ ഡി എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്, ബി ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, വർക്ക് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് പി ഇ എന്നാണ്. ഓക്കെ, സോ വർക്ക് ഇപ്പോൾ ലുക്ക് ദിസ് ബോഡി, ഓക്കെ, ദിസ് പെർട്ടിക്കുലർ ബോഡി, ഓക്കെ, ഈ ബോഡിന് ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ട് ഞാൻ പറയണേ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇത് ഗ്രൗണ്ട് ലെവലാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, ഇത് ഗ്രൗണ്ട് ലെവലാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇപ്പോൾ എത്രടാ? 0. ഓക്കെ, ഇത് പൊട്ടൻഷ്യൽ എനർജി 0. ഞാൻ ഇതിനെ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടുപോയി എന്ന് വെച്ചാൽ വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. വാട്ട് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്? ഇറ്റ് ഈസ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ വർക്ക് ഈസ് ബീങ് ഡൺ അഗെയിൻസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. ഒരു ഹൈറ്റ് എയിലെത്തി. അപ്പോൾ ഇതിലെന്തുണ്ട്? ഇതിൽ എത്രയോ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് ഇഫ് ദ വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. എടാ ഞാൻ ചില ഉത്തരം ഇതാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്തിനാ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ പഴയ സാർ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തെറ്റിച്ചതാണെന്ന് പറയില്ലേ, ആ സ്കീമല്ല കേട്ടോ. ഞാൻ ചില ക്വസ്റ്റ്യൻ ഇതാണെന്നൊക്കെ പറയും, അതിനെ കുറച്ച് ഞാൻ എൻ്റെ ഒരു ശൈലി മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 6i cap plus 2j cap minus 3k cap acts on a particle and products a displacement of s is equal to so and so if work done the value of x. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പേ ഒരു ബേസിക് തിയറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് മക്കളെ വർക്ക് എഫ് ഡോട്ട് എസ് ആയി? എന്തുകൊണ്ട് എഫ് ക്രോസ് എസ് ആയില്ല? ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എഫ് ഡോട്ട് എസ് ആയി? എന്തുകൊണ്ട് എഫ് ക്രോസ് എസ് ആയില്ല? പറഞ്ഞു തരാം. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതൊക്കെ ബേസിക് കൺസെപ്റ്റ്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പോകാന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഈ ബോഡീന് ഇങ്ങനെ ഫോഴ്സ് എഫ് കൊടുത്തു. ഓക്കെ, ഈ ബോഡി ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ആവുക, അല്ലേ? ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ആവുക. അങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ഇങ്ങനെയാണ് അത് ഡിസ്പ്ലേസ് ആവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് ഡിസ്പ്ലേസ് ആവുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ കോട്ടിന് ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു കയറ് കെട്ടി ഇതിനിങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അത് എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ പോകും, അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ എസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ എഫ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ എഫ് ഫോഴ്സ് ഞാൻ റിസോൾവ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇതാണ് ഗ്രൗണ്ട് വഴി തീറ്റ. അപ്പം റിസോൾവ് ഇതാണ് എഫ് കോസ് തീറ്റ, ഇതാണ് എന്താ എഫ് സൈൻ തീറ്റ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സംഭവം നടക്കുന്നത് ഈ ഒരു ആക്സിൽ മാത്രമാണ്, അല്ലേ? ഈ ആക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഈ എഫ് സൈൻ തീറ്റ ഒരു വേസ്റ്റാണ്. ഇതിനെക്കൊണ്ട് യാതൊരു പ്രയോജനം നടക്കുന്നില്ല. ആകെ വർക്ക് ചെയ്യുന്ന എഫ് കോസ് തീറ്റ ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഫോഴ്സ് എന്ന് പറയുക എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ഇൻറ്റു എസ്. ഓക്കെ, ഇൻറ്റു എസ് വർക്ക്. അങ്ങനെയാണ് എന്ത് വരുന്നത്? എഫ് ഡോട്ട് പ്രൊഡക്റ്റാണ് എന്നുള്ള സാധനം വരുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചും ചിന്തിക്കാം. ഓക്കെ, ഓക്കെ, ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് എന്തുണ്ട്? രണ്ട് സാധനം തന്നിട്ടുണ്ട്. അതിൽ എന്ത് നമ്മുടെ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എങ്ങനെ ഇത് ചെയ്യുക? സിമ്പിൾ സാധനം, അല്ലേ? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്, എഫ് ഡോട്ട് എസ് 0 ആണ് നമുക്കറിയാം, അല്ലേ? എഫ് ഡോട്ട് എസ് 0, വർക്ക് ഡൺ 0 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പോൾ 6 × 2 12, 2 × -3 -6, -3 into plus x. അപ്പോൾ -3x is equal to 0, 6 - 3x is equal to 0,
6 is equal to 3x. What is x dash? X is equal to 2. Option D is the answer. Okay, is that clear, ladies and gentlemen? മനസ്സിലാവുന്നുണ്ടോ? അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു 45 മിനിറ്റ് സെഷനിൽ വലിയ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ നല്ലൊരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഒരുപാട് തിയറിക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തിയറി പറഞ്ഞു തരണം. പിന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ പോയ തോട്ട് പ്രോസസ്സ് പറഞ്ഞു തരണം. നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നത് പ്രീവിയസ് ഇയർ നിങ്ങൾ 2 ഉദ്ദേശമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള അർത്ഥം. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റിൽ ഒരു നീറ്റ് സ്റ്റുഡൻറ്റിന് ഫിസിക്സ് എന്ന് പറയുന്ന സാധനത്തിൽ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി, ഒരു പാഠത്തിൽ മിനിമം 20 ഇക്വേഷൻ ഉണ്ട്, മൊത്തം 30 പാടുണ്ട്, 600 ഇക്വേഷൻ ഓർത്ത് വെക്കുക എന്നാണ് ഏറ്റവും വലിയ ടാസ്ക് ഫസ്റ്റ് ഫിസിക്സിൽ. അപ്പോൾ അത് ഷടപടേ എന്ന് പറഞ്ഞു വരണം, അത്രയേ ഉള്ളൂ ഫിസിക്സിന്. ഓക്കെ, പിന്നെ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കാം. ഇതൊരു കൊലീഷൻ നമുക്ക് അവസാനം ചെയ്യാം. ഇത് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ. Okay, a solid cylinder of mass 3 kg is rolling on a horizontal surface with velocity 4 meter per second. It collides with a horizontal spring of force constant 200 Newton per meter. The maximum compression produced in the spring will be എന്നാണ് ചോദ്യം. Okay, so ഞാൻ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് തരാൻ ക്വസ്റ്റ്യൻ ആലോചിക്കുക. കാരണം എന്താ പറയുക, ഷടപടി എന്ന സാധനത്ത് ചെറിയൊരു കൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10 സെക്കൻഡ് ആലോചിക്കാൻ തരാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പത്ത് സെക്കൻഡ് തരാം. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ അപ്പം എന്നോട് പറഞ്ഞു, സാർ പറഞ്ഞാൽ മനസ്സിലായില്ല, ഇയാളെന്താ അറബിയാണ് പറയുന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തുതരാം. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 3 kg is rolling on a horizontal surface with a velocity of 4 meter per second. It collides with a horizontal spring of force constant 200 Newton per meter. The maximum compression produced in the spring will be. അവിടെ സിമ്പിൾ സാധനം, വെറുതെ നിങ്ങൾ അതിൻ്റെ ഫിഗർ വരയ്ക്കുക. എന്താ സംഭവിക്കുക, ഒരു സ്പ്രിങ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, സ്പ്രിങ് ഇങ്ങനെ ഉണ്ട്. എന്ത് സംഭവിക്കുന്നു, ഒരു സോളിഡ് സ്ഫിയർ ഇങ്ങനെ കറങ്ങി ഇതിന് വന്ന് ഇടിക്കുന്നു. ഓക്കെ, സോളിഡ് സിലിണ്ടർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അയ്യോ, ഇതിൽ നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു തിയറി വരുന്നുണ്ട്. ½ mv² × 1 + k² r² എന്നുള്ള സാധനമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയോ, അല്ലെങ്കിൽ അടുത്ത പാഠം ചെയ്തിട്ട് അടുത്ത പാഠം പറഞ്ഞിട്ട് ഈ പാഠത്തിലോട്ട് വന്നാൽ മതിയോ? കാരണം സോളിഡ് സിലിണ്ടർ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സോളിഡ് സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ഒരു പ്രത്യേക ഷേപ്പ് തരികയാണെങ്കിൽ ½ mv² × 1 + k² r² എന്നാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സോളിഡ് സ്ഫിയർ വരുമ്പോൾ അതിൻ്റെ കെ എന്ന് പറയുന്നത് √2/5. അപ്പോൾ 2/5 എന്നുള്ള സാധനം അവിടെ വരണം. അപ്പോൾ ½ mv², ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ½ mv² × 1 + 2/5 എന്നിവിടെ വരും. അപ്പോൾ 7/5. അപ്പോൾ 7/10 mv². ഇതാണ് ഇതിലുള്ള കൈനറ്റിക് എനർജി. ഈ ബോഡിയുള്ള കൈനറ്റിക് എനർജി 7/5 mv² ആണ്. ഇത് ഈ ബോഡിയെ വന്ന് തള്ളുന്നു. അത് എന്തായിട്ട് മാറുന്നു മക്കളെ? സ്പ്രിങ് കൈനറ്റിക് എനർജി ഈ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. പൊട്ടൻഷ്യൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ½ kx² ആണ്. കെ ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുണ്ട്? 200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 7/5. വാട്ട് ഈസ് മാസ് ഓഫ് ദി ബോഡി? മാസ് ഓഫ് ദി ബോഡി ഈസ് 3. What is velocity of the body? Velocity of the body is 4. 16 is equal to ½ × k. K is 200 × x². ഈ x ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം സിമ്പിൾ കട്ടിങ് 100 times 4 times 25 times. So it is 7 × 3 × 4 divided by 125. That is equal to x². So it is basically 12 × 7 divided by 125, which is your x². So it is എന്തോന്ന് തെറ്റുണ്ടടാ, 84 divided by 125, which is your x². അവിടെ എന്താ തെറ്റുള്ള നോക്കി, 5 7 10 ½ mv². അവിടെ എന്താ തെറ്റുള്ളത്? സോളിഡ് സിലിണ്ടർ. അവിടെ എന്താ തെറ്റ് പറഞ്ഞ? എന്താ തെറ്റുള്ളത്? എന്താ തെറ്റുള്ള പറഞ്ഞ? എന്താ തെറ്റിയിട്ടുള്ള? ചില നേരം ഇങ്ങനെ നമ്മൾ
ക്വസ്റ്റ്യൻ വായിച്ചാലേ നമ്മൾ തലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തോ തെറ്റിയിട്ടുണ്ട്. ഹാഫ് എം വി സ്ക്വയർ സോളിഡ്സിൻ്റെ 1/3 3 16 7/5 m 16 225 4 125 സ്ക്വയർ. എന്താ തെറ്റുള്ള പറഞ്ഞാട്ടാ, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്തോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് അത് നോക്കാം. നമുക്ക് ബാക്കി ക്വസ്റ്റ്യനോട്ട് പോകാൻ പറ്റില്ല. എന്തോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, എന്തോ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. 7/10 ആണല്ലേ, ഞാൻ 7/5 എന്ന് എഴുതിയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് എന്തായി 10, അയ്യോ 2 times 5 times, ഇന്നാലും എന്തോ തെറ്റിയിട്ടുണ്ട്. എന്തോ ഒരു നമ്മുടെ ഇത്തയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 7 × 6 divided by 125 അല്ലേ, 7 × 6 divided by 125, 42 divided by 125 is equal to x square. അവിടെ എന്തോ തെറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ മിസ്റ്റേക്കാണ്, സാരമില്ല. ഇതടുത്ത് എ 300 joule of work is done in sliding a 2 kg block up an inclined plane of 10 meter. Find the work done against the friction. അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. എന്തായാലും ഇന്നത്തെ മാതിരി ക്വസ്റ്റ്യൻ വിടുന്നൊരു പരിപാടി ഇന്നില്ല. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോട്ട് പോവാം. അത് നമുക്ക് അവസാനം ചെയ്യാം. അവസാനമല്ല, 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഗ്രഡേഷൻ പോവാം. A man drags a block through 10 meter on a rough surface. A force of √3 kN acting at 30 degree at the horizontal. The work done by the applied forces. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. എന്താ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലേ, ആ ബ്ലോക്കിൽ എന്താണ് ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മേക്കിംഗ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഇത് എത്രയുടെ √3 kN ആണ് അല്ലേ. എത്ര ഡിസ്റ്റൻസ് ആണ് പോകുന്നത്, 10 ഡിസ്റ്റൻസ് ആണ് പോകുന്നത്. സിമ്പിളായിട്ട് അല്ലേ, സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മ്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ F × S ആണ്. F എന്ന് പറഞ്ഞത് മ്യൂ × √3 × S എന്ന് പറയുന്നത് എത്രടാ, S എന്ന് 10 ആണ് × 30 അല്ലേ, 30 എന്ന് √3/2 ആണ്. അപ്പം ക്വസ്റ്റ്യൻ പ്രകാരം ചെയ്യുമ്പോൾ മ്യൂ 1/2 × 3 × 10/2 അല്ലേ. അപ്പോൾ എത്രയായി 30/4, 15/2 എന്ന് വെച്ചാൽ 7.5. ഈ ഉത്തരം തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? കാരണം ഈ മ്യൂ എന്നുള്ള സാധനം ഇവിടെ തന്ന എന്തിനാ മക്കളെ, നിങ്ങൾ വെറുതെ കൺഫ്യൂസ് ചെയ്യാനാണ് അല്ലേ. നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്, വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് മാത്രമാണ്. ഈ സാധനം മ്യൂ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വെറുതെ മ്യൂ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ വെറുതെ ഒന്ന് ഇട്ടേക്കാം എന്ന് വെച്ചാൽ നമ്മളിടും. അങ്ങനെ ഇടാൻ നിൽക്കരുത്. വെറുതെ എന്ത് ചെയ്യുക, അങ്ങനത്തെ സാധനം ചെയ്യാണ്ടിരിക്കുക. അങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാണ്ടിരിക്കുക. അവിടെ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പച്ചക്ക് തന്നിട്ടുണ്ട്, √3 kN. ഓക്കെ, √3 kN × S എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 10 ആണ്. വാട്ട് ഈസ് യുവർ cos 30 is √3/2, that is equal to 30/2 which is 15 kg. This is your answer, option B. Okay, simple as that. Okay, വെറുതെ എന്ത് ചെയ്യരുത്, ഈ സാധനം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി നിൽക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ഞാൻ ഒരു ഗ്രഡേഷൻ ആയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, എ ബോംബ് ഓഫ് മാസ് 9 kg എക്സ്പ്ലോഡ്സ്. അപ്പോൾ എക്സ്പ്ലോഡ്സ് എന്ന് കേട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൺസർവേഷൻ ഫോമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റൂ. A bomb of mass 9 kg explodes into 2 pieces of masses 3 kg and 6 kg. The velocity of mass 3 kg is 60 meter per second. The kinetic energy of mass 6 kg in joules. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ നമുക്കറിയാം, 12 mv² ആണ് നമുക്കറിയാം. പക്ഷേ ഈ ബോഡിയുടെ എന്ത് നമുക്കറിയില്ല, വെലോസിറ്റി അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലോട്ട് എത്തിയിടാം, നമുക്കറിയാം ഒരു 9 kg മാസ് ഉണ്ടായിരുന്നു അല്ലേ. ഒരു 9 kg മാസ് വെറുതെ നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റം എന്താടാ, ഇസ് 9 × 0 which is equal to 0. ദിസ് ഇസ് ദ മൊമെൻറ്റം ഇനീഷ്യൽ ഈസ് 0. ഇനി എന്താ സംഭവിക്കുന്നത്,
എന്താ സംഭവിക്കുന്നത്? 9 kg മാസ് എന്താവുന്നു? ഒരു 3 kg മാസ് ആവുന്നു, ഒരു 6 kg മാസ് ആവുന്നു അല്ലേ? ഈ 3 kg മാസ് എത്ര തന്നിട്ടുള്ളത്? 3 kg മാസിൻ്റെ വെലോസിറ്റി 16 m/s ആണ് എന്ന് തന്നിട്ടുണ്ട്. 60 മീറ്റേഴ്സ്. ഇതിൻ്റെ വെലോസിറ്റി എത്രയെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എഴുതുന്നു നെറ്റ് മൊമെൻറ്റം ആഫ്റ്റർ കൊലീഷൻ 3 × 16 + 6 × v. ഇതിൻ്റെ വെലോസിറ്റി v is equal to what? Is equal to what? അല്ലേ? ഇതാണ് മൊമെൻറ്റം ഫൈനൽ അല്ലേ? മൊമെൻറ്റം ഫൈനൽ ഇതാണ്. അപ്പോൾ മൊമെൻറ്റം ഫൈനൽ ഷുഡ് ബി ഈക്വൽ ടു മൊമെൻറ്റം ഇനീഷ്യൽ. മൊമെൻറ്റം ഇനീഷ്യൽ എത്ര നമുക്ക് കിട്ടിയടാ? 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 6 × 3 which is 48 + 6 × v is equal to 0. 6v is equal to -48. v is equal to what? -8 m/s. എന്തുകൊണ്ടാണ് മൈനസ് കിട്ടിയത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇത് പോകുന്നത് അല്ലേ? ഇത് നമ്മൾ +60 എന്ന് വിളിച്ചത്. അപ്പോൾ എന്തായിരുന്നു? ഇതാണ് -8 m/s. നമ്മൾ ചോദിച്ചത് 8 m/s വെലോസിറ്റി എന്നാണോ? അല്ല, നമ്മുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കൈനറ്റിക് എനർജി എത്രയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടി half × 6 × v² എന്ന് വെച്ചാൽ എത്രടാ? 64 അല്ലേ? 3 times. വാട്ട് ഈസ് യുവർ ആൻസർ? 3 times 64 ഇറ്റ് ഈസ് 132 അല്ലേ? 64 × 3 192. ഇറ്റ് ഈസ് 192. ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. നേരത്തെ നമ്മൾ വിട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഇതിലോട്ട് വരാം. അവിടെ ഈ സോളിഡ് സിലിണ്ടർ സാധനം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, a 300 joule of work is done in a sliding a 2 kg block up an inclined plane of height 10 meter. The work done against friction is. Okay, 300 joule വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്കിനെ 2 kg ബ്ലോക്കിനെ ഇൻക്ലൈൻ പ്ലെയിൻ ആയിട്ട് മുകളിലോട്ട് തള്ളിക്കയറ്റാൻ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്. ഈ ഇൻക്ലൈൻ പ്ലെയിൻ്റെ ഹൈറ്റ് എത്ര പറഞ്ഞിട്ടുള്ളത്? 200 ആണ്. ഒരു 2 kg ബ്ലോക്ക് ഉണ്ട്. അതിന് ഞാൻ കയറ്റി ഒരു ഹൈറ്റിലെത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഉപയോഗിച്ച വർക്ക് 300 ജൂൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരെ ഞാൻ ചെയ്ത വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബോഡി 2 kg ബോഡി ഇനീഷ്യലി y ആക്സിസിൽ ഇവിടെയാണുള്ളത്. അവസാനം എത്തിയപ്പോൾ അത് ഇവിടെ എത്തി അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രടാ? 100 ആണ് അല്ലേ? അല്ലടാ, 100 എന്നല്ല അതിൻ്റെ ഇത് അല്ലേ? 10 ആണ്. 10 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്. എനിക്കറിയാം ഒരു ബോഡിയുടെ അടിയിലോട്ടുള്ള ഫോഴ്സ് mg ഫോഴ്സാണ്. ഞാൻ മൊത്തം അതിനോട് എത്ര ഹൈറ്റാണ് മുകളിലോട്ട് കയറ്റുന്നത്? 10 മീറ്റർ ഹൈറ്റാണ് ഞാൻ കയറ്റുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ ബൈ മീ, ഗ്രാവിറ്റിയിൽ വർക്ക് ഡൺ ബൈ മീ എന്ന് പറയുന്നത് എന്താടാ? mgh ആണ്. അപ്പം m എന്ന് പറഞ്ഞാൽ എത്ര? 2 kg ബ്ലോക്ക്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് എത്രടാ? 10 × 10. ഹൈറ്റ് എത്രയാ? 10. അപ്പം ശരിക്കും ഞാൻ ചെയ്ത വർക്ക് എത്ര ആവേണ്ടതായിരുന്നു? 200 ജൂൾസ് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ചിലവായത് 300 ജൂൾസ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഡിസ്പാരിറ്റി 300 - 200. 100 ജൂൾസ് ആര് തിന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് തിന്നു. സോ ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 100 ജൂൾസ് ഓർ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് വാട്ട്? 100 ജൂൾസ്. ആൻസർ ഇസ് സി. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനം ചെയ്യാം. അടക്കട്ടെ. ഇതാ ചെയ്യാം. എത്രയോ വട്ടം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എ റണ്ണിങ് മാൻ ഹാസ് ദ സെയിം കൈനറ്റിക് എനർജി ആസ് ദാറ്റ് ഓഫ് എ ബോയ് ഓഫ് ഹാഫ് ഹിസ് മാസ്. The man speeds up by 2 m/s and the boy changes his speed by x m/s. So the kinetic energy of the boy and the man are again equal. Then x in m/s is. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മാൻ ഉണ്ട്. ഓക്കെ, മാൻ ഉണ്ട്, ബോയ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റണ്ണിങ് മാൻ ഹാസ് ദ സെയിം. കൈനറ്റിക് എനർജി ഓഫ് ദി മാൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദി ബോയ്. ഇനീഷ്യലി എന്ന് വെച്ചാൽ ഹാഫ് മാൻ Vm² is equal to half mass of the boy Vb². Initially half of his mass അല്ലെ? mass of the boy എന്താണ്? half of the man ആണ്. അപ്പോൾ മാസിനെ m എന്ന് ഞാൻ വിളിക്കുന്നു. mass of the man m ആണെങ്കിൽ mass of the boy എന്താടാ? mass of the boy എന്താണ്? m/2 ആണ് അല്ലെ? m/2 ആണ്. അല്ലെങ്കിൽ വെട്ടിപ്പോയി, ഹാഫ് വെട്ടിപ്പോയി. Vm² is equal to Vb² by 2 ആണ്. ഇങ്ങനത്തെ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അതാണ് നമുക്ക് തന്ന റിലേഷൻ. Now the man speeds up by 2 meter per second and the boy changes his speed by x meter per second so that the kinetic energy of the boy and the man are again equal. ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഹാഫ് എം ഇൻറ്റു നേരത്തെ വി എം ആയിരുന്നു, ഇപ്പോൾ എന്തായി വി എം പ്ലസ് 2 ആയി അല്ലേ, വി എം പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇപ്പോഴത്തെ കൈനറ്റിക് എനർജി ഓഫ് ദി മാൻ ഈസ് ഈക്വൽ ടു ഹാഫ് മാസ് ഓഫ് ദി ബോയ് എത്രടാ എം ബൈ 2 അല്ലേ, എം ബൈ 2 വി ബി സ്ക്വയർ അല്ലേ, വി ബി സ്ക്വയർ ആണോ അല്ല, ഇപ്പോൾ ആ ബോഡിയുടെ മാസ് എത്രയുടെ, ബോഡിയുടെ വെലോസിറ്റി എത്രയായി വി ബി പ്ലസ് എക്സ് ആയി മാറി. ഇപ്പോൾ വീണ്ടും ഇത് ഈക്വലായി മാറി അല്ലേ, വീണ്ടും ഇത് ഈക്വലായി മാറി. അപ്പം എക്സിൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എം വെട്ടി ഹാഫ് വെട്ടി ബാക്കിയുള്ളത് എന്താണ് വി എം പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി ബി is equal to എന്താ വി ബി പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സിമ്പിളായിട്ട് ഈ എക്സിൻ്റെ വാല്യൂ എക്സ് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുമ്പം വി എം പ്ലസ് 2 ഈസ് ഈക്വൽ ടു വി ബി പ്ലസ് എക്സ് ബൈ 2. ഓക്കെ, വി ബി പ്ലസ് എക്സ് ബൈ റൂട്ട് 2. ഓക്കെ, നമ്മളെ കൺവീനിയൻസിൽ നിന്ന് ഇവിടുന്ന് സാധനം എടുത്തിടാം. വി എം ഈസ് ഈക്വൽ ടു വി ബി ബൈ റൂട്ട് 2 ആണ്, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ ആണോ ഓക്കെ ആണ്, ഇത് എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തെന്നല്ല വി എം പ്ലസ് 2 ഇൻറ്റു റൂട്ട് 2 ഈസ് ഈക്വൽ ടു വി ബി പ്ലസ് എക്സ്. വി ബി എന്ന് പറഞ്ഞാൽ എന്താടാ, വി ബി എന്ന റൂട്ട് 2 വി എം ആണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ റൂട്ട് 2 വി എം പ്ലസ് 2 റൂട്ട് 2 ഈസ് ഈക്വൽ ടു വി ബി എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് 2 വി എം ആണ്. റൂട്ട് 2 വി എം പ്ലസ് എക്സ് ആകുന്നു. ഓക്കെ, റൂട്ട് 2 വി എം വെട്ടി ബാക്കി എന്താ ഉള്ളത് എക്സ് ഇസിക്കൽ ടു 2 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. എവിടെ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ, ആൻസർ ഈസ് ബി. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആവുന്നുള്ളൂ, വേറെ സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ തന്ന ഡാറ്റ അതേമാതിരി എഡിറ്റ് ചെയ്ത് സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു. ഇസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? ഓക്കെ, സിമ്പിളായിട്ട് ചെയ്തു. ഇനി നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഇടയിലൊന്നും ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്, നമുക്ക് അവസാനം ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ, ഇല്ല. സോൾവ് സെൻറ്റർ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതടന്നോട്ടെ. ഓക്കെ, ഇതാ a particle of mass 100 gram is thrown vertically upwards with a speed of 5 meter per second. The work done by the force of gravity during the time the particle goes up is അല്ലേ, ഒരു 100 ഗ്രാമുള്ള ഒരു മാസ് ഉണ്ട്. ഈ മാസ് ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലോട്ട് ഒരു 5 മീറ്റർ പെർ സെക്കൻഡിൽ എറിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കട്ടെ, അതൊരു ഹയസ്റ്റ് പോയിന്റ് വരെ പോവും അല്ലേ, എന്നിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ട, ആ ബോൾ മുകളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് ഒരു ഹൈറ്റ് എത്തുമ്പോൾ 0 ആവുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാടാ 5 വെലോസിറ്റി എത്രയാടാ 0, ആക്സലറേഷൻ എത്രയാടാ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, നെറ്റ് മോഷൻ എങ്ങോട്ടാടാ മുകളിലോട്ട്. അപ്പോൾ എനിക്കെന്തുണ്ട്, എസ് ഉണ്ട്, വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്. ഇക്വേഷൻ ഏതാ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. എന്തിനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, എന്നോട് ചോദിച്ചാൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഓൾവേസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനം വരണം, ഫോഴ്സ് ഇൻറ്റു എസ് എന്നുള്ള സാധനം വരണം. അപ്പോൾ എസ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2s. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രടാ 0 ഇസ്ക്വൽ ടു യു സ്ക്വയർ എത്രയാ 25 പ്ലസ് 2 ഇൻറ്റു എ എത്രയാടാ 10. വാട്ട് ഈസ് എസ്? S is a displacement. So 25 minus 25 divided by 20, that is your S. That is equal to minus, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, minus 1.25. This is what, minus 1.25 is the displacement അല്ലേ. S എന്ന് പറഞ്ഞാൽ minus 1.25 ആണ്. ഇതാണോ നമ്മുടെ വർക്ക്? അല്ല, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം. വർക്ക് ഡൺ എന്താണ്, വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്. അപ്പോൾ ഒരു ബോഡി മുകളിലോട്ട് വരെ പോകുന്നു, ഒരു ഹൈറ്റിലെത്തുന്നു. അപ്പോൾ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. അവിടെ
ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമുക്ക് -1.25 എന്ന് കിട്ടിയ തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റായടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സൈൻ കൺവെൻഷൻ എന്നുള്ള സാധനം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ബോഡിയെ ഞാൻ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെടുക്കുന്ന സൈൻ കൺവെൻഷൻ മുകളിലോട്ടെല്ലാം പോസിറ്റീവ്, അടിയിലോട്ട് എന്തൊക്കെ വന്നാലും നെഗറ്റീവ് എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് നേരെ തിരിച്ചും വിചാരിക്കാം. നമ്മൾ പറഞ്ഞ സൈൻ കൺവെൻഷൻ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുകളിലോട്ടാണ് ബോഡി പറഞ്ഞത്. അപ്പോൾ എൻ്റെ U എന്ന് പറയുന്നത് +5 m/s ആണ്. പക്ഷേ എൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് അടിയിലോട്ടാണ്, അത് -10 m/s² ആണ്. Always your displacement will be from the initial point. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനീഷ്യൽ പോയിന്റ് ടു ദി ഫൈനൽ പോയിന്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് നിങ്ങളുടെ ഫൈനൽ പോയിന്റ്. അപ്പം നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എന്താണ്? ഇതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം v² u² + 2as എന്ന് എഴുതുമ്പോൾ 0 u +5 25 + 2 × a എത്ര നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് -10 × s. സോ what 25 -25 -20s. s എത്ര? +1.25 s ആണ് അല്ലേ? +1.25 മീറ്റർ ആണ്. ഓക്കെ, +1.25 ആണ്. ഇനി എന്താ നമ്മൾ ചോദിച്ചിട്ടുള്ളത്? ഇതാണ് നമ്മൾ ചോദിച്ചിട്ടല്ല, ഇതല്ല നമ്മോട് ചോദിച്ചിട്ടുള്ളത്, മറിച്ച് വർക്ക് ഡൺ ആണ്. അപ്പോൾ ബോഡി മുകളിലോട്ട് പോയി ഒരു ഹൈറ്റിലെത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാവിറ്റി ചെയ്ത വർക്ക് എത്രയെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അടിയിലോട്ട് എപ്പോഴും mg ഫോഴ്സ് ആണ്. പക്ഷെ നെറ്റ് ബോഡിയുടെ മോഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. മുകളിലോട്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 1.25 ദൂരം സഞ്ചരിച്ചു. വാട്ട് ഇസ് എ തീറ്റ ബിറ്റ്വീൻ ദം? തീറ്റ ഈസ് 180 degree. So the work done by the gravitational force is equal to mass of the body is 100 gram എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 100 gram കിലോഗ്രാമിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 0.1 that is a mass into action due to gravity 10 into 1.25 into cos theta, cos 180 എന്ന് വെച്ചാൽ -1. So what is your answer? Your answer is -1.25 joules. Okay, simple question. Clear ആണോ പിള്ളേ? ക്ലിയർ ആണോ? നമ്മൾ ഇന്നലെ ഒരു വണ്ടിയിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും പോയി ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ല, ഒരു ഡിസ്റ്റൻസ് കൊണ്ടൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം, എന്തായാലും ഡിസ്കസ് ചെയ്യണം. കാരണം അതിൽ ഒരു ചെറിയൊരു എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ തിയറി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചെയ്യാം, സമയം വേണ്ടി ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കയറ്റി പിടിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്, അതിവിടെ നീങ്ങാം. ഓക്കെ, എ ബോഡി ഓഫ് മാസ് 3 kg is under a constant force which causes a displacement s in meters in it given by relation s is equal to 1/3 t² where t is in seconds. Work done by the force in 2 seconds is. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ നമ്മൾ ചോദിച്ചുള്ളത്. വർക്ക് ഈസ് ഈക്വൽ ടു വാട്ട്? F.s ആണ് അല്ലേ? F.s ആണ് വർക്ക് ഡൺ. പക്ഷെ നമുക്ക് വർക്ക് നമുക്ക് F എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിനെ മാറ്റാം. F എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് നിങ്ങൾക്ക് സിംപ്ലി MA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MAS ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? M മാത്രമേ ഉള്ളൂ. വാല്യൂ ആയിട്ട് M മാത്രമേ, S റിലേഷനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? 3as അല്ലേ? 3 ആണ് മാസ്. അപ്പോൾ വർക്ക് ഡൺ ഈസ് 3as ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടോ? S is equal to 1/3 t² ആണ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. S is equal to 1/3 t² ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവിടെ T ഒക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം അത് ആക്സിലറേഷൻ നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? ds/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? ഇതിന് ഡിഫറൻഷ്യേറ്റ് എത്രയാ? 2/3t ആണ് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രടാ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എത്രയാ? ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് dv/dt ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 2/3 ആണ്. ആ സാമഗ്രികളൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം 3 × ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 2/3 ആണ്. എസ് എന്നുള്ള സാധനം എനിക്കറിയോ? എസ് എന്നുള്ള സാധനം എനിക്കറിയോ? അറിയില്ല. മറിച്ച് എന്തറിയാം? നമുക്ക് എന്തറിയാം? വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഇൻ 2 seconds എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ എസ് എന്നുള്ള സാധനം എത്രയാ? 1/3 t² ആണ് അല്ലേ? ഇത് നമ്മൾ വെറുതെ t² നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? 0 to 3 ഡെറിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. 0 to 2 ചെയ്യണം അല്ലേ? സിംപ്ലി ഫസ്റ്റ് ബൈ ഇൻ 2 seconds എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
3 വെട്ടിപ്പോയി 3 വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഇവിടെ എന്തോന്ന് തെറ്റിട്ടുണ്ടല്ലോ. ഓഫ്, ഇന്നത്തെ ദിവസേ ശരിയില്ല. ചില ദിവസം അങ്ങനെ നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ ക്ലിക്കാവില്ല. ആസ് ടു DV എന്താണ് തെറ്റിയ കിട്ടി. MA 1/3 2/3 T. ആരെന്നെ സഹായിക്കൂ. ഇവിടെ എന്താ തെറ്റ്? എന്തൊരു പൊട്ടത്തര ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കോൺഫ്യൂസ് കോസ് ഡിസ്പ്ലേസ് എസ് is given the relation s is equal to 1/3 T square where T is in seconds and work done by the force in 2 seconds is work done by the force in 2 seconds is. എടാ നമ്മളെ ഒറ്റ മിനിറ്റ്, ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ചെയ്ത പൊട്ടത്തരം. ഓക്കെ, എഫ് ഡോട്ട് ഡി എസ് എന്ന് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് എന്ന് പറഞ്ഞാൽ വീണ്ടും എം എ എന്നാണ്, എം എ ഡോട്ട് ഡി എസ് എന്നാണ്. അപ്പോൾ എം എ എന്ന് പറഞ്ഞാൽ എത്രയാടാ? എം എന്ന് പറഞ്ഞാൽ എത്രയാ? നോക്ക് എം എന്ന് പറഞ്ഞാൽ എത്രയാ? M3. എ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? 2/3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അവിടെ പിന്നെ വേറെ ടി ഒന്നും ബാക്കിയില്ല, ടി ബാക്കിയില്ല. ഡി എസ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ds/dt എന്ന് പറഞ്ഞാൽ 2/3 T ആണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2/3 ഇൻറ്റു ഡി ടി എന്നാണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇൻറ്റു 2/3 T ഡോട്ട് ഡി ടി ആണ്. ഓക്കെ, അത് നമ്മൾ ചെയ്ത മണ്ടത്തരം. വെറുതെ എന്ത് ചെയ്യാൻ എഫ് ഡോട്ട് ഡി എസ് ചെയ്യാൻ പാടില്ല. നമുക്ക് റിലേഷനാണ് തന്നിട്ട് അല്ലേ? എസ് എന്നുള്ള സാധനം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എസ് അങ്ങനത്തെ എസ് അല്ലെങ്കിൽ എഫ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സിംപ്ലി എഫ് ഡോട്ട് ഡി എസ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ എന്നുള്ള സാധനം സപ്ലൈ ചെയ്യണം. അതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രം 0 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു 3 വെട്ടി ബാക്കി എന്താ പുറത്തുള്ളത്? 4/3 ഇൻ്റഗ്രൽ ടി ഡോട്ട് ഡി ടി. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കടാ? ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇല്ല, ഇനി തെറ്റാനൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും സംഭവിക്കും? 4/3 T²/2 എന്ന് വരും. എന്താ ഉള്ളത്? 0 to 2 ആണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4/6 T², 4 minus 0. അപ്പോൾ ആൻസർ എന്താണ്? 2, 3. വാട്ട് ഈസ് യുവർ ആൻസർ? യുവർ ആൻസർ ഈസ് 8/3 joules. 8/3 joules ആണ് നിങ്ങളുടെ ആൻസർ. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? വീണ്ടും പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ഇവിടെ എൻ്റെ ചെറിയൊരു ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. S is equal to 1/3 T² എന്നാണുള്ളത്. അപ്പം എസ് എന്നുള്ള സാധനം കോൺസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ വർക്ക് ഇസ് ഇക്വൽ ടു എഫ് ഡോട്ട് എസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എഫും എസ് ഒക്കെ എന്തായിരിക്കണം? നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കണം. ഇവിടെ എന്തുണ്ട്? എസ് ടൈം തോറും മാറുന്നു. ഈ ഒരു റിലേഷനാണ് നമുക്ക് തന്നത്. എപ്പോഴും നിങ്ങൾക്കൊരു റിലേഷൻ എഫ് ഇസ് ഇക്വൽ ടു ഇന്ന X² അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു വേരിയബിൾ സാധനമാണ് അല്ലെ? എസ് ഒരു വേരിയബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് എഫ് ഡോട്ട് ഡി എസ്. ഈ ഇക്വേഷനാണ് നിങ്ങൾ വർക്കിനായിട്ട് ഫോമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം എഫ് എന്ന സാധനം MADS ആണ്. അപ്പോൾ നിങ്ങൾ എ ആദ്യം കാണണം. എ എന്ന് പറഞ്ഞ സാധനം എന്താണ്? നിങ്ങൾക്ക് എസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എ എന്നുള്ള സാധനം 2 വട്ടം ഡിഫറൻഷ്യേറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2/3 ഇതാണ് ds/dt എന്നുള്ള സാധനം കിട്ടിയത്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സലേഷൻ എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടി. അപ്പോൾ ആക്സസ് നിങ്ങൾക്ക് റെഡി ആയിട്ട് 2/3 എന്ന് കിട്ടി. പക്ഷേ DS എന്ന സാധനം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ DS എന്ന സാധനം എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ട് ds/dt നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ds/dt is equal to what? 2/3 T. അപ്പോൾ dt ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പോൾ എന്തായി? 4/3 ഇൻറ്റു ടി ഡോട്ട് ഡി ടി. ഫ്രം 0 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവിക്കും T²/2 എന്ന് കിട്ടി. ഫ്രം 0 to 2 നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്തു. ഫൈനൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? 8/3 joules എന്ന് കിട്ടി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ചില ദിവസം നമുക്ക് ചില സാധനം നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, എന്നാൽ അങ്ങനത്തെ ദിവസം ഇപ്പം സോറി ഫോർ ദാറ്റ്. ശരിയായോ? 8/3 joules കിട്ടിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആകെ നിങ്ങൾക്ക് എല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പോയോ? അത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനോട് പോവാം. നമ്മൾ ഓൺ ടൈമാണ്. ഓക്കെ, 8:30 കഴിയുന്ന ഈ സെഷൻ അവസാനിപ്പിക്കേണ്ട 8:20. ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ഈ സെഷനോട് ഇവിടെ പറയാം. ഓക്കെ, നമുക്കറിയാം എ ബോഡി ഓഫ് മാസ് 0.5 കിലോഗ്രാം ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് വിത്ത് വെലോസിറ്റി v is equal to kx raised to 3/2 where k is equal to 5 meter raised to 1/2 s raised to -1. Okay, what is the work done by the net force during it displaced from x is equal to 0 to x is equal to 2 meter? What is the work done എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് പ്യുവർ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ മാത്തമാറ്റിക്സ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്ന ഒരേ ഒരു ഇക്വേഷൻ വർക്ക് ഇസ് ഈക്വൽ ടു അല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ റിലേഷൻ കാര്യമൊക്കെ ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ഇൻ്റഗ്രേഷൻ സാധനമാണ് f.dx കാര്യങ്ങൾ എത്തിക്കേണ്ടത്. ഇതിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങേണ്ടത്. കാരണം കണ്ട ഒരു റിലേഷനൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എഫുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സാമഗ്രിയും മറിച്ച് എന്താ തന്നിട്ടുള്ളത്, വി എന്നുള്ള മച്ചാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എഫ് എന്നുള്ള സാധനം ma.dx ആണ് അല്ലേ. എ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഞാൻ വെലോസിറ്റിയിൽ നോക്കുന്നു. വെലോസിറ്റി ഈസ് ഇക്വൽ ടു kx raised to 3/2 എന്നാണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ വെലോസിറ്റിയിൽ നിന്ന് ഞാൻ ആക്സലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഫസ്റ്റ് ആക്സലേഷൻ ഇക്വൽ ടു dv/dt നമ്മൾ കണ്ണും പൂട്ടിയിട്ടും അല്ലേ. dv/dt എന്ന് ചെയ്യും. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3/2 kx raised to 3 - 1/2 ഇങ്ങനെ ചെയ്യും. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? നോക്ക്, ഇവിടെ ടി എന്ന് പറയാം. ഇപ്പോൾ v is equal to k into t raised to 3/2 ആണെങ്കിൽ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dv വിത്ത് റെസ്പെക്ട് ടു dt ആണ് നിങ്ങളെ ആക്സലേഷൻ. അപ്പോൾ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3/2 ഇൻറ്റു kt raised to 3/2 - 1 എന്ന് വെച്ചാൽ 3/2 kt raised to 1/2 ഇതാവുമായിരുന്നു നിങ്ങൾ ആക്സലേഷൻ. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്, v is equal to kx raised to 3/2 x ആണ്, t അല്ല. അപ്പോൾ നിങ്ങൾക്ക് dt വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, dx വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ dx എന്നുള്ള സാധനം വരണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഒരു ഫോമുല ഉണ്ട്, adx ഈസ് ഇക്വൽ ടു vdv എന്നുള്ളൊരു ഫോമുല ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, adx ഈസ് ഇക്വൽ ടു vdv എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, adx vdv അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. ഓക്കെ, adx vdv എന്ന ഫോം ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആക്സലേഷൻ കിട്ടണമെങ്കിൽ ആക്സലേഷൻ ഇസ് ഇക്വൽ ടു എന്താടാ, vdv/dx ആണ് നിങ്ങളുടെ ആക്സലേഷൻ. ഇത് നിങ്ങൾ vdv/dx എന്ന് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എസ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടൂടാ, എനിക്ക് എന്ത് വി ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പം dv/dx ഈസ് ഈക്വൽ ടു 3/2 kx raised to 1/2 ഇതാണ് എന്ത് dv/dx അല്ലേ, dv/dx. അപ്പോൾ v ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, vdv/dx ഈസ് ഈക്വൽ ടു 3/2 kx raised to 1/2. ഓക്കെ, ഇനി നിങ്ങൾ എവിടുന്നാണ് തുടങ്ങിയത്, ma. ഈ ma എന്ന് പറഞ്ഞാൽ എന്താ, ma എന്ന് പറഞ്ഞാൽ vdv, ma എന്ന് പറഞ്ഞാൽ vdv/dx ആണ്, vdv/dx ഡോട്ട് dx ആണ്. അയ്യോ, dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ dx പോയി. അപ്പം ഇൻ്റഗ്രൽ mvdv ആണ് വരേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു v ആണ് വരേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു v വരണ്ട. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് m നമുക്ക് എക്സ് ഇക്വേഷനിൽ വരണം അല്ലേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ vdv ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആകെ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നത് മാത്സ് മാത്രമേ ഇതിലുള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. ഓക്കെ, vdv എന്താണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ vdv എന്നുള്ള സാധനം എന്താണ്, vdv ഈസ് ഈക്വൽ ടു 3/2 kx raised to 1/2 ഇൻറ്റു dx എന്നുള്ള സാധനമാണ്. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, m ഇൻറ്റു 3/2 kx raised to 1/2 dx ആകുന്നു. ഇത് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫ്രം 0 to 2 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം കോൺസ്റ്റൻസിനൊക്കെ ഞാൻ പുറത്തോട്ട് എടുക്കുന്നു. 3/2 mk ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. ഫ്രം 0 to 2 x raised to 1/2 ഡോട്ട് dxനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 3/2 വാട്ട് ഈസ് എം, മാസ് ഓഫ് ദി ബോഡി എത്രയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്,
മാസ് ഓഫ് ദി ബോഡി 0.5 kg ആണ്. വെച്ചാൽ 1/2 ആണ്. കെ എത്രടാ? കെ എത്ര ക്വസ്റ്റ്യനിൽ 5 ആണ്, ഇൻറ്റു 5 ആണ്, ഇൻറ്റു 5 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 1/2 ഡിഫറൻഷ്യേറ്റ് ചെയ്യൽ എങ്ങനെയാടാ? എക്സ് റേസ് ടു 1/2 + 1 ഡിവൈഡ് ബൈ 1/2 + 1 ആണ്. ഫ്രം 0 to 2 അല്ലേ? അപ്പം 3/4 എന്ന് വെച്ചാൽ 15/4 ആണ് പുറത്തുള്ളത്. 15/4 ഇൻറ്റു എക്സ് റേസ് ടു 3/2/3/2. ഓക്കെ, ഫ്രം 0 to 2. ഇപ്പോൾ ബാക്കിയുള്ള സാധനമൊക്കെ പുറത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 3യും 5യും 5 ടൈംസ്, ഇത് 2 ടൈംസ്. 5/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ഫ്രം 0 to 2. 2 അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 അപ്ലൈ ചെയ്യാം. ഫ്രം 0 to 2. ഓക്കെ, ഫ്രം 0 to 2. ഇവിടെ എന്താ എന്തോ ഒരു മാത്സ് വീണ്ടും തെറ്റിയിട്ട് എന്തോ ഒരു മാത്സ് തെറ്റിയിട്ടുണ്ട്. ആകെ ഡെസ്പ് ഡേ ആണ് മക്കളെ. ഐ എം സോറി എക്സ്ട്രീംലി സോറി. എന്താ തെറ്റില്ലെന്ന് പറഞ്ഞാൽ മാത്സിന് എന്താ തെറ്റിയിട്ടുള്ളത്? റേസ് ടു 1/2 എന്നല്ലേ വരിക? കെ എക്സ് റേസ് ടു 3/2 ആണ്. വി ഡി വി എന്ന് പറഞ്ഞാൽ എ ഡി എക്സ് വി ഡി വി 3/2 ഇൻറ്റു എക്സ് റേസ് ടു n-1. ശരിയാണ്. 3/2 - 1 2 1/2 ശരി തന്നെയാണല്ലോ. ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3/2 ശരിയാണല്ലോ. പിന്നെന്താ തെറ്റിയ? കമോൺ ഹെൽപ്പ് മീ. ആകെ ഡെസ്പൈ 2 8 √2 റൂട്ടൊക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ആൻസറിൽ. ഇവിടെ എന്താ തെറ്റി എനിക്ക് പറഞ്ഞാൽ നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. എന്താ തെറ്റിയേ? സാർ റൊട്ടേഷൻ അഡ്വാൻസിൽ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാമോ സാർ പ്ലീസ്? ഒക്കെ ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാം. ഇതിപ്പോൾ എന്താ തെറ്റിയേ? എക്സ് റേസ് ടു 3/2 തന്നെയല്ലേ? എനിക്ക് കാണുന്നില്ല. എന്തോ ഒരു മാത്തമാറ്റിക്കൽ എറർ ഇവിടെ പറ്റിയിട്ടുണ്ട്. v = k x raised to 3/2. dv/dx = 3/2 into k x raised to 1/2. Then dv/dx. Work is equal to integral of ma dx. That is equal to m into a എന്ന് പറഞ്ഞാൽ dv dx into dx പോയി. അപ്പോൾ എനിക്ക് v dv വരണം. ഓക്കെടാ. ഇതാണ് ഇവിടെ നിന്നാണ് ഈ v വന്നേ. ഇതാണ് തെറ്റിച്ചത്. ഓക്കെ, എന്നെ കാണുന്നുണ്ടോ? ഹലോ, ഓക്കെ. എന്നെ എൻ്റെ സ്ക്രീനോട് ഓഫായി. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ dv/dx ആണ്. ഇവിടെ ഇങ്ങനെ v വന്നെന്ന് തെറ്റിപ്പോയതാണ്. ഓക്കെ, dv/dx ആണ് നമുക്ക് എന്തുള്ളത്? ഇതാണ് മാത്തമാറ്റിക്കൽ എറർ. dv/dx = 3/2 k x raised to 1/2 ആണ്. ഇതാണ് നിങ്ങൾ dv/dx. നമുക്ക് എന്താ വേണ്ടത്? ഇൻ്റഗ്രൽ ഓഫ് നമുക്ക് എന്താ വേണ്ടത്? ഇൻ്റഗ്രൽ ഓഫ് mv/dv ആണ് നമുക്ക് വേണ്ടത്. mv/dv. അപ്പോൾ v എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് മനസ്സിൽ സെപ്പറേറ്റ് ചെയ്യണം? k x raised to 3/2. dv എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2 k x raised to 1/2 ആണ്. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ?
അങ്ങനെ താനെ ഓഫായത്. ഇപ്പോൾ പിള്ളേർക്ക് എന്നെ കാണൂല, തന്നെ കാണിക്കുന്നു. കാണിക്കണ്ട. കാണിക്കും. ഓഫാക്കിയല്ലേ? ആ ഇരുന്നു. വിളിക്കാൻ വേണ്ടി എടാ സോറി, എൻ്റെ കമ്പ്യൂട്ടർ ഓഫായി പോയി. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് മൊത്തത്തിൽ പോയിന്ന്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. എന്തോ ഒരു മാത്തമാറ്റിക്കൽ എററാണ് പറ്റിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ സോൾവ് ആയിരിക്കും. എടാ കാണുന്നില്ല, എന്നെ കാണുന്നില്ലേ? എടാ എണീറ്റ് പോയതൊന്നുമല്ല, ഇന്ന് ആകെ നമുക്ക് കോളേജിലും കുറേ പ്രശ്നം, ആകെ ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആയിട്ടുള്ള. അപ്പോൾ അത് നിങ്ങളോട്ട് എത്തുന്നതാണ്. സോറി, ഞാൻ മാക്സിമം എത്തിക്കാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൈൻഡ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് സാധനം തെറ്റിപ്പോകുന്നുണ്ട്. സാധനം നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കത് സ്ക്വയർ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. വി ഈസ് ഈക്വൽ ടു കെ എക്സ് റേസ് ടു 3/2 ആണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു കെ എക്സ് റേസ് ടു 3/2 ആണ്. ഓക്കെ, എനിക്കറിയാം എന്താണ്, എനിക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വാല്യൂ വി ഡി വി ബൈ ഡി എക്സ് എന്നുള്ള സാധനം എനിക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് ആണ്. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എം എ ഡി എക്സ് ആണ്. എ എന്ന് പറഞ്ഞാൽ വി ഡി വി ബൈ ഡി എക്സ് എന്നുള്ള സാധനം ഇവിടെ വരണം. വി ഡി വി ബൈ ഡി എക്സ് ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ വരണം. ഓക്കെ, ഈ ഒരു സാധനമാണ് വരേണ്ടത്. അപ്പം
ഇതിൽ നിന്ന് നമ്മൾ വി ഡി വി ബൈ ഡി എക്സിലോട്ട് എത്തണം. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ ആ സ്ക്വയർ എടുത്തൽ എക്സ് എടുത്തൽ എവിടെ ഒന്ന് തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇത് ഞാൻ രണ്ട് സൈഡൊന്ന് സ്ക്വയർ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു മാത്തമാറ്റിക്കൽ എറർ പറ്റുന്ന അല്ലാതെ കൺസെപ്റ്റൊന്നും യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എറർ രണ്ടൊരു സ്ക്വയർ ചെയ്യുമ്പോൾ വി സ്ക്വയർ ഇസിക്കൽ ടു കെ സ്ക്വയർ എക്സ് ക്യൂബ് എന്നാണ്. ഓക്കെ, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇതിന് ഞാൻ എൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം 2v dv by dx ഇസിക്കൽ ടു 3k സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ, 3k സ്ക്വയർ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ വി ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 3/2k സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് സ്ക്വയർ എന്ന് ചെയ്ത് നോക്കുന്നു. ആ ഫ്രാക്ഷനത്ത് എന്തോ ഒരു മൾട്ടിപ്ലൈ എന്തോ ഒരു ആഡ് ചെയ്ത് കൊടുത്താണ് മിസ്റ്റേക്ക് എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. മാത്തമാറ്റിക്കൽ എറർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചെയ്ത് നോക്കാം. അപ്പം എം എന്ന് പറഞ്ഞ സാധനം ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുള്ളത്, എം 0.5 ആണ്, 1/2 ആണ്. അത് പുറത്ത് നോട്ടെ. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 3/2k സ്ക്വയർ എക്സ് സ്ക്വയർ ഡോട്ട് ഡി എക്സ് ആകുന്നു. അപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വന്നു. അപ്പോൾ 3/4 കെ സ്ക്വയർ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ എത്ര, എക്സ് ക്യൂബ് ബൈ 3 അല്ലേ, എക്സ് ക്യൂബ് ബൈ 3 ആണ് ഇൻ്റഗ്രൽ. 3 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എത്രയാടാ, കെ 25 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ, 5 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/4 ഫ്രം 0 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. 0 to 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പം 2 ടൈംസ് യുവർ ആൻസർ ഇസ് 50 joules. ഇത് ഉത്തരത്തിലുണ്ടോ, ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഉത്തരം. പക്ഷെ എന്താ നേരത്തെ തെറ്റ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നേരത്തെ തെറ്റ് പറ്റിയേ, 3/2 ഡി വി വീണ്ടും ഞാൻ വി മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു അല്ലേ. ആടാ 3/2 + 3/2 എത്രടാ, അതാണ് തെറ്റ്. നോക്കിയേ, നേരത്തെ എന്താ തെറ്റിപ്പോയേ നോക്കിയേ, നേരത്തെ തെറ്റിപ്പോയേ. നമുക്ക് കിട്ടി എന്ത്, ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 3/2k x⁻² ആണ് അല്ലേ. നമുക്ക് വേണ്ട എന്താ, വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് നമുക്ക് വേണ്ടേ അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. വി എന്ന് പറഞ്ഞ സാധനം എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കെ x⁻³ ആണ്. കെ x⁻³ ഇൻറ്റു 3/2k x⁻1/2 കെ സ്ക്വയർ ബൈ 2 പുറത്ത് x⁻3/2 + 1/2 എന്ന് വെച്ചാൽ 4/2 എന്ന് വെച്ചാൽ 2 കെ സ്ക്വയർ ബൈ 2. ഇതേ സാധനം നമ്മളിവിടെ ചെയ്ത് കണ്ട 3/2k സ്ക്വയർ, ഇവിടെ എന്താ 3/2k സ്ക്വയർ. ഓക്കെ, സെയിം സാധനം കെ സ്ക്വയർ എല്ലാം സെയിം. ഓക്കെ, 3/2 ഉണ്ട്, 3/2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ, 3/2 സെയിം സാധനം. അപ്പം ആ ഇവിടെ നേരത്തെ ചെയ്തെന്തോ ഈ രീതി വന്നൊരു കെയർലെസ് മിസ്റ്റേക്കാണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്കൽ എററാണ് ഉണ്ടായത്. ക്ലിയർ ആയോ? 2 വഴിയോട് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരണോ? അത് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാഠത്തോട്ട് പോവാമോ? ഞാൻ 2 വഴി ചെയ്ത് കാണിച്ചു തരാം. ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വി ഇസിക്കൽ ടു കെ x⁻3/2 ഇതാണ് ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, കെ എന്ന് പറഞ്ഞാൽ 5 ആണ്, മാസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അങ്ങനെ വർക്ക് ഡൺ ഫ്രം x to 0 to 2 എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലേ? നമുക്ക് തെറ്റ് പറ്റിയ ചെറിയൊരു മാത്തമാറ്റിക്കൽ എററായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറഞ്ഞു വരുമ്പോൾ എം എ ഡി എക്സ് ആണ്. എ എന്നുള്ള സാധനം എനിക്ക് വേണം. എ എന്ന് പറഞ്ഞാൽ വി ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു സാധനത്തിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ സാധനം എനിക്ക് 2 വഴി കണ്ടുപിടിക്കാം. ഒന്ന് ഞാൻ നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, സ്ക്വയർ ചെയ്യാണ്ട് നേരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇസിക്കൽ ടു കെ x⁻3/2 ഇൻ്റഗ്രേഷൻ ബൈ ഡി എക്സ് എത്രയാ, കെ പുറത്ത് 3/2 പുറത്ത് എക്സിൻ്റെ ഡിഫറൻഷ്യേഷൻ 1/2. ഇതാണ് എന്ത് മക്കളെ, നിങ്ങൾ ഡി വി ബൈ ഡി എക്സ്.
ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതല്ല, വി ഡി വി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ വി ഡി വി എന്താ, ഇതിന് വീണ്ടും വി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വീണ്ടും ഇതായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻറ്റു കെ എക്സ് റേസ് ടു 3/2. അപ്പോൾ കെ സ്ക്വയർ 3/2 പുറത്ത് എക്സ് റേസ് ടു 1/2 പ്ലസ് 3/2 എന്ന് വെച്ചാൽ 4/2 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട എന്താ 3/2 കെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതാണ് നിങ്ങളെ വി ഡി വി ബൈ ഡി എക്സ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് എന്ന സാധനം 1/2 ആണ്, 3/2 കെ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് നിങ്ങളെ വി ഡി വി ഇൻറ്റു ഡി എക്സ്. അപ്പോൾ 3/4 കെ സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 3/4 കെ സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 2 ക്യൂബ് വെട്ടിപ്പോയി. അപ്പം എന്ത് സംഭവിക്കും, കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/4 ഇൻറ്റു 8, 2 times your answer is 50 joules. ഓക്കെ, അപ്പം അത് മനസ്സിലായി, സിമ്പിൾ സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസോട്ട് പോവാം. അല്ല, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസോട്ട് പോവാം. അപ്പം 2 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, 2 മിനിറ്റ്. ഓക്കെ, അവിടെ നമുക്ക് അടുത്ത സെഷൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമുക്ക് സെഷനോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള പാഠം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കുറച്ചൊരു ചെറിയൊരു ലെങ്തി ചാപ്റ്ററാണ്, പക്ഷേ എന്താ പറയുക, കറക്റ്റ് 45 മിനിറ്റാണ്. നമുക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ 1D 2D ഒക്കെ നല്ല തറവായിട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. ഓക്കെ, ഇതിലാകെ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്, സെൻറ്റർ ഓഫ് മാസ് എന്ന സാധനം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ,
സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം എം ഇൻറ്റു ആർ പ്ലസ് എം ഇൻറ്റു ആർ ടു അങ്ങനെ സാധനങ്ങൾ ആ ഇക്വേഷനൊക്കെ നിങ്ങൾ അതുപോലെ പഠിക്കാം. പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ട്രാൻസ്ലേഷൻ മോഷനിൽ മാസിന് എത്രത്തോളം റെലവൻസ് ഉണ്ടോ, റൊട്ടേഷൻ മോഷന് എന്ത് റെലവൻസ് ഉണ്ട്, അതിന് റെലവൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രഡേഷൻ നിങ്ങൾക്ക് നല്ല മനസ്സിലാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ, റൊട്ടേഷണൽ മോഷൻ നമ്മളുടെ വ്യത്യാസം, സെയിം എൻറ്റിറ്റിയിൽ നമ്മളെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ട്രാൻസ്ലേഷൻ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വില ഉണ്ടോ അതേ വില റൊട്ടേഷൻ മോഷൻ ആർക്കുള്ളതാ? തീറ്റനുള്ളത്. വെലോസിറ്റീന് എന്ത് റെലവൻസ് ആണുള്ളത് അതാണ് ആർക്കുള്ളത്? ആംഗുലാർ വെലോസിറ്റി ഉള്ളത്. ആക്സലറേഷൻ എന്ത് റെലവൻസ് ആണുള്ളത് അതാണ് ആർക്കുള്ളത്? ആൽഫയ്ക്കുള്ളത്. മാസിന് എന്ത് റെലവൻസ് ആണുള്ളത് അതേ റെലവൻസ് ആണ് ആർക്കുള്ളതാ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്കുള്ളത്. ഫോഴ്സിന് എന്ത് റെലവൻസ് ആണുള്ളത് അതന്നെയാണ് ആർക്കുള്ളതാ? ടോ എന്ന് പറഞ്ഞാൽ ഈ സഹോദരനുള്ളത്. ലീനിയർ മൊമെൻറ്റം പീന് എന്ത് വിലയാണുള്ളത് അതേ റെലവൻസ് ആണ് ആർക്കുള്ളത്? ആംഗുലാർ മൊമെൻറ്റം എല്ലിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഫോം വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്തറിഞ്ഞിരിക്കുക? ഇവർ തമ്മിലെ റിലേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, എസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാ, എസ് ഇസിക്കൽ ടു തീറ്റ ക്രോസ് ആർ ആണ്. വി എന്ന് പറഞ്ഞ സാധനം എന്താടാ? ഒമേഗ ക്രോസ് ആർ ആണ്. എ എന്ന് പറഞ്ഞ സാധനം എന്താടാ? ആൽഫ ക്രോസ് ആർ ആണ്. അപ്പം ഇങ്ങനത്തെ സിമ്പിൾ റിലേഷൻസ് ഒക്കെ പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കണം? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഐ, ഓരോ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ്, ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണ് അല്ലേ? ഇതിൻ്റെ എം ആർ സ്ക്വയർ ആണ്. ഇതിൻ്റെ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഒരു സിലിണ്ടർ അല്ല, ഒരു റോഡിൻ്റെ സെൻറ്റർ പോയിൻ്റുള്ളത് എം എൽ സ്ക്വയർ ബൈ 12 ആണ്. ഒരു സോളിഡ്, ഒരു ഹോളോസ്ഫിയർ വരുമ്പോൾ അതിൻ്റെ സാധനം എന്താണ്? 2/3 എം ആർ സ്ക്വയർ ആണ്. ഒരു സോളിഡ് സിലിണ്ടർ വരുമ്പം അതിൻ്റെ സാധനം 2/5 എം ആർ സ്ക്വയർ ആണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പാരലൽ ലോ, പെർപെൻഡിക്കുലർ ലോ ഒക്കെ അറിയോ? അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, കാരണം അതാണ് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റുമോ, അതറിയോ? അല്ലെങ്കിൽ ഇപ്പോൾ വേഗം പറയാം, നമുക്കൊന്ന് പറഞ്ഞിട്ട് വേഗം പോവാം, അല്ലെങ്കിൽ നമുക്ക് വേഗം ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വേഗം മക്കളെ വേഗം പറയും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണടാ? നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം? വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ എന്ന സാധനം. വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ നിങ്ങൾക്ക് ഒരു നീറ്റ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ള ആകെ നിങ്ങൾക്ക് വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഫോർ കവറിങ് ഒരു ലൂപ്പ് അടിക്കണം. ഒരു വെർട്ടിക്കൽ സർക്കിൾ കവർ ചെയ്യണമെങ്കിൽ ഡൗൺ മോസ്റ്റ് പോയിന്റ് അത് മിനിമം എത്ര വെലോസിറ്റി വേണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5GR എന്ന ഒരു വെലോസിറ്റി വേണം. ഈ പോയിന്റ് കറക്റ്റ് ഈ ഹൊറിസോണ്ടൽ പോയിന്റ് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു √3GR ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? √5GR ആയിരിക്കും. അപ്പം ഇതാണ് വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, സെൻറ്റർ ഓഫ് മാസ്. ഇത്രയും പാഠത്തിലുള്ളൂ. ഓക്കെ, പിന്നെ അവസാനമായിട്ട് കൈനറ്റിക് എനർജി അല്ലെ? ഒരു റോളിംഗ് ബോഡി, റൊട്ടേഷണൽ മോഷൻ. നോക്ക്, ഒരു ബോഡി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ബോഡി വെറുതെ പറഞ്ഞു പോവുകയാണ്, തിയറിക്ക് വെറുതെ പറഞ്ഞു പോവുക. ഒരു മാസ് ഉണ്ട്, ഈ മാസിനെ ഞാനൊന്ന് ഇങ്ങനെ തള്ളുമ്പോൾ അതിങ്ങനെ ഒരു v വെലോസിറ്റി പോവുകയാണെങ്കിൽ അതിൽ എന്ത് എനർജി ഉണ്ട്? ട്രാൻസ്ലേഷൻ എനർജി ഉണ്ട്, 12mv² ഉണ്ട്. വേറൊരു ബോഡി വെറുതെ ഇങ്ങനെ നിന്ന് ഈ ഒരു സാധനത്ത് ഇങ്ങനെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഒരു പോയിന്റ് അറ്റാച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് എനർജി ഉണ്ട്? റൊട്ടേഷൻ എനർജി ഉണ്ട്. റൊട്ടേഷൻ എനർജി എന്തായിരിക്കും? 12mv². എമ്മിന് റൊട്ടേഷൻ മോഷൻ ആർക്കാണ് വരുന്നത്? I എന്നുള്ള സാധനത്തിലോട്ടാണ് വരുന്നത് അല്ലേ? മാസ് എന്ത് റെലവൻസ് ആണുള്ളത് അതേ റെലവൻസ് ആണ് ആർക്കുള്ളത്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്കുള്ളത്. വെലോസിറ്റിന് എന്ത് റെലവൻസ് ആണുള്ളത് അതേ റെലവൻസ് ആർക്കുള്ളത്? ആംഗുലാർ വെലോസിറ്റിക്ക് ഉള്ളത്. അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഒരു ബോഡി റിവോൾവ് ചെയ്യുകയാണെങ്കിൽ കറങ്ങി പോവുകയാണെങ്കിൽ രണ്ട് മോഷൻ ഉണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്, അതുപോലെ എന്ത് മോഷൻ? റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. നെറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12mv² പ്ലസ് 12I⍵² എന്നാണ് നടക്കുന്നത്. mi എന്ന് പറഞ്ഞാൽ mk². k is the radius of gyration എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അല്ലേ? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വിളിക്കുക. അപ്പം നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12mv² പ്ലസ് 1/2 I എന്ന് പറഞ്ഞാൽ mk². നമുക്കറിയാം v = r⍵ ആണ്. അപ്പം v/r ആണ് ഒമേഗ. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കൂടാ? v/r the whole square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും 12mv² പ്ലസ് 12mv² k²r². ഞാൻ 12mv² കോമൺ ആക്കി പുറത്തെടുക്കും. 12mv² 1 പ്ലസ് k²/r². ഇതാണ് എന്ത് വരിക?
നെറ്റ് കൈനറ്റിക് എനർജി, ടോട്ടൽ കൈനറ്റിക് എനർജി ആയിട്ട് ഈ സാധനമാണ് വരിക. ഓക്കെ, അപ്പോൾ റിവോൾവിംഗ് ബോഡി ആണെങ്കിൽ ഇതാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൈനറ്റിക് എനർജി എന്ന് ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളെന്ന് അറിയണം. ഒരു ബോഡി, ഒരു ഇൻക്ലൈൻ ബോഡി, ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്, ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആക്സലേഷൻ നിങ്ങൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ആക്സലേഷൻ ഇസിക്കൽ ടു ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 + k² ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ബോഡി റിവോൾവ് ചെയ്ത് അടിയിലോട്ട് കാരണം റൊട്ടേറ്റ് ചെയ്ത് അടിയിലോട്ട്. അപ്പം എന്ത് സംബന്ധം റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അപ്പം ആക്സലേഷൻ എന്താണ്? ആക്സലേഷൻ ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ k² ഡിവൈഡ് ബൈ r² എന്നാവുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ റേഡിയസ് ഓഫ് ഗൈറേഷനൊക്കെ എന്താ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്തുണ്ട്, അത് റൊട്ടേഷണൽ മോഷൻ്റെ ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ ഒന്നും വിട്ടാൽ ശരിയാവില്ല. ഓക്കെ, എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 3 kg is rolling on a horizontal surface velocity 4 m/s. It collides with ഓക്കെ ഇതിലെന്താ പറയുക പ്രശ്നം പറ്റിയേ? ഇതാ ഒരു സ്പ്രിങ് ഉണ്ട്, ഇതാണ് സർഫസ്, നമുക്ക് സ്പ്രിങ് ഉണ്ട്. ഓക്കെ, ഒരു സോളിഡ് സിലിണ്ടറാണ്, ഇങ്ങനെ വന്ന് ഇടിക്കുക, റൊട്ടേറ്റ് വന്ന് ഇങ്ങനെ വന്ന് ഇടിക്കുകയാണ്. അത് ഇടിക്കുന്ന സർഫസ് നിങ്ങൾ ക്രോസ് സെക്ഷൻ നോക്കിയാൽ അത് എന്താണ്? അതൊരു ഡിസ്ക്കാണ്. ഓക്കെ, നമ്മൾ സിലിണ്ടറായിട്ടല്ല സിലിണ്ടർ ഇങ്ങനെ ഇടിക്കില്ല, മറിച്ച് എന്താണ് സിലിണ്ടർ ക്രോസ് സെക്ഷൻ വന്നിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ പെർട്ടിക്കുലർ വിത്ത് റെസ്പെക്ട് ടു ദിസ് സ്പ്രിങ് എന്താണ് വന്നിടിക്കുന്നത്? ഒരു ഡിസ്ക്കാണ് വന്നിടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിസ്കിൻ്റെ സാധനമായിട്ട് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ½ mv², ഞാൻ ടോട്ടൽ കൈനറ്റിക് എനർജി ഇക്വേഷനകത്ത് പറഞ്ഞു തന്നു. ½ mv² × 1 + k²/r². ഇതാണ് ഈ ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഇത് എന്തായിട്ട് മാറും? ഈ സ്പ്രിങ്ങിൻ്റെ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും, ½ kx² ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഈ ഒരു തിയറിയിലെടുത്ത പ്രശ്നമാണ് പറ്റിയത്. സോളിഡ് സിലിണ്ടർ ഞാൻ വെറുതെ ആലോചിക്കാണ്ട് ഞാൻ എടുത്തുപോയി, അതിൻ്റെ മിസ്റ്റേക്കാണ് പറ്റിയത്. അപ്പോൾ അപ്പം എന്താണ് ഡിസ്ക് ആവുമ്പോൾ എങ്ങനെ നിങ്ങൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക? അപ്പോൾ നിങ്ങളിതാ ഒരു റിങ് ഉണ്ട്. ഓക്കെ, ആ റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ട് പോകുന്ന അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താടാ? mr² ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യന് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? mk² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണോ mm കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് റേഡിയസിൻ്റെ ടേംസിൽ എന്താണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ അതാണ് നിങ്ങളുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഫോർ എ റിംഗ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ സിംപ്ലി റേഡിയസ് r ആണ്. പക്ഷേ ഒരു ഡിസ്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഡിസ്കിൻ്റെ സെൻട്രൽ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എത്രടാ? mr²/2 ആണ്. ഇത് നിങ്ങൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? = mk² ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെട്ടിപ്പോയി. അപ്പോൾ k² r²/2 ആണ്. അപ്പോൾ k √r/2. ഇതാണ് എന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർ എ ഡിസ്ക്. ഓക്കെ, അതുപോലെ എന്ത് സോളിഡ് സിലിണ്ടറിന് വേറെ അങ്ങനെ ഓരോന്നായിട്ട് മാറി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിലോട്ട് വരുന്നു? ഈ ക്വസ്റ്റിനോട്ട് വരുമ്പോൾ എനിക്കറിയാം ഫോർ എ ഡിസ്ക് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചു k = r/2ൻ്റെ റൂട്ടാണ് അല്ലേ? ഡിസ്കിന് ഇതാണ്. ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ½ m എത്രയാ? 3, വെലോസിറ്റി എത്രയാ? 4 എന്ന് വെച്ചാൽ 16, 1 + k² എന്ന് പറഞ്ഞാൽ r²/2 r² വെട്ടിപ്പോയി, ബാക്കി എന്താണ്? 1/2 = ½ kx². ½ kx² ½ × k. What is k? What is k? 200 × 200x². ഓക്കെ, അപ്പോൾ 3/2 എന്നിവിടെ വരും. അപ്പം 3 × 16/2 × 3/2 അല്ലേ? = ½ × 200x². 200 100 ടൈംസ് ഒക്കെ സ്ക്വയർ റൂട്ട് എടുക്കാനുള്ളത്, അതാണ് ഞാൻ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ 3 × 3 × 16 ഡിവൈഡ് ബൈ 2 × 2 × 100 = x². അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് 3 × 4 ഡിവൈഡ് ബൈ 2 × 10 ദാറ്റ് ഈസ് = 12/20 ദാറ്റ് ഈസ് = 6/10 ദാറ്റ് ഈസ് = 3/5. 3/5 ആണ് നിങ്ങളുടെ x². നിങ്ങളുടെ x. അപ്പോൾ വാല്യൂ എത്രയാ? 3/5 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ? = 0.6 മീറ്റർ. സോ ദാറ്റ് ഈസ് ഉത്തരം, 0.6 മീറ്റർ. ഓക്കെ, എനിക്ക് കുറേ നേരമായിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം
കോളം എടുത്തപ്പോൾ ഏകദേശം ഓക്കെ. ഓക്കെ 0.6 സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ നമ്മൾ ചെറിയൊരു മണ്ടത്തിൽ നമ്മൾ ആലോചിച്ചൊരു മണ്ടത്തിൽ ചെയ്തിട്ടാണ് അതിലോട്ട് വന്നത്. അപ്പോൾ അതവിടെ നോട്ടെ. നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള ഈ ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ ഇതാ ഒരു പ്രീവിയസ് ഇയർ മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്, JEE മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. The moment of inertia of a uniform circular disk is maximum about an axis perpendicular disk and passing through. ഇപ്പോൾ ഒരു ഡിസ്ക് ഇതാണെങ്കിൽ ഡിസ്കിൻ്റെ സെൻറ്ററിൽ എത്ര ഉള്ളടാ, ഡിസ്കിൻ്റെ സെൻറ്ററോട് പോകുന്ന എത്രയാ mr²/2. ഈ ഡിസ്കിൻ്റെ സെൻറ്റർ ഇതാണ് ഡിസ്ക് ഇപ്പോൾ എങ്ങനെ കാണിച്ചാൽ അതാണ് ഡിസ്ക് എന്ന് വിചാരിക്കുക. ഡിസ്കിന് സ്ക്വയറിൽ mr²/2 അല്ലേ. ഇനി നമ്മൾ ഏതൊരു സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്, പാരലൽ ലോ അല്ലേ, പാരലൽ ആക്സിസ് തിയറം അല്ലേ, പാരലൽ ആക്സിസ് തിയറം പറയുന്നത് എന്താണ്, പാരലാക്സിസ് തിയറം അറിയില്ല നിങ്ങൾക്ക്, പാരലാക്സിസ് തിയറം അറിയോ നിങ്ങൾക്ക് മക്കളെ, പാരലാക്സിസ് തിയറം അറിയോ അറിയില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഏതോ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയുടെ ഒരു ആക്സിസിൽ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. ഓക്കെ എന്നിട്ട് നമ്മോട് പറയുകയാണ് ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം, ഒരു നോൺ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ്. എന്നിട്ട് നമ്മോട് പറയുകയാണ് വേറെ ഈ ആക്സിസിന് പാരലായിട്ട് വേറൊരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നാണ് ചോദിക്കുകയാണ്. അത് കണ്ടുപിടിക്കുകയാണ് പാരലൽ ആക്സിസ് എന്ന് പറയുന്നത്. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് the moment of inertia along an axis that is parallel to a known axis, then the moment of inertia is what? It is I, inertia of the known axis plus mass of the body under consideration into distance between the two axis square. ഇപ്പോൾ നമ്മൾ d ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ d ഡിസ്റ്റൻസ് സ്ക്വയർ ആയിരിക്കും എന്ത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അലോങ് ദി അൺനോൺ ആക്സിസ്. എന്ന് വെച്ചാൽ പച്ചമണത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ ആക്സിസ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ആക്സിസ്, ഈ ആക്സിൽ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്തോ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ സ്നേഹത്തോടെ I എന്ന് വിളിച്ചു. നിങ്ങൾക്ക് വേറൊരു പാരലൽ ആക്സിസ് ആയിട്ട് വേറൊരു ആക്സിസ് ഇതിനോട് പാരലായിട്ട് ഒരു ആക്സിസ് തരുവാണ്, ഇവർ രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഇതിൽ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആയിരിക്കും. ഓക്കെ ഇപ്പോൾ സിമ്പിൾ സാധനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം പാരലൽ ആക്സിസ് തിയറം വെക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇതെന്താണ്, ഒരു യൂണിഫോം സർക്കിൾ, ഇവിടെ mr²/2 ആണ് അല്ലേ. ഈ ദൂരം കൂടും തോറും അല്ലേ നമുക്കറിയാം I + md² ആണ് അല്ലേ. ഡിസ്റ്റൻസ് കൂടും തോറും അൺനോൺ ആക്സിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടും. അപ്പോൾ ഏത് ആക്സിൽ ഏറ്റവും കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവുക, ബിയിലായിരിക്കും ഏറ്റവും കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവുക. സോ യുവർ ആൻസർ ഇസ് സിംപ്ലി ഓപ്ഷൻ എ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. A thin rod of length L and mass m is bent at its midpoint into two halves so that the angle between them is 90 degree. The moment of inertia of the bent rod about an axis passing through the bent point and perpendicular to the plane defined by the two halves is. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡിനെ കറക്റ്റ് ഞാൻ രണ്ടാക്കി മുറിച്ചു അല്ലേ, കറക്റ്റ് 2 ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെയാക്കി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ആക്സിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കുക. നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യുക, ഇത് ഒരു എ റോഡ് എന്ന സ്നേഹത്തോട് വിളിക്കുക, ഇതൊരു ബി റോഡ് എന്ന സ്നേഹത്തോട് വിളിക്കുക. ഇതിന് രണ്ടാണ്ട് ഈ ആക്സിലൂടെ പോകുന്ന, നിങ്ങൾ ആലോചിക്കുക, ഇതായിരുന്നു ആദ്യത്തെ റോഡ്. ഓക്കെ ഇങ്ങനെയായിരുന്നു ആദ്യത്തെ റോഡ്. അതിനെന്ത് ചെയ്യണം, നമ്മൾ സ്പ്ലിറ്റാക്കി ഇങ്ങനെയാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോഡിൻ്റെ ഈ ആക്സിൽ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഈ റോഡിൻ്റെ ഈ ആക്സിൽ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാൻ രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ അപ്പോൾ എ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണ് നമുക്കറിയാം, മാസ് ഓഫ് ദ ബോഡി m ആണ്, ലെങ്ത് ഓഫ് ദ ബോഡി L ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml²/12 ആണ്. ഓക്കെ ഈ ഡിസ്റ്റൻസ് അപ്പോൾ ഇതിന് L ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, L/2 ആയിരിക്കും. L/2 ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ജനറൽ തിയറി ആണ്, ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ജനറൽ തിയറി L/2 ആയിരിക്കും. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം കൊടുക്കുമ്പോൾ നോൺ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ആക്സിസ് സ്ക്വയർ ചെയ്യുമ്പോൾ ml²/12 പ്ലസ് ml²/4. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ml²/12 പ്ലസ് 3ml²/12 അല്ലെങ്കിൽ 3/12 ml², 4/12 ml² അല്ലെങ്കിൽ ml²/3
3. ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു റോഡിൻ്റെ അറ്റത്തിലൂടെ പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml²/3 ആയിരിക്കും. ഓക്കെ, ഇത് ജനറൽ കാര്യം. ഇനി നമ്മൾ ഇവിടെ വരുന്നു. ഇവിടെ നമുക്കറിയാം മൊത്തം ബോർഡ് എന്താണ്, റോഡിൻ്റെ മാസ് m ആണ്, മൊത്തം ലെങ്ത്ത് l ആണ്. അപ്പോൾ ഇതിനെ 2 പീസാക്കുന്നു മക്കളെ, 2 പീസാക്കുന്നു. ഇങ്ങനൊരു പീസാക്കുന്നു, പിന്നെ ഇങ്ങനൊരു പീസാക്കുന്നു. ഓക്കെ, ഇത് ഒരുമിച്ചാട്ടോ, ഇത് ബെൻഡാട്ടോ. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്തെന്ന് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് m/2. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാടാ? l/2. ഇതിൻ്റെ മാസ് എത്രയാടാ? m/2. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? l/2. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഈ ഒറ്റ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? m/2 മാസ് അല്ലേ? നമുക്കറിയാം ഫോർമുല എന്താണ്? ml²/3 ആണ്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? മാസ് എന്ന് പറഞ്ഞ സാധനം m/2. ലെങ്ത്ത് എന്ന് പറഞ്ഞ സാധനം എന്താടാ? l/2. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഒരു റോഡിൻ്റെത്. അങ്ങനെ 2 റോഡുണ്ട് ഇൻറ്റു 2. ദിസ് ഈസ് യുവർ ആൻസർ, ഇൻറ്റു 2. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നു. അപ്പം 2/3 m/8 l² അല്ലേ? അപ്പം 4 ടൈംസ് വാട്ട് ഈസ് യുവർ ആൻസർ? ml²/12. ദിസ് ഈസ് യുവർ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാവരും ഉത്തരം പറഞ്ഞിട്ട് നൈസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. A wheel has angular acceleration 3 rad/s² and an initial angular speed of 2 rad/s in a time 2 seconds has rotated through. ഇതെന്താ 1D ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് ആക്സലറേഷൻ ആൽഫ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ടുള്ള ω0, ഒമേഗ ഇനീഷ്യൽ അല്ല ω0 ഒക്കെ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്? തീറ്റ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ്റെ വാക്കിൽ പറഞ്ഞാൽ ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, എസ് കണ്ടുപിടിക്കണം. ഫോർമുല ഏതാ? s = ut + ½ at². s = ut + ½ at². അത് റൊട്ടേഷണൽ മോഷനോട്ട് വരുമ്പോൾ അതെങ്ങനെ അവിടെ? തീറ്റ ഈസ് ഈക്വൽ ടു ω0t + ½ α t². അല്ലേ? അതിൻ്റെ കറസ്പോണ്ടിങ് സാധനങ്ങൾ എഴുതിയാൽ സെയിം ഇക്വേഷനായി. ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സെയിം സാധനം അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ω0 എത്രയാ? ω0 എത്രയാ? 2. ടൈം എത്രയാ? 2 + ½ ഇൻറ്റു ആൽഫ എത്രയാ? 3. ടൈം എത്രയാ? 2². അപ്പോൾ 4 + ½ ഇൻറ്റു 3 ഇൻറ്റു 4, 2 ടൈംസ് 4 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10 rad ഈസ് യുവർ ആൻസർ. ഇസ് ദാറ്റ് ക്ലിയർ? അല്ലേ? മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളൊരു കാര്യം പറയണം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ രാത്രി സമയം എത്രയായി? സമയം 9:10. ഇപ്പോൾ 30 പേരൊക്കെ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും 30 പേരോട് ഇരിക്കുന്നുണ്ട്. ഈ 30 പേരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഫിലോസഫി പറയല്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഈ ഒരു നീറ്റ് എക്സാം എന്നുള്ള സാധനത്തിലൂടെ പോയതാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്, അത്ര കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ വെറുതെ നമ്മളെ പൊലിപ്പിക്കാൻ പാടില്ലല്ലോ. കുറച്ചൊക്കെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ രാത്രി 9 മണിക്കും ഫുഡൊക്കെ കഴിക്കാതെ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ കേട്ടുകൊണ്ടിരുന്ന് ഇനിയിപ്പോൾ ഉറങ്ങി രാവിലെ വീണ്ടും പഠിച്ച് നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനൊക്കെ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന എന്തൊരു ഹാർഡ് വർക്ക്, അത് ഏതൊരു മേഖലയിലായിക്കോട്ടെ, എന്തായാലും ഹാർഡ് വർക്ക് അത് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ കൂടെ എത്ര പേരുണ്ട്? 12 ലക്ഷം 13 ലക്ഷം പേരാണ് എക്സാം എഴുതാനുള്ളത്. ഓക്കെ, ഇത്രയും ആൾക്കാരുടെ കൂടെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സെക്കൻഡും കോമ്പറ്റീഷൻ എന്നുള്ള സാധനമുണ്ട്. നിങ്ങളിപ്പോൾ വെറുതെ ഇപ്പം എൻ്റെ ഈ തള്ളു കേട്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പുറത്തിരുന്നോ പഠിക്കണം. മനസ്സിലായോ? അപ്പം ഓരോ സെക്കൻഡും നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? പഠിക്കണം എന്നുള്ള ബോധം ഉണ്ടാകുന്ന വെച്ചാൽ 24 മണിക്കൂർ പഠിക്കണമല്ല, മരിച്ച് പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണാപ്പാഠം പഠിക്കാതെ, ഫിസിക്സ് കാണാപ്പാഠം പഠിക്കാതെ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ റാൻഡമായിട്ട് പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് വെറുതെ ഞാൻ എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ട് തരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വായിച്ചിട്ടല്ല അവിടെ വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് ചില എന്താ പറയുക ഡിസ്പാരിറ്റി ഒക്കെ വരുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചെറിയൊരു ടൈം ലാഗ് വരുന്നത്. ഓക്കെ, ഐ എം സോറി ഫോർ ദാറ്റ്. ഇന്നത്തെ എൻ്റെ എന്താ പറയുക എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്കിനും എൻ്റെ കെയർലെസ് മിസ്റ്റേക്കിനൊക്കെ ഞാൻ സോറി പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ. നിങ്ങളിപ്പോൾ ഏത് സെൻറ്ററിലും പഠിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ഏതൊരു
ഇപ്പം പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. ഞാനൊക്കെ എൻ്റെ നാട്ടിലുള്ള ഒരു ന്യൂ സെൻറ്ററിലാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഏത് സെൻറ്ററിൽ പഠിച്ചാലും നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും അടിത്തറ ബേസ് എന്ന് പറഞ്ഞാൽ NCERT ആണ്. NCERT കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു കോച്ചിങ് സെൻറ്റർ ആയിക്കോട്ടെ, ഇന്ത്യയിൽ തന്നെ ആകാശോ റെസണൻസോ ഏതൊരു കോച്ചിങ് സെൻറ്ററിൽ എന്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്, ആ ബേസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. നീറ്റ് പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫിസിക്സ് ആയാലും ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും NCERT ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഫിസിക്സ് മാത്രമാണ് ഒരു പടി ഒന്ന് കൂട്ടി ചോദിക്കുന്നത്. ആ ഒരു പടി കൂട്ടി ചോദിക്കുന്നത് നിങ്ങൾ എന്ത് മനസ്സിലാകുന്നത്, ബേസ് അത്രയും തറവായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഫിസിക്സ് സാർമാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നു, ഏത് സാറോട് നിങ്ങൾ വേണമെങ്കിൽ പോയി പറഞ്ഞോ, ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ സാറിനോട് പറഞ്ഞ കാര്യമാണ്, ഫിസിക്സ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് കുറച്ചൊരു ഹൈ ലെവലാണ്. അതിൻ്റെ ലിറ്ററേച്ചർ, അതിൻ്റെ വാക്കുകൾ, സാധനങ്ങൾക്ക് എഴുതി പിടിപ്പിച്ചത് കുറച്ചൊരു ഹൈ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലാസ് കേൾക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഏതിന് ഗൈഡ് റെഫർ ചെയ്യുക, ഗൈഡത്തെ ജസ്റ്റ് ഇനീഷ്യൽ പാഠം തുടങ്ങുമ്പോഴുള്ള ഇൻട്രഡക്ഷൻ ജസ്റ്റ് ഒക്കെ വായിക്കുക, ജസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക, സാധനം കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഇക്വേഷൻ കൊടുക്കുക, സാധനം കണ്ടുപിടിക്കുക, ഇക്വേഷൻ കൊടുക്കുക, സാധനം കണ്ടുപിടിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സൊക്കെ കേട്ട് ഇന്നിപ്പോൾ നിങ്ങൾ ചിലപ്പം 1Dയിലോ 2Dയിലോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ആ കിട്ടില്ല എന്ന് വെച്ചാൽ അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് വെച്ചാൽ തളർന്ന് മാറില്ല ചെയ്യണം, മറിച്ച് എന്ത് ചെയ്യുക, ഇരുന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത്, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് കിട്ടില്ല എന്ന് കണ്ട അപ്പം തന്നെ സൊല്യൂഷൻ വെച്ച് നോക്കരുത്, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക, എന്താണ് എനിക്ക് A തന്നിട്ടുണ്ട്, എനിക്ക് V തന്നിട്ടുണ്ട്, എനിക്ക് U തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കത്തൂല, V = U + AT ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കത്തണമെന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് കിട്ടാത്തപ്പോൾ നിങ്ങൾ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെയാണ് പോയിട്ടുള്ളത്, അപ്പോൾ എൻ്റെ ചിന്ത ഞാൻ ഇങ്ങനെയാണ് നയിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ ലിങ്ക് ചെയ്യുന്നത്. അല്ല നിങ്ങൾ ജസ്റ്റ് വെറുതെ ആക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ കാണുന്നു, ബാക്കോട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ മെമ്മറി, ഒരു ചെറിയ ടെമ്പററി ആയിട്ടുള്ള മെമ്മറി അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ട് നിൽക്കരുത്. ഫിസിക്സിന് കുറച്ച് സമയം കൊടുത്താൽ മാത്രമേ സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ സാധനം പറയുമ്പോൾ, ഇപ്പോൾ എനിക്കറിയാം, ഞാൻ വെറുതെ തള്ളി പറയുന്നില്ല, +2 സമയത്ത് ഞാനും ഫിസിക്സ് ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നായിട്ട് തോന്നുള്ളൂ, ഇത് അറബിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. ഇയാൾ എന്ത് തേങ്ങയാണെന്ന് പറയുന്നത് നിൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ സ്വാഭാവികം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിള്ളേരുടെ റെസ്പോൺസ് തരത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ അറബിയാണോ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം എന്താണ്, എനിക്ക് തോന്നിയ കാര്യമാണത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, നിങ്ങൾ ഫിസിക്സിന് ഇൻട്രസ്റ്റ്, ഫിസിക്സ് എന്തോ ഒരു സംഭവമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളെ മനസ്സിലുണ്ടായിട്ടാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ബേസിന് തുടങ്ങിയ ഏതൊരു ഏതൊരു ലേ മാനും മനസ്സിലാകുന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഫിസിക്സ് ഉള്ളൂ. അല്ലെങ്കിൽ നീറ്റ് ഫിസിക്സ് അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഇഷ്ടംപോലെ ഫിസിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഡോപ്പിൻ്റെ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, റോഡ് ക്രോസ് ചെയ്യാൻ പോകണം. ഓക്കെ, ഒരു റോഡ് ഇങ്ങനെ ഉണ്ട്, ഇവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്യാൻ പോകണം. ഞാൻ ഫിസിക്സ് അല്ല പറയുന്നത്, ഡേ ടു ഡേ ലൈഫിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഈ കാർ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ക്രോസ് ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ ഈ കാർ ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമിനേക്കാളും കുറവായിരിക്കണം നിങ്ങൾ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം T'. എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും എന്താണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളെ S = UT + ½ AT², ആ കാറിൻ്റെ S = UT + ½ AT². ഇതാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഒരു കോംപ്ലക്സ് മാത്തമാറ്റിക്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്തുണ്ടടാ, നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ബേസിക് അന്തമുണ്ട്. അപ്പോൾ നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ അറിയാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് അയക്കാൻ മതി, ആ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനം എന്തിലോട്ട് അയക്കാൻ മതി, കോൺഷ്യസ് മൈൻഡിലോട്ട് അയക്കാൻ മതി. മനസ്സിലായോ? ഇതുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാൻ ഒരു പെന്നിടുകയാണ്, ഈ പെന്ന് ഈ ഹൈറ്റിൽ നിന്ന് ഇടുകയാണ്. ഇപ്പോൾ ഇടുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. എന്താ സംഭവിച്ചത്, ഈ ബോഡി എനിക്കൊരു ഞാൻ ഇപ്പോൾ പെന്നിട്ട് പെണ്ണ് കേടുവരും. ഈ പെണ്ണ് ഞാൻ ഇടാണ്, എന്താ സംഭവിച്ചത്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, എനിക്കൊരു ടൈം ഞാൻ പറയുകയാണ്, ഈ പെണ്ണ് ഞാൻ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് എനിക്കത് കേൾക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടൈം എന്താണ്, ഞാൻ ഇവിടുന്ന് ഈ ബോഡി ഇട്ടു, ഈ ബോഡി 0 വെലോസിറ്റിയിലിട്ടു, അത് പോയി ആക്സിലറേഷൻ കൂടി വെലോസിറ്റി കൂടി ഒരു ടൈമിൽ ഇവിടെ എത്തി. ഈ ടൈമിൽ എത്തി ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യാണ്, 330 m/s ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാണ്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ഫിസിക്സ് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊക്കെ ഒന്ന് കണ്ണ് തുറന്നാൽ മതി. മനസ്സിലായോ? നിങ്ങൾ പോലും ചെയ്യുന്ന പല കാര്യങ്ങളും എന്തുണ്ട്. ഇപ്പം നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഞാൻ ടോർക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ ക്ലാസ്സിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഡോർ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഒരു ഡോർ, ഓക്കെ, ഇതാണ് മതിൽ, ഇവിടെ ഡോർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മതിലാണ്, ഇവിടെ ഡോർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡോർ. ഓക്കെ, ഇതാണ് ഡോർ. ഓക്കെ, ഇത് മൊത്തത്തിൽ ഡോറാന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, മൊത്തത്തിൽ ഡോറാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ മോഷൻ ശരിക്കും എന്താണ്, ഇത് റൊട്ടേഷൻ അല്ല, ഈ ഡോർ കാണിക്കുന്ന മോഷൻ ശരിക്കും എന്താണ്, ഒരു റൊട്ടേഷണൽ മോഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്തായിരിക്കും, ടോർക്കായിരിക്കും ഫോഴ്സ്. നമുക്കറിയാം
ടോക്ക് ഈസ് ഇക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഈ ആറിൻ്റെ റെലവൻസ് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. ആറിൻ്റെ റെലവൻസ് നിങ്ങൾ തന്നെ ഡേ ടു ഡേ ലൈഫ് ആലോചിക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കുക, നിങ്ങളുടെ ഡോറിൻ്റെ ഇവിടെ പോയി ഒന്ന് തള്ളി നോക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഈ ഹിഞ്ചിനോട് ക്ലോസർ പോയി നിങ്ങളൊന്ന് തള്ളി നോക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ആറ് കുറച്ചിട്ട് തള്ളി നോക്കുക. അപ്പോൾ നിങ്ങൾ ആയിരിക്കുക ഈ ഡോറ് നീങ്ങാൻ, ഈ ഡോറ് ഇങ്ങനെ തുറക്കാൻ ഒരു സ്പെസിഫിക് ടോർക്ക് വേണ്ടുമായിരിക്കും. ലെറ്റ്സ് സേ ഒരു 10 ടോ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്പെസിഫിക് ടോക്ക് വേണ്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ തള്ളുമ്പോൾ എന്ത് കുറവാടാ? 6 കുറവാണ്. 6 എന്ന സാധനം കുറവാണ്. അപ്പോൾ നിങ്ങൾ ആ ടോയിലോട്ട് എത്തിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് എന്തായിരിക്കണം? കുറേ ഫോഴ്സ് ആയിരിക്കണം. മറിച്ച് നിങ്ങൾ ഇവിടെ തള്ളാൻ നിൽക്കുകയാണ്, ഡോറിന് ഏറ്റവും അറ്റത്ത് തള്ളുമ്പോൾ എന്ത് സംഭവിക്കും? 6 എന്ന സാധനം ഒരുപാടുണ്ട്. നിങ്ങളപ്പോൾ എന്ത് കൊടുത്താൽ മതി? കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? അതാണ് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ എവിടെ വെക്കുന്നത്? അറ്റത്ത് വെക്കുന്നത്. ഡോറിൻ്റെ ഹാൻഡിൽ നടുവിലാണ് വെക്കുന്നത്? അല്ല, അറ്റത്താണ്. എന്തുകൊണ്ട് അറ്റത്ത് വെക്കുന്നത്? 6 കൂട്ടാൻ. സോ ദാറ്റ് എഫ് കുറച്ചാൽ മതി, നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഫിസിക്സിലാണുള്ളത്. അപ്പോൾ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നിങ്ങൾ വെറുക്കാണ്ടിരിക്കുക, മറിച്ച് എന്ത് ചെയ്യുക? അതിനോട് എന്ത് ചെയ്യുക? കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുക. ഇൻട്രസ്റ്റ് കാണിച്ചാൽ സിമ്പിൾ സാധനമാണിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ആ ഡേ ടു ഡേ എന്താ പറയുക ഫോർമുല ബുക്ക് ഉണ്ടാക്കിയിട്ട് എല്ലാ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുന്നത് മാത്രമേ ഫിസിക്സിൽ കാണാപ്പാടം പാർട്ടുള്ളൂ. ബാക്കിയൊക്കെ കൺസെപ്റ്റാണ്. അപ്പോൾ ഫിസിക്സ് ആ ഇക്വേഷൻ ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ 10 സെക്കൻഡ് നിങ്ങൾക്ക് ആ സാധനം വരണം. ആ സാധനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഫോർമുല ബുക്ക് എന്നുള്ള സാധനം ഹാർഡ് വർക്ക് അല്ല നമുക്ക് വേണ്ടത്, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റിനോട് തിരിച്ചു വരാം. എ റൗണ്ട് ഡിസ്ക് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I2 about its axis റൗണ്ട് ഡിസ്ക്കാണ് അല്ലേ? ഡിസ്ക്കാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? I2 ആണ്. about its axis perpendicular to its plane and passing through its center is placed over another disk of moment of inertia I1. I2 എന്ന സാധനം വേറൊരു I1 എന്ന് പറഞ്ഞ സാധനത്തിന് മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ about the same axis. The final angular velocity of the combination of the disk is, നിങ്ങൾ എപ്പോഴും ആലോചിക്കുക സിസ്റ്റം ഓഫ് ദി പാർട്ടിക്കിൾ. ഈ ഒരു പാഠത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ മേലെ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചു, ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ക്രോക്കോച്ച് നടക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു കോക്രോച്ച് വന്ന് വീണു. അങ്ങനെയൊക്കെ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ എന്താണ് മക്കളെ, എന്താണ് അവിടെ ആക്ട് ആകുന്നത്? ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ. എന്താ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിക്കുക, പുറത്തുനിന്ന് ഇവിടെ എന്തെങ്കിലും ടോർക്ക് ആക്ട് ചെയ്യുന്നത്, ഒരു ടോർക്കും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഒരു I1 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സാധനം ഇങ്ങനെ ഒമേഗ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു I1 മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉള്ള ഒരു ഡിസ്ക് ഒമേഗ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, മൈൻഡ് ആക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജെൻറ്റിലായിട്ട് നമ്മൾ എന്താണ് വേറെ ഡിസ്ക് മെല്ലെ കൊണ്ട് വെച്ച് കൊടുത്തു. നല്ലൊരു ഡിസ്ക് വേറെ I2 ഡിസ്ക് കൊണ്ട് വെച്ച് കൊടുത്തു. ഞാൻ മറ്റേ ഡിസ്കിനെ തള്ളുകയോ നീക്കുകയോ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. വെച്ചാൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ്. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. മൊമെൻറ്റം ഇനീഷ്യൽ ഷുഡ് ബി ഈക്വൽ ടു മൊമെൻറ്റം ഫൈനൽ. മൊമെൻറ്റം ഇനീഷ്യൽ എന്താണ്? ആദ്യത്തെ I1 മച്ചാൻ ഇങ്ങനെ ഒമേഗ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊമെൻറ്റം എന്താണ്? എനിക്കറിയാം ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ m×v ആണ്. ആംഗുലാർ മൊമെൻറ്റം Pൻ്റെ സഹോദരൻ ആരാണ്? L ആണ്. എമ്മിൻ്റെ സഹോദരൻ ആരാണ്? I ആണ്. വിൻ്റെ സഹോദരൻ ആരാണ്? ഒമേഗയാണ്. അപ്പം I1 ഒമേഗ, ആദ്യത്തെ ഡിസ്ക് എന്താണ്? അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? I1 ഒമേഗ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒമേഗ 1 ആണ് പറഞ്ഞിട്ടുള്ളത്, ഒമേഗ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒമേഗയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇനി എന്തുണ്ട്? ഞാൻ വേറൊരു മാസം, അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താടാ? I1 + I2 കൂടിയായി പുതിയ വെലോസിറ്റി ഒമേഗ ഡാഷ്. ഈ ഒമേഗ ഡാഷ് എന്താ? I1 ഒമേഗ ഡിവൈഡ് ബൈ + I2. Okay, is that clear? Okay, is that clear people? Okay, എടാ നിങ്ങളില്ലേ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളിപ്പം ഒരു ഫിസിക്സ് ഒരിക്കലും നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്. എന്താ കാണാപ്പാടം പഠിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഫിസിക്സ് നിങ്ങൾ കാണാപ്പാടം കുറേ ക്വസ്റ്റ്യൻ കണ്ട് ഒരു ഫോട്ടോ മെമ്മറി ആക്കിയിട്ട് ഏകദേശം അതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ മെമ്മറി ബേസ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത്? കൺസെപ്റ്റ് മനസ്സിലാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടട്ടെ, ഇൻ കേസ് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്ലാസ് എടുക്കാൻ പോവുക, ട്യൂഷൻ എടുക്കാൻ പോവുക, കുട്ടികൾക്ക് കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾ പോക്കറ്റ് മണി ഉണ്ടാക്കാം. ഓക്കെ, അത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഡോക്ടർമാരൊക്കെ നമ്മൾ ഒരു 5.5 കൊല്ലം പഠിക്കണം. നമ്മൾ ഒരു MBBS ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പ്രായം 18-ാം വയസ്സിൽ കയറിയ ഒരു കുട്ടി
MBBS ആണെങ്കിൽ 23-24 വയസ്സാവും. അപ്പോൾ അത്രയും കാലം നമുക്ക് ഓടണം അല്ലേ, വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിക്കാം. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചില്ലറ അതിനൊക്കെ പൈസ നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് പലരും പല ജോലിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ ആ പഠിക്കുന്നതിന് നല്ല രീതിയിൽ പഠിച്ചാൽ എന്തൊരു ഇഷ്ടംപോലെ ട്യൂഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. 4 identical thin rods, each of mass m and length L, forms a square frame. Moment of inertia of this frame about an axis through the center of the square and perpendicular to this plane is. എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു റോഡ്, രണ്ടാമത്തെ റോഡ്, മൂന്നാമത്തെ റോഡ്, നാലാമത്തെ റോഡ്, അങ്ങനെ 4 റോഡ് വെച്ചിട്ട് സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നത് അല്ലേ, സെൻറ്ററിങ് ഓഫ് ദ സ്ക്വയർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ, ഇതിലൂടെ പോകുന്ന മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. 3D ആയിട്ടൊന്നും വരയ്ക്കേണ്ട, 2D ആയിട്ടൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇതിലൂടെ പോകുന്ന സാധനം എന്തില്ല, ഇതിലൂടെ പോകുന്ന സാധനം എന്ത് എന്നാണ് ചോദ്യം. അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 4 റോഡുണ്ട്, ഓരോ റോഡിന് സെൻറ്ററിലൂടെ പോകുന്ന എന്താ ml²/12, 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 ml²/12. ഇതാണ് എല്ലാ റോഡിനും സെൻറ്ററിലൂടെ പോകുന്ന സാധനം. ഓക്കെ, 4 റോഡുകൾ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ അതേമാതിരി ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്, ഈ ആക്സിലൂടെ പോകുന്ന ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കാം, സൈഡ് കാണിക്കുകയാണെങ്കിൽ ഇത് ഒരു റോഡാണ്, ഈ ആക്സിലൂടെ പോകുന്ന എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ എനിക്ക് ഇതിലൂടെ പോകുന്ന ml²/12 ആണെന്നറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിലൂടെ കാണെങ്കിൽ എന്ത് ഞാൻ അപ്ലൈ ചെയ്യണം, പാരലൽ ആക്സിസ് തിയറം. ഇവിടെ ml²/12 ആണെങ്കിൽ ml²/12 + md² അല്ലേ. അപ്പോൾ ഈ ലെങ്ത് എന്താടാ, ഇത് മൊത്തത്തിൽ എല്ലാണ്. അപ്പോൾ ഈ ലെങ്ത് എന്താ, കറക്റ്റ് സെൻറ്ററിലൂടെ പറഞ്ഞപ്പോൾ ഈ ലെങ്ത് എന്താണ് L/2. അപ്പോൾ ഒരു റോഡിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലൂടെ പോകുന്ന സാധനം എന്തായിരിക്കും, ml²/12 + md². md എന്ന് പറഞ്ഞാൽ L/2². അപ്പോൾ ml²/12 + ml²/4 എന്ന് വെച്ചാൽ എത്രയാണ്, ml²/4 എന്നല്ലേ, ml²/4 എന്ന് വെച്ചാൽ എത്രയാടാ 3, 4 ml²/12 that is equal to ml²/3. ഇതാണ് ഒരു റോഡ് കാണിക്കുന്നത്. അങ്ങനെ എത്ര റോഡ് നമുക്ക് മൊത്തം 4 റോഡ് ഉണ്ട് അല്ലേ. ഇതാണ് ഒരു റോഡ് കാരണം. അപ്പോൾ 4 റോഡ് ഉണ്ട്. അപ്പോൾ ആൻസർ എന്താടാ, × 4, ദിസ് × 4 എന്ന് വെച്ചാൽ 4/3 ml². ആൻസർ ഇസ് ഡി. ഇസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നത്, കുറച്ച് ക്ലംസി ആയിപ്പോയി ഫസ്റ്റത്തെ സെഷൻ. പക്ഷേ ഇങ്ങനെയുള്ള സാധനം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ ചെറിയൊരു എൻ്റെ മനസ്സിലാട്ടുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലിയറായി. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. A solid sphere is in rolling motion. A solid sphere is in rolling motion. In rolling motion, a body possesses translation kinetic energy as well as rotational kinetic energy Kr simultaneously. The ratio of translation kinetic energy to translation kinetic energy plus Kr is. ഒറ്റ മിനിറ്റ്. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ, വെറുതെ ½ mv². കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ, ½ I⍵². ഈ I⍵² ഒക്കെ k ടേംസിലാക്കണം. അപ്പോൾ അപ്പോൾ എന്താണ്, ½ I എന്ന് പറഞ്ഞാൽ എത്ര, mk². k² ω². ω² ഞാൻ v²/r² എന്നാക്കുന്നു. വെച്ചാൽ ½ mv² × k²/r² എന്നാണ് ഒരു കൈനറ്റിക് റൊട്ടേഷൻ. നമുക്ക് തന്ന ഒബ്ജക്റ്റ് എന്താടാ, സോളിഡ് സ്ഫിയർ ആണ്. അപ്പോൾ സോളിഡ് സ്ഫിയർ എങ്ങനെയാണ്, അതിൻ്റെ k എന്താണ് എനിക്കറിയാം, 2/5 mr² = mk² എന്നാണ് എഴുതേണ്ടത്. m വെട്ടിപ്പോയി. k² എന്ന് പറഞ്ഞാൽ എന്താ, 2/5 r² ആണ്. അല്ലെങ്കിൽ k എന്ന് പറഞ്ഞാൽ എന്താ, √2/5 r എന്നാണ് സോളിഡ് സ്ഫിയറിൻ്റെത്. നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്, കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ ഈസ് ടു ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എത്രടാ, ½ mv². കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എത്ര പഠിപ്പിച്ചുള്ളത്, ½ mv² × 1 + k²/r² ആണ് അല്ലേ. ½ mv² വെട്ടിപ്പോയി, ½ mv² വെട്ടിപ്പോയി. k² എന്ന സാധനം ഇപ്പോൾ 1/1 + k² എത്രടാ, k² എന്ന സാധനം എന്താണ്, k² എന്ന് പറഞ്ഞാൽ 2/5 r² ആണ് സോളിഡ് സ്ഫിയറിന്. സോളിഡ് സ്ഫിയർ അല്ലേ പറഞ്ഞടാ, സോളിഡ് സ്ഫിയർ ആണല്ലേ, സോളിഡ് സിലിണ്ടർ അല്ല, സോറി.
സോളിഡ് സ്ഫിയർ ശരി തന്നെയാണ്. സോറി 2/5 mr² തന്നെയാണ്. സോളിഡ് സ്ഫിയർ തന്നെയാണ്. സെയിം തന്നെയാണ് 2/5. അപ്പോൾ ഞാൻ 2/5 r² എന്നുള്ള സാധനമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നടാ, അതവിടെ പോയി. ഇവിടെ 2/5 r² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. r² വെട്ടി വെട്ടി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, 1/5 + 2 7. 5 മേലോട്ട് പോയി 5/7. ആൻസർ ഈസ് 5:7. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ആൻസർ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി. ഇസ് ദാറ്റ് ക്ലിയർ? അവിടെ മനസ്സിലാവുന്നുണ്ടോ? അവിടെ പലരും ചോദിക്കുകയെ സാർ ഒരു പാഠത്തിന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കോൺഫിഡൻസ് ഉള്ള സാധനം അത്രയും ക്വസ്റ്റ്യൻ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. 1D 2D പാടുന്ന മാത്രമായിട്ട് ഞാൻ എൻ്റെ നീറ്റ് റിപ്പീറ്റ് ടൈം 1000 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. വെറുതെ കള്ളം തള്ളുന്നല്ല, 1000 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്നപ്പോൾ ചാപ്റ്ററിലൊക്കെ ഞാൻ കുറച്ച് ചെയ്തു. കാരണം 1D 2D ഞാൻ ഇതിന് അത്രയും ക്വസ്റ്റ്യൻ ചെയ്തത്, നിങ്ങൾ അത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്നല്ല പറയുന്നത്. എന്തിനാ അത്ര ക്വസ്റ്റ്യൻ ചെയ്തത്? എനിക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് ബേസ് ബിൽഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ കെട്ടിപ്പടുത്തിയത്. അപ്പോൾ നിങ്ങൾ 1D 2D മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന 100 200 ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന പാട് നിങ്ങൾക്ക് കുറച്ച് ചെയ്താലും കുഴപ്പമില്ല. ലോസ് ഓഫ് മോഷൻ കുറച്ചധികം ചെയ്യാം. പിന്നെ ആറ്റം ന്യൂക്ലിയൈ അങ്ങനത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അങ്ങനത്തെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതൊക്കെ എന്താ പറയുക, സിമ്പിൾ പാഠങ്ങൾ, 10 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. വേഗം കൺസെപ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ സർവർ ചെയ്യുക. കാരണം എന്താണ്, അതേ സെയിം തിയറിയാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്, കെമിസ്ട്രി പഠിക്കുന്നത്. സെയിം സാധനമാണ് ഇവിടെ. അപ്പോൾ സെയിം ഇക്വേഷൻസ് ആണ്. 1-2 എന്താ പറയുക കുറച്ച് കോംപ്ലക്സ് പോലെ തോന്നിക്കുന്ന കുറച്ച് ഇക്വേഷൻ ആറ്റം ന്യൂക്ലിയർ പാഠങ്ങളുണ്ടെന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ന്യൂക്ലിയർ പാഠത്തിൽ വെറും എന്താണ് റേഡിയോ ആക്റ്റീവ് ഡീകെ മാത്രം പഠിച്ചാൽ ഹാഫ് ടൈം ഒക്കെ പഠിച്ചാൽ തന്നെ സാധനം തീർന്നു. ഇതാ, എ തിങ് സർക്കുലർ റിംഗ് ഓഫ് മാസ് m and radius r is rotating about its axis with a constant angular velocity omega. 4 objects of mass m are kept generally to the opposite side of the two perpendicular diameters of the ring. The angular velocity of the ring will be. That's the same question. ഒരു എന്ത് ചെയ്യണം, ഒരു തിൻ റിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ആംഗുലാർ മൊമെൻറ്റം എന്താണ്, I ഒമേഗയാണ്. I എന്ന് പറഞ്ഞ സാധനം ഇത് റിംഗ് ആണ്. റിങ്ങിൻ്റെ മാസ് എത്രയുടെ m ആണ്, റേഡിയസ് r ആണെങ്കിൽ റിങ്ങിൻ്റെ ആംഗുലാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, mr² ആണ്. ഓക്കെ, mr², ക്യാപിറ്റൽ M ആണ് അല്ലേ. അപ്പോൾ റിങ്ങിൻ്റെ ക്യാപിറ്റൽ M സ്മോൾ r² ഒമേഗയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എന്ത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഞാൻ 4 മാസങ്ങൾ ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, 4 മാസം മെല്ലെ വെക്കുകയാണ്. അപ്പോൾ എന്താ വന്നിട്ടുള്ളൂ, ഒരു 4 സ്മോൾ മാസ് കയറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്ത്, മൊമെൻറ്റ് ഇനേർഷ്യ അല്ലെ, ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം. ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സാധനം എന്താണ്, ഇപ്പോൾ മാസ് ഒന്ന് കൂടി, ക്യാപിറ്റൽ M + 4m, ഇതായി മാസ് മൊത്തം. ഇത് പുതിയ ഒമേഗ ഡാഷ്. ടെക്നിക്കലി എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആവണം. അപ്പോൾ ഞാൻ എഴുതുന്നു ക്യാപിറ്റൽ M r², ഇവിടെ ഒരു r² വരും അല്ലേ. മൊമെൻറ്റ് മാസ് അല്ലല്ലോ, മൊമെൻ്റ് അല്ലേ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അല്ലേ. എന്താ പിള്ളേരൊന്നും പറഞ്ഞതിനകത്ത് r² ഒമേഗ ഡാഷ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ mr² ഒമേഗ ഈസ് ഈക്വൽ ടു m + 4m ഇൻറ്റു r² ഒമേഗ ഡാഷ്. r² വെട്ടിപ്പോയി. സോ വാട്ട് ഈസ് ഒമേഗ ഡാഷ്? ഒമേഗ ഡാഷ് സിംപ്ലി m ഒമേഗ ഡിവൈഡ് ബൈ m + 4m. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. എ വീൽ ഹാവിങ് എ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, നമുക്ക് I തന്നിട്ടുണ്ട് അല്ലേ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ് റൊട്ടേറ്റ് at rate of 60 rotations per minute. 60 rotations per minute ആണ്. ഒമേഗ ന്യൂ ഈസ് ഈക്വൽ ടു വാട്ട്, ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, 2π ഒമേഗയാണ്. ഓക്കെ, അല്ലെങ്കിൽ 2π ഒമേഗ എന്നല്ല, 2π/t ആണ്. 2π/t ആണ് അല്ലേ, ഈ 2π ന്യൂ ആണ്. 2π ന്യൂ ആണെന്ത് നമ്മുടെ ഒമേഗ. എങ്ങനെ ഒമേഗ കിട്ടി നമുക്കറിയാം. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു θ/ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്നത് തീറ്റ എത്രയുടെ, 2π ആണ് അല്ലേ. θ/ടൈം പീരീഡ്, ആ ടൈമിനെ ടൈം പീരീഡ് എന്ന് വിളിക്കുക.
ന്യൂ ഈസ് ഈക്വൽ ടു 1/t ആണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും ന്യൂ ഈസ് ഈക്വൽ ടു 2 അല്ല ന്യൂ അല്ല ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ. അപ്പോൾ നമുക്ക് ന്യൂ ആണ് ഡയറക്റ്റ്ലി തന്നിട്ടുള്ളത് അല്ലെ, 60 revolutions per minute എന്നാണ് തന്നത്. അപ്പോൾ ടോർക്ക് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദി വീൽ റൊട്ടേഷൻ ഇൻ 1 minute ഈസ് അല്ലേ, 1 മിനിറ്റിൽ അവിടെ പറ്റുന്ന ടോർക്ക് എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ നിർത്തണം എന്ന് വെച്ചാൽ ഇനീഷ്യലി അതിനൊരു ഒമേഗ ഉണ്ട്, ഒമേഗ 0 ഉണ്ട്, ഇപ്പോൾ അതിനെ നിർത്തണം. അപ്പോൾ പുതിയ ഫൈനൽ ഒമേഗ എന്താടാ 0, ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. ഓക്കെ, ഇൻ ടൈം എത്രയാ 1 മിനിറ്റ്, ടൈം എത്രയാ ഇൻ ടൈം 60 സെക്കൻഡ്സ്, ടൈം 60 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ യു ഉണ്ട്, വി ഉണ്ട്, ടി ഉണ്ട്. നമുക്ക് എന്താ കാണിക്കുക, ടോർക്കാണ് കണ്ടിരിക്കുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഐ ആൽഫയാണ് അല്ലേ. ഐ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷേ ആൽഫ നമുക്ക് തന്നിട്ടുണ്ടോ, ആൽഫ നമുക്ക് തന്നിട്ടില്ല. ആൽഫ നമ്മൾ കണ്ടുപിടിക്കുക, അങ്ങനെ ആൽഫ കണ്ടുപിടിക്കുക, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കും അല്ലേ, നമുക്ക് ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കാം, മനസ്സിലാക്കടാ. അപ്പം വി ഒമേഗ ഇസിക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി, ഇതാണ് വി ഇസിക്വൽ ടു യു പ്ലസ് എ ടിയുടെ കറസ്പോണ്ടിങ് സഹോദരനായിട്ടുള്ള ഇക്വേഷൻ. അപ്പം ഒമേഗ എത്രയാണ്, ഫൈനൽ ഒമേഗ എത്രയാണ് 0, ഇനീഷ്യൽ ഒമേഗ എത്രയാണ് 2π ന്യൂ ആണ്. 2π നിങ്ങൾ നോക്കിയേ 20 revolutions per minute അല്ലേ, 20 revolutions per minute എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷൻ എത്ര റെവല്യൂഷൻ എടുക്കുന്നു, 60 റൊട്ടേഷൻ എടുക്കുന്നുണ്ട്. മൊത്തം 60 റൊട്ടേഷൻ ഉണ്ട്. അപ്പം ഒരു മിനിറ്റിലാണത്. അപ്പം ഒരു സെക്കൻഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സെക്കൻഡിൽ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഒരു സെക്കൻഡിൽ അത് എത്രയാണ്, ഡിവൈഡഡ് ബൈ 60 ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ അത് അഡാപ്റ്റ് ചെയ്ത 2π ഇൻറ്റു 60/60 അല്ലേ, ഇതാണ് ന്യൂ. ഓക്കെ, ഇത് ടൈം, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കടാ. 2π ന്യൂ, വെറുതെ ഇവിടെ 60 ഇതാക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് റെവല്യൂഷൻസ് പെർ സെക്കൻഡാണ് വേണ്ടത് അല്ലേ, റെവല്യൂഷൻസ് പെർ മിനിറ്റ് അല്ല. അപ്പോൾ ഒരു റെവല്യൂഷൻ എത്ര ആയിരിക്കും, റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്തായിരിക്കും 60/60 എന്ന് വെച്ചാൽ 1 ആയിരിക്കും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 60/60 പ്ലസ് ആൽഫ ടൈം എത്രടാ 60 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, ഇത് വെട്ടിപ്പോയി. ഇപ്പോൾ -2π/60 ആണ് ആൽഫ. ഇതാണ് ക്വസ്റ്റ്യൻ ഇതല്ല. ക്വസ്റ്റ്യൻ നമ്മളെന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ആൽഫ എന്നാണ്. ഐ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 2. അപ്പോൾ 2 ഇൻറ്റു -2π/60 ദാറ്റ് ഈസ് ഇക്വൽ ടു π/15. യുവർ ആൻസർ ഈസ് π/15. ഓപ്ഷൻ സി. ഈസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? ഈസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് വെറുതെ നിങ്ങളിങ്ങനെ വെറുതെ കേട്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പിന്നെ ഇതാ ഈ പാഠത്തിൽ അവസാനത്തെ ഭാഗമാണ് മക്കളെ എന്ത്, ബാങ്കിങ് ഓഫ് എ റോഡ് അല്ലേ, ബാങ്കിങ് ഓഫ് ദ റോഡ് ഇക്വേഷൻ. ബാങ്ക് ഓഫ് ദ റോഡ്, ഒരു ചങ്ങായി, ഒരു സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കാറ് ടേൺ ചെയ്യണമെങ്കിൽ what velocity is equal to what, root pi rg. അതിന് ബാങ്കിങ് ഉണ്ടെങ്കിൽ തീറ്റ is equal to ഒമേഗ is equal to what, 1 mu plus tan theta into 1 minus mu s tan theta into rg. ഇക്വേഷൻ ഒക്കെ അറിയില്ലേ, ഒരു സൈക്ലിസ്റ്റ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ tan theta is equal to what, v square by rg. ഈ സാധനങ്ങളൊക്കെ പഠിച്ചു വെക്കുക, അതൊക്കെ വേണ്ടപ്പെട്ട ഇക്വേഷനുകളാണ്. ഓക്കെ, അത് സെയിം സാധനം സപ്ലൈ ചെയ്യേണ്ടത്. എ സൈക്ലിസ്റ്റ് റൈഡിങ് ദ ബൈസൈക്കിൾ അറ്റ് എ സ്പീഡ് 14√3 ടേക്സ് എ ടേൺ around a circular road of radius r without skidding, given 9.8. what is his inclination to its vertical? അപ്പോൾ നമുക്കറിയാം tan theta is equal to v square by rg ആണ്. tan theta is equal to v square for a cyclist bending in a road. അപ്പോൾ v square എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 14√3 into 14√3 by r എന്ന് പറഞ്ഞാൽ 20√3. ഓക്കെ, 20√3 into 9.8. into 9.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് കുറച്ച് മാത്തമാറ്റിക്കൽ സാധനമായിരിക്കും. ഓക്കെ, √3 വെട്ടിപ്പോയി, ഒരു √3 അവിടെ നിന്നോട്ടെ. 14 7 ടൈംസ്, ഇത് 10 ടൈംസ്, ഇത് 5 ടൈംസ്, ഇത് 7 ടൈംസ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 49√3 ഡിവൈഡ് ബൈ 9.8 into 5 എന്ന് വെച്ചാൽ 49 വെട്ടിപ്പോയി is equal to tan theta. tan theta √3 എപ്പോഴാവുക 60 ഡിഗ്രി. ആൻസർ ഇസ് ഡി. ഇസ് ദാറ്റ് ക്ലിയർ?
അവിടെ നിങ്ങളിവിടെ അങ്ങോട്ട് സംസാരിച്ചേക്കാണ്, നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങളെ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? എടാ അപ്പം നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോവാം, നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് കൊടുക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. എല്ലാ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുത്തോ, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേ. എല്ലാം ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ. ഇവിടെ എന്താ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1+k² ആണ്. അപ്പോൾ ജി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ആക്സലേഷൻ മാറുമ്പോൾ സമയക്കും ഫോഴ്സ് മാറും, ഫോഴ്സ് മാറുമ്പോൾ സമയക്കും വർക്ക് മാറും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, റോപ്പ് ഈസ് ഹോറോൺ, ഇത് സിമ്പിൾ സാധനം അല്ലേ? T=RF ആണ്. ഈ RF ആണ് എന്തായാലും സംഭവിക്കുക, അവിടെ I ആൽഫ ആയിട്ട് മാറുക. അപ്പോൾ ആൽഫ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ സാധനം. ഞാൻ അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. ഇത് 2 കൺസെപ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ഒന്ന് ചെയ്തുതരാം. ഓക്കെ, എ ബോഡി ഇസ് ഇനീഷ്യേറ്റ് റെസ്റ്റ് ആൻഡ് സ്ലൈഡിങ് അലോങ് എ ഫ്രിക്ഷണസ് ട്രാക്ക് ഫ്രം ഹൈറ്റ് h. ഓക്കെ, ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ വന്ന് ഇത് കറങ്ങി എടുക്കണം എന്നാണ് പറയുന്നത്. എ ബോഡി ഇനീഷ്യേറ്റ് റെസ്റ്റ് ആൻഡ് സ്ലൈഡിങ് അലോങ് എ ഫ്രിക്ഷണസ് ട്രാക്ക് ഫ്രം ഹൈറ്റ് h just completes a vertical of diameter AB is equal to the height h is equal to. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ബോഡി, ഏതോ ഒരു ബോഡി ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ തീർക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ജസ്റ്റ് ഇത് ഇവിടെ എത്തുമ്പോൾ ഇതിനെ കറക്കാൻ പറ്റുന്ന വെലോസിറ്റിയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ എന്താ? വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ അതിന് കറങ്ങണമെങ്കിൽ അടിയിലത്തെ ഏറ്റവും മിനിമം വെലോസിറ്റി എന്തായിരിക്കും? v is equal to √5gr ആയിരിക്കണം അല്ലേ? √5gr ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ വെലോസിറ്റി √5gr ആവണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. A body initiate rest and sliding on a frictionless track from height just complete. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി √5gr ആണ് എന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടുത്തെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണെങ്കിൽ അതിപ്പോൾ എന്തായിട്ട് മാറിയിടാം? ഇവിടുത്തെ കൈനറ്റിക് എനർജി മാറി. mgh is equal to അടിയത്തെ കൈനറ്റിക് എനർജി ½ ആ v എന്താടാ? ആ v എന്താ? 5gr ആണ്. ക്വസ്റ്റ്യൻ √5gr ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mgh is equal to ½ v² എന്ന് പറഞ്ഞാൽ എത്രയാ? 5gr. m വെട്ടി g വെട്ടി. അപ്പം 5r/2 ആണ് നിങ്ങളുടെ h. പക്ഷെ നിങ്ങളുടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻ ടേംസ് ഓഫ് ഡയമീറ്ററാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ d എന്ന് പറഞ്ഞാൽ എന്താ? r/2 ആണ്. അതിവിടെ സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടേംസ് ഓഫ് d സംഭവിക്കും. എന്ത് സംഭവിക്കും? d എന്ത് സംഭവിക്കടാ? 5r/2 is equal to h. അപ്പോൾ d യുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് സംഭവിക്കും? 5d/r/2 അല്ലല്ലോ, d/2. എന്താ ഞാൻ എഴുതുന്നത് മക്കളെ? r എന്ന് പറയുന്നത് d/2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് സംഭവിക്കട്ടാ? 5d/4 ആണ് h വേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിനി അടുത്ത ഗ്രാവിറ്റേഷനോട്ട് പോവാം. ഗ്രാവിറ്റേഷൻ പാഠത്തിലോട്ട് പോകാം. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് എനർജി പവറിനെക്കാട്ടും സിമ്പിൾ പാടാണ്. ഓക്കെ, വർക്ക് എനർജി പവറിനായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് ഇന്നലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ലാസ്റ്റ് വരെ നിൽക്കുന്ന പിള്ളേർക്ക് എനിക്ക് പറഞ്ഞുതരാൻ ക്വസ്റ്റ്യൻ ആണ്. അത് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ വണ്ടിയിൽ ഏകദേശം കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഓക്കെ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠത്തിൽ എന്തേ ഉള്ളൂടാ? നമുക്ക് 3 കെപ്ലർ ലോ ഉണ്ട്. ഫസ്റ്റ് കെപ്ലർ ലോ എന്താണ്? എല്ലാ സാധനവും എന്തിനാണ് കറങ്ങുന്നത്? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത് എന്നാണ് ഫസ്റ്റ് സാധനം. വിത്ത് സൺ ഇൻ വൺ ഓഫ് ഇറ്റ്സ് ഫോക്കൈ എന്നാണ് ഫസ്റ്റത്തെ കെപ്ലർ ലോ. സെക്കൻഡ് കെപ്ലർ ലോ എന്താ പറയുന്നത്? ദി ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ. ഏരിയൽ വെലോസിറ്റി ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? സണ്ണിൻ്റെ അടുത്ത് അതിന് എന്ത് സംഭവിക്കടാ? കൂടുതൽ വെലോസിറ്റി ആവും. അതാണ് എന്ത് മനസ്സിലാക്കേണ്ടത്? സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ അതിന് കൂടുതൽ വെലോസിറ്റി ആവും, പക്ഷേ ദൂരെ എത്തുമ്പോൾ അതിന് മെല്ലെ വെലോസിറ്റി ആവും എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ എന്താണ്? t² is directly proportional to r³ അല്ലേ? ദ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് it is equal to what? r² എന്നാണ്. ഈ 3 കെപ്ലർ ലോ ആണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? എനർജി കൺസർവേഷൻ വെച്ചിട്ടാണ് ഈ പാർട്ട്. പിന്നെ സെക്കൻഡ് ലോ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ്? g/r². ന്യൂട്ടൺസ് ലോ. എല്ലാ സാധനങ്ങളും പഠിച്ചു വെക്കുക, ആദ്യത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഷെല്ലിൻ്റെ, സോളിഡ് സ്ഫിയറിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു എക്സ്ട്രാ പോയിന്റ് പഠിച്ചാൽ നന്ന്, കാരണം ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒക്കെ തിയറി പറയണം, കംപ്ലീറ്റ് തിയറി നോക്കുക. പിന്നെ എന്ത് പറയണം? ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി എന്താ? അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താ? അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്താ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിനെ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഭൂമിയുടെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇതിന് കൊടുക്കുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ സർഫസിൽ നിൽക്കുമ്പോൾ അതിന് എന്തുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഭൂമിയുടെ സർഫസിലെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ = -gm ഓഫ് എർത്ത് മാസ് ഓഫ് ദി ബോഡി ഡിവൈഡഡ് ബൈ ദ റേഡിയസ് ഓഫ് ആർ അല്ലേ. ഇതാണ് ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് ആർ. ഓക്കെ, ഇതിന് ഞാനൊരു വെലോസിറ്റി VE കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കൈനറ്റിക് എനർജി അപ്പോൾ ടോട്ടൽ എനർജി പറഞ്ഞ സാധനം എന്താണ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി -gme ഡിവൈഡ് ബൈ ആർ ആണ്. കൈനറ്റിക് എനർജി എത്ര 12mve² ആണ്. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് വെലോസിറ്റി ദാറ്റ് വി ആർ ഗിവിംഗ് ടു എ ബോഡി സോ ദാറ്റ് ക്യാൻ ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദ ഗ്രാവിറ്റേഷൻ പുൾ ഓഫ് ദി പ്ലാനറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എത്തിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇവിടുന്ന് വെലോസിറ്റി 0 ആയാൽ മതി. പുറത്തെത്തുമ്പോൾ 0 ആയാൽ മതി. ജസ്റ്റ് ഒന്ന് പുറത്ത് രക്ഷപ്പെട്ടാൽ മതി. പുറത്ത് ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എന്തുണ്ടാവില്ല ഗ്രാവിറ്റേഷൻ എന്തുണ്ടാവില്ല അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ പുറത്തത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ 0. വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്താണ് 0. അപ്പം ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി പുറത്തത് എന്താണ് 0 ആണ്. ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾ ഏത് ദുനിയാവ് പോയാലും എവിടെയൊക്കെ പോയാലും ടോട്ടൽ എനർജി ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. അപ്പം ടോട്ടൽ എനർജി അറ്റ് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് ദ സ്പേസ് വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ -gmem ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു -12mve². m വെട്ടിപ്പോയി. അപ്പം മൈനസ് പ്ലസ് ആയി. അപ്പോൾ 2gme/r റൂട്ടാണ് നിങ്ങളുടെ വെലോസിറ്റി. അപ്പോൾ ഫോർ എർത്തിന് മാസ് ഓഫ് എർത്തും ആറൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എർത്തിന് കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണ് മക്കളെ എന്താണടാ 11.2 km/s എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്തിലോട്ട് എത്തിയത് എസ്കേ വെലോസിറ്റിയുടെ ഡെറിവേഷനോട്ട് എത്തിയത്. പക്ഷേ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കറങ്ങാൻ എടുക്കുന്ന വെലോസിറ്റിയാണ് ഞാൻ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി അല്ലേ ഈ എർത്താണ്. അപ്പോൾ ഈ എർത്താണ് ഇതിനെ പിടിച്ച് കറക്കുന്നത്. എന്താണ് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്? ഇപ്പോൾ ഞാൻ ഇങ്ങനെ കറക്കുമ്പോൾ ഞാനൊരു പെണ്ണിങ്ങനെ കറക്കുമ്പോൾ അല്ലെ എൻ്റെ അറ്റത്ത് ഇപ്പം എന്താ ചാവി ഉണ്ടോ എന്താ ഈ ചാവി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഞാനാണ് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ ഈ ബോഡിയെ കറക്കാൻ കൊടുക്കുന്ന ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്? ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഇതിൻ്റെ മാസ് ME ആണ്, ഇതിൻ്റെ മാസ് M ആണെങ്കിൽ gmem ഡിവൈഡ് ബൈ r². ഈ ഫോഴ്സാണ് മക്കളെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ബോഡീനെ കറക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വി വെട്ടിപ്പോയി ഒരു R വെട്ടി. അപ്പം ഓർബിറ്റൽ വെലോസിറ്റി V0 എന്ന് പറഞ്ഞാൽ എന്താടാ V0 is equal to √gme ഡിവൈഡഡ് ബൈ R ആണ്. ഈ R എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഈ ടോട്ടൽ ഡിസ്റ്റൻസിനാണ് ഞാൻ വിളിച്ചത്, റേഡിയസിനല്ല ടോട്ടൽ ഡിസ്റ്റൻസിനാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ടോട്ടൽ എനർജി കൺസർവേഷനിൽ നിന്നും ഇതിൻ്റെ ഡെറിവേഷൻ എന്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വ്യത്യാസമൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ കൺസെപ്റ്റാണ് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സാധനം ഞാൻ പറഞ്ഞു നിങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. നിങ്ങൾക്കറിയാം ആക്സിഡൻറ്റ് ടു ഗ്രാവിറ്റി G എന്ന് പറഞ്ഞ സാധനം എന്താണ് gm ഡിവൈഡ് ബൈ r² ആണ്. അതെങ്ങനെ കിട്ടിയടാ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ദിസ് ഈസ് ഇക്വൽ ടു m ഇൻറ്റു ആക്സറേഷൻ ആണ്. ഒരു m വെട്ടി ആക്സറേഷൻ ഇക്വൽ ടു gm ഡിവൈഡ് ബൈ r². ഈ ആക്സറേഷനെ സ്നേഹം കൂടിയിട്ടാണ് G എന്ന് വിളിച്ചത്. അപ്പോൾ G ഈസ് ഇക്വൽ ടു gm ഡിവൈഡ് ബൈ r² ആണ്. ഇനി ഓക്കെ, അത് സർഫസിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റ് h നിൽക്കുമ്പോൾ ആക്സറേഷൻ എന്താണ് G ഈസ് ഇക്വൽ ടു gm ഡിവൈഡ് ബൈ r പ്ലസ് h ദി ഹോൾ² ആണ്. ഇതാണ് ശരിക്കത്തെ ഫോർമുല. പക്ഷേ h ഭയങ്കര ചെറുതാവുമ്പോൾ ഈ R എന്ന് പറഞ്ഞാൽ എത്രടാ? R എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ ആണ്. ഈ 604 കിലോമീറ്റർ ഹൈറ്റ് 12 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് ഇതാക്കി ബൈനോമിയൽ എക്സ്പാൻഷനൊക്കെ ആയി നിങ്ങൾക്ക് എന്ത് കിട്ടും? G is equal to gm ഇൻറ്റു 1 മൈനസ് 2h/r എന്നുള്ള ഫോമിലാണ് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് h ചെറുതായിരിക്കുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. h when it is comparable to r, h is equal to r/2 r/3 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഇതേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി
G is equal to GM divided by, അപ്പോൾ ഡിസ്റ്റൻസ് എന്തായി മാറടാ, R മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിങ്ങനെ എഴുതാൻ പറ്റൂല, കാരണം മാസൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കത്തെ ഫോമുല എന്തായിരിക്കും, ഇങ്ങനെ എഴുതാം. ശരിക്കത്തെ ഫോമുല എന്തായിരിക്കും, G ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇത് ശരിക്കത്തെ ഫോമുലാണ്, നിങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, G ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആകുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചേക്കാം. ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ പാഠത്തിൽ. അവിടെ സത്യം പറഞ്ഞാൽ എനർജി കൺസർവേഷൻ, ഇപ്പോൾ പ്ലാനറ്റിൻ്റെ മാസ് m ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത് ആണ്. അപ്പോൾ അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എത്ര, ഇനീഷ്യൽ വെലോസിറ്റി എത്ര, അങ്ങനത്തെ സാധനങ്ങൾ സിമ്പിൾ പാടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒരു 5-10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അന്നത്തെ ഡിസ്റ്റൻസ് ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ടാറ്റ ബൈ ബൈ പറയാം. ഇതല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എസ് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൈനറ്റിക് എനർജി ഓഫ് എ പ്ലാനറ്റ് ഇൻ എ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അറൌണ്ട് ദി സൺ അറ്റ് പൊസിഷൻ A, B and C respectively are KA, KB, KC respectively. AC is the major axis and SB is the perpendicular to AC at the position of the sun as shown in the figure. Then എന്താടാ ഞാൻ നമ്മുടെ തൊട്ട് മുമ്പ് പറഞ്ഞുള്ളൂ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഏരിയൽ വെലോസിറ്റി ഏരിയ കവേർഡ് ഈക്വൽ ആണ്. ഏരിയ കവേർഡ് ഈക്വൽ ആവണമെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് കൂടുതൽ വെലോസിറ്റി പോകണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക കെപ്ലേഴ്സ് ലോ എന്നിട്ട് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ വെലോസിറ്റി കൂടുക, എത്രത്തോളം അടുത്താണ് അത്രത്തോളം വെലോസിറ്റി കൂടാം. അപ്പം ഇതാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. അപ്പം ഇവിടുത്തെ വെലോസിറ്റി VA വിൽ ബി ഗ്രേറ്റസ്റ്റ്, VB ആയിരിക്കും പിന്നെ ഗ്രേറ്റ്, VC തമ്മിൽ ഏറ്റവും കുറവാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കി വെലോസിറ്റി എല്ലാം സെയിം പോലെ. അപ്പോൾ വെലോസിറ്റിയും കൂടി VAയിലാണ്, പിന്നെ VB പിന്നെ VCയിൽ. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കൈനറ്റിക് എനർജി ഗ്രേ ഇസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി B ഇസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി C. സോ ആൻസർ ഇസ് ഓപ്ഷൻ B. ഇസ് ദാറ്റ് ക്ലിയർ? അവിടെ ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയാണ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഗ്രേറ്റർ. കാരണം എന്താ, എസ്കേപ്പ് വെലോസിറ്റീസ് നോക്ക്, എസ്കേപ്പ് വെലോസിറ്റി ഇപ്പോൾ ഞാൻ ഫോമിൽ എഴുതി കാണിച്ചു തന്നു. എവിടെടാ, ഇതാ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gme/r ആണ്. പക്ഷെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √gme/r ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. അവിടെ പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും? ഞാൻ ഈ പണി നിർത്തണോ? അത് നമുക്ക് തീരെ എന്താ പറയുന്നില്ല. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ മതിലിനോട് സംസാരിക്കുന്ന ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. നിങ്ങളെ വൈബ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഒരു സീൻ വരുന്നത്. അവിടെ ഈ സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത് നീ എന്താണ്, ഞാൻ എങ്ങനെ നീറ്റ് പഠിച്ചതെന്നാണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The accident to gravity at a height 1 kilometer above the earth is same as at a depth d below the surface of earth. Then എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളായിട്ട് GH at a height is equal to G into GM into അവിടെ GM അല്ല കേട്ടോ, അവിടെ ഇക്വേഷൻ മാറിയിട്ടുണ്ട്. GM/r² വരിക. GM/r² എന്ന് വരുമ്പോൾ G into 1 minus 2h/r. ഇവിടെ G ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, അപ്പോൾ GH is equal to G into 1 minus 2h/r. GD is equal to G into 1 minus d/r. ഓക്കെ, നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഈ രണ്ട് മച്ചാമാർ ഈക്വൽ ആണ്. മച്ചാമാർ ഇസ് ഈക്വൽ. അപ്പോൾ G into 1 minus 2h/r is equal to G into 1 minus d/r. G വെട്ടിപ്പോയി 1 minus 2h/r is equal to 1 minus d/r. ഇത് രണ്ട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹെച്ചിൻ്റെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1ഉം പോയി, ഈ മൈനസും പോയി, ബാക്കി എന്താ ഉള്ളത്, 2h/r. ആറും പോയി. അപ്പോൾ 2h എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്, ഈസ് ഈക്വൽ ടു d which is equal to 2 kilometer. Your d is 2 kilometer. Simple as that. It is 2 kilometer. Option C. അതൊക്കെ 2017 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ട, അത്ര സിമ്പിൾ സാധനങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാ ഒരു കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ.
two astronauts are floating in gravitational free space after having lost control with the spaceship. The two will move towards each other, move away from each other, will become stationary, keep floating at the same distance. Now ആലോചിച്ച് നോക്കാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ബോഡീസ് ഡ്യൂ ടു ദെയർ മാസസ് അല്ലേ. രണ്ട് മാസസ് ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ രണ്ട് മനുഷ്യന്മാർ സ്പേസിൽ നിൽക്കുകയാണ്. രണ്ട് മനുഷ്യന്മാർ സ്പേസിൽ നിൽക്കുമ്പോൾ ഇതൊരു മാസമാണ്, ഇതൊരു മാസമാണ്. ഇവർ നമ്മൾ എന്തുണ്ടാകുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്താ? അട്രാക്റ്റീവ് ഫോഴ്സാണ്. അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക? ടു മാസസ്, ടു ബോയ്സ് അല്ലെങ്കിൽ ടു ആസ്ട്രോനോട്ട് വിൽ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Okay, is that clear? I hope it's clear. Okay, another question. A body of mass m is taken from the earth's surface to the height equal to twice the radius of earth. The change in potential energy of the body will be. Okay, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മച്ചാൻ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കുമ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? -gmm ഡിവൈഡഡ് ബൈ r ആണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എന്താ? ഇൻ ടേംസ് ഓഫ് നമ്മളെ ഇൻ ടേംസ് ഓഫ് ദ സ്മോൾ ജി. അപ്പോൾ സ്മോൾ ജി എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ gm ഡിവൈഡ് ബൈ r² ആണ്. അതെനിക്കിവിടെ വരുത്തണം. അതെനിക്ക് വരുത്തണം ഞാൻ എന്ത് ചെയ്യണം? r² ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. ആറും ആറിനായിട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ gm ഡിവൈഡ് ബൈ r² ഇൻറ്റു mr എന്ന് വെച്ചാൽ mgr -mgr ആണ് ഇവിടുത്തെ ഇവിടുത്തെ എന്താടാ? ഇവിടുത്തെ കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് മൂവ് ഈക്വൽ ടു ദി ഹൈറ്റ് ട്വൈസ് ദാറ്റ് ഓഫ് ദി റേഡിയസ്. ഇനി ഒരു പെർട്ടിക്കുലർ ട്വൈസ് ദാറ്റ് ഓഫ് ദി റേഡിയസിലോട്ട് അത് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഹൈറ്റ് എത്രയാണ്? 2r ആണ്. അപ്പോൾ ടോട്ടൽ ഫ്രം ദി എർത്ത് എത്രയാണ്? 3r ആണ്. അപ്പോൾ അടുത്ത മൊമെൻറ്റ് ഓഫ് അടുത്ത പൊട്ടൻഷ്യൽ എന്താണ്? -gmm ഡിവൈഡഡ് ബൈ 3r ആണ് അല്ലേ? -gm ഡിവൈഡ് ബൈ 3r ആണ്. അപ്പം ഞാൻ ജസ്റ്റ് മറ്റേ സാധനത്തിന് ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഇൻ ടേംസ് ഓഫ് ജി എത്രയാടാ? ഇൻ ടേംസ് ഓഫ് ജി എത്രയായി? ഇവിടെ ഞാൻ ആറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാൻ ആറിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ജി എത്രയായി? -mgr/3 അല്ലേ? mgr/3 -mgr/3. അപ്പോൾ എന്നോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ചേഞ്ച് ഇൻ ദ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -mgr/3 അല്ലേ? ഇതാണ് ഫൈനൽ സാധനം. ഇറ്റ്സ് ഓൾവേസ് ഫൈനൽ സാധനം മൈനസ് ഇനീഷ്യൽ സാധനം. മൈനസ് ഓഫ് -mgr പ്ലസ് അപ്പോൾ അവസാനം വരും. ഇറ്റ് ഇസ് ആക്ച്വലി mgr -mgr/3 which is simply what? 2/3 mgr. This is your answer. Answer is simple സാധനം ഓപ്ഷൻ ഡി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 spherical bodies of mass. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് അവസാനം ചെയ്താൽ മതിയോ? അപ്പോൾ തന്നെ ചെയ്തേക്കാം അല്ലേ? അപ്പോൾ തന്നെ ചെയ്തേക്കാം. The 2 spherical bodies of mass m and phi m and radii r and 2r are released in free space with initial separation between their centers equal to 12r. If they attract each other due to gravitational force only, then the distance covered by the smaller body before collision is. അല്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു m മാസുള്ള ബോഡി ഉണ്ട്, അതിൻ്റെ റേഡിയസ് r ആകുന്നു. വേറൊരു 5m മാസുള്ള ബോഡി ഉണ്ട്, അതിൻ്റെ റേഡിയസ് എത്ര ആവുന്നു? 2r ആവുന്നു. ഇവർ രണ്ടാണ് സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 12r ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാളും കൊളൈഡ് ചെയ്യും. ഒബ്വിയസ്ലി ഇവരുടെ ഇടയിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ രണ്ടാളും അടുത്തോട്ട് വരും, അടുത്തോട്ട് ഇവർ കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യണമെങ്കിൽ ഈ മച്ചാൻ ട്രാവൽ ചെയ്ത ദൂരം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ മച്ചാൻ ട്രാവൽ ചെയ്ത ദൂരം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഇടയിലുള്ള ഈ ഇത്രയും ദൂരമാണ് സഞ്ചരിക്കുക അല്ലേ? ഇത്ര ദൂരമാണ് സഞ്ചരിക്കുക അല്ലേ? അപ്പോൾ ഈ ദൂരം എത്രയാടാ? ഈ ദൂരം എത്രയാ? ഇതാണ് 2r, ഇതാണ് r. അപ്പോൾ ടോട്ടൽ 3r 12r എന്ന് പോയി. അപ്പോൾ ഈ ദൂരം എത്രയുടെ? വെറും 9r ആണ്. എന്ന് വെച്ചാൽ ഇവൻ ഒരു s1 ദൂരം സഞ്ചരിക്കുന്നുണ്ട്, ഇവൻ ഒരു s2 ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ സമ്മാണ് 9r. അപ്പോൾ ഞാൻ എഴുതും s1 + s2 = 9r ആണ്. s2 എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എനിക്കറിയാം എന്ത് the force acting here. എങ്ങനെ ഞാൻ എസ്സിലോട്ടൊക്കെ എത്തടാ? എങ്ങനെ ഞാൻ എന്തായാലും എസ്സിലോട്ട് എത്തണമെങ്കിൽ എസ്സിലോട്ട് ഞാൻ എങ്ങനെ എത്തുക? എനിക്ക് എസ് കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ഫോമുലുണ്ട്. s = v² അല്ല, s = ut + ½ at² എന്നുള്ള ഫോമുലുണ്ട് അല്ലേ? ut + ½ at² എന്നുള്ള ഫോമുലുണ്ട്. v² = u² + 2a എന്നുള്ള ഫോമുലുണ്ട്
ഓക്കെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫോർമുല ഏതാണ്? ഇതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫോർമുല അല്ലേ, എസ് ഇസ് യൂട്ടി പ്ലസ് ഹാഫ് എ ഡിസ്. കാരണം യു ടി എന്ന ടേം പോകും, നമുക്ക് എന്തുണ്ട് ടി, രണ്ടാൾ കൊളൈഡ് ചെയ്യുന്ന ടൈമൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടാൾ കൊളൈഡ് ചെയ്യുന്ന ടൈമൊക്കെ സെയിം ആയിരിക്കും, വെലോസിറ്റി സെയിം ആണെന്നില്ല. അപ്പോൾ നമുക്ക് എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എഴുതുന്നു, അപ്പോൾ എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ, അപ്പോൾ യു എന്നുള്ള സാധനം രണ്ടാം റെസ്റ്റ് എന്നാണ് തുടങ്ങുക. അപ്പോൾ എസ് ഇസ് ടു ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പം എ എന്നുള്ള സാധനം നമുക്ക് എന്താണെന്ന് അറിയില്ല. എങ്ങനെ എ നമ്മൾ പഠിക്കുക? എ എവിടെ നിന്ന് വരും? ഫോഴ്സിൽ നിന്ന് വരും. ഫോഴ്സ് എന്ന സാധനം ഇവിടെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ബോഡി ഈസ് ഇക്വൽ ടു G into 5m into m into divided by the distance between the center, which is 12r the whole square. So this is the force acting. Okay, this is the force acting between them. Okay, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5gm square divided by 12r the whole square. This is the force acting between the two bodies. Okay, നിങ്ങൾ ആലോചിച്ച് നോക്കാം, S1 is equal to നോക്ക്, നിങ്ങൾ നോക്കേ. ഓക്കെ, ഇനി ആക്സലറേഷൻ ഓഫ് 5m മാസ് എന്താണ്? ആക്സലറേഷൻ ഓഫ് 5 മാസ് എന്താണ്? ആക്സലറേഷൻ 5 മാസ് ആണ്. ഇതാണ് ഫോഴ്സ് ആക്ടിങ് അല്ലേ? ഇതാണ് ഫോഴ്സ് ആക്ടിങ്. ഫോഴ്സ് ആക്ടിങ് ഇസ് ഇക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പോൾ 5 മാസ് ഓഫ് ദ 5m മാസ് എന്താണ്? 5m ഇൻറ്റു ആക്സലറേഷൻ 5m അല്ലേ? 5m 5 വെട്ടി m വെട്ടി 5 വെട്ടി m വെട്ടി. അപ്പോൾ ആക്സലറേഷൻ 5m എന്താണ്? ആക്സലറേഷൻ 5m എന്താടാ? gm ഡിവൈഡ് ബൈ 12r ദ ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ ആക്സലറേഷൻ ഓഫ് ദി സാധാ എം എന്താണ്? വീണ്ടും ഫോഴ്സ് 5gm സ്ക്വയർ ഡിവൈഡ് ബൈ 12r ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു മാസ് ഓഫ് ദ ബോഡി. ആ മാസ് എന്താണ്? വെറും m ആണ്. മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സിംഗിൾ മാസ് m വെട്ടി m വെട്ടി. അപ്പോൾ ആക്സലറേഷൻ ഓഫ് m എന്താ? വെറും മാസ് m എന്താണ്? 5gm ഡിവൈഡ് ബൈ 12r സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ. അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു എസ് ഓഫ് 5m ഇസ് ഇക്വൽ ടു എസ് ഓഫ് 5m ഇസ് ഇക്വൽ ടു വാട്ട്? gm അല്ല, ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ. ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്താ? gm ഡിവൈഡ് ബൈ 12r ദ ഹോൾ സ്ക്വയർ എന്നാണ്, ഇൻറ്റു ടി സ്ക്വയർ. അതേമാതിരി എസ് ഓഫ് മാസ് m എന്താണ്? ഹാഫ് ഇൻറ്റു 5gm ഡിവൈഡ് ബൈ 12r ദ ഹോൾ സ്ക്വയർ എന്നാണ്, 12r ദ ഹോൾ സ്ക്വയർ എന്നാണ്, ഇൻറ്റു ടി സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പം S5m ഡിവൈഡ് ബൈ SM നമുക്ക് എന്താ കണ്ടുപിടിക്കണടാ? ഞാൻ S2 എന്നാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ? S1 S2 എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ S1 S2 എന്ന് വിളിക്കുകയാണ്. S1 S2 S2 ഇതിനാണ് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് ഡിവൈഡ് ചെയ്യുന്നത്? നമുക്ക് 2 അൺനോൺ വേരിയബിൾസ് ഉണ്ട്. 2 അൺനോൺ വേരിയബിൾസ് ഉണ്ടെങ്കിൽ മിനിമം 2 ഇക്വേഷൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ഒരു റിലേഷനും കൂടി വേണം. ആ റിലേഷൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടി എന്നുള്ള സാധനം, അപ്പോൾ ഞാൻ 2 ഡിവൈഡ് ചെയ്യുന്നു. S1 ഡിവൈഡ് ബൈ S2 ഇസ് ഈക്വൽ ടു എന്തായി? ഹാഫ് വെട്ടിപ്പോയി, ഹാഫ് വെട്ടിപ്പോയി. gm 12r സ്ക്വയർ 12r സ്ക്വയർ ടി സ്ക്വയർ എന്താണ് ബാക്കിയുള്ള 1/5 അല്ലെങ്കിൽ 5s1 ഈസ് ഈക്വൽ ടു S2. ആദ്യത്തെ റിലേഷൻ എന്തായിരുന്നു? S1 പ്ലസ് S2 ഈസ് ഈക്വൽ ടു 9r. അപ്പോൾ ഈ ഡാറ്റ ഞാൻ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. S2 വരെ 5s1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ S1 പ്ലസ് 5s1 ഈസ് ഈക്വൽ ടു 9r അല്ലെങ്കിൽ 6s1 ഈസ് ഈക്വൽ ടു 9r അല്ലെങ്കിൽ S1 ഈസ് ഈക്വൽ ടു 3/2r. ഓക്കെ, അപ്പോൾ S2 എന്തായിരിക്കും? S2 ഈസ് ഈക്വൽ ടു 5 ടൈംസ് ദാറ്റ്. S2 ഈസ് ഈക്വൽ ടു എന്താടാ? S2 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3/2 എന്ന് വെച്ചാൽ 15/2r. അങ്ങനത്തെ ഒരു ആൻസർ ഉണ്ടോ എന്ന് വെച്ചാൽ 7.5r. 7.5r ഓപ്ഷൻ എ. അവിടെ മനസ്സിലായോ പറഞ്ഞ ചെയ്തൊക്കെ? ഒന്ന് നോക്കിക്കേ, മനസ്സിലായോ? ഒന്നുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല, കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നൈസ്. ഓക്കെ, ഇതാ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒക്കെ ഇതാ സിമ്പിൾ ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് എർത്ത് ഈസ് അബൌട്ട് 6,400 kilometers and that of Mars is 3,200 kilometers. The mass of the Earth is about 10 times that of mass of Mars. An object weighs 200 Newton on the surface of it. Its weight on the surface of Mars will be. അല്ലേ, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്താടാ? mg ആണ് ഒരു സർഫസിൽ അല്ലേ. അപ്പോൾ എർത്തിൽ mg ആണ്, മാർസിൽ എന്തായിരിക്കും? mgm ആയിരിക്കും. അപ്പോൾ ബേസിക്കലി എന്താണ് ചോദിക്കുന്നത്? GE ഡിവൈഡ് ബൈ GM ആണ് ചോദിക്കുന്നത് അല്ലേ. ഈ mge ഈസ് ഈക്വൽ ടു 200 ആണ് എർത്തിൽ. അപ്പോൾ mgm എന്ത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
ഇത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ GE/GM കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സാധനം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തറിയാടാ, നമുക്കറിയാം GE is equal to G of mass of Earth divided by radius of Earth square. അതുമാതിരി G of at Mars is equal to what? Capital G into ഈ G എല്ലായിടത്തും സെയിം ആട്ടോ, യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. മാസ് ഓഫ് എർത്ത് ഇൻറ്റു മാസ് ഓഫ് മാസ് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് മാർസ് സ്ക്വയർ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? മാസ് ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് മാർസ് എന്ന് വെച്ചാൽ എമ്മിൻ്റെ 2 ടൈംസ് ആണ് mm. m ഇൻറ്റു 2 ആണ് me. ഓക്കെ, അതേമാതിരി എന്ത് തന്നിട്ടുണ്ട്? റേഡിയസിൻ്റെ 10 ടൈം മാസ് ഓഫ് എർത്ത് ഇസ് 10 ടൈംസ് ദാറ്റ് ഓഫ് ദി മാസ്. അപ്പം 10 ടൈംസ് റേഡിയസ് ആണല്ലേ, സോറി, 2rm is equal to re, 10 mm is equal to എന്താടാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പിള്ളേരെ? അല്ല, സിമ്പിൾ മാത്സ് ആണ്, ഒന്നുമില്ല. ഇത് പറഞ്ഞു തരുമ്പോൾ എന്തോ കോംപ്ലക്സ് ആയി ചിലപ്പോൾ തോന്നിയേക്കാം. സിമ്പിൾ സാധനമാണ് ഈ ചെയ്യുന്നത് അല്ലേ? ME. ഓക്കെ, നമുക്ക് മാർസും എർത്തിൻ്റെ ടേംസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ RE/2 എന്നൊക്കെയാണ്. അപ്പോൾ RM is equal to what? RM is equal to RE/2, mm is equal to ME/10. അപ്പം MGE ഇത് കണ്ടോ, MGE/MGM is equal to 200 divided by നമുക്ക് unknown value is equal to GE/GM, which is GME/RE square divided by GMM divided by RM square, which is equal to ME എന്ന് പറഞ്ഞാൽ എന്താടാ? ME എന്ന് പറഞ്ഞാൽ എന്ത്? is equal to G വെട്ടിപ്പോയി ME divided by RE square. MM എന്ന് പറഞ്ഞാൽ എത്രയാ? MM എന്ന് പറഞ്ഞാൽ എന്താ? ME/10 ആണ്. ME/10. RM എന്ന് പറഞ്ഞാൽ എത്രയാ? RE/2. RE സ്ക്വയർ അല്ലേ? അപ്പോൾ RE സ്ക്വയർ 4 വന്നു അല്ലേ? 4 മുന്നോട്ട് വന്നു. ME വെട്ടിപ്പോയി, RE വെട്ടിപ്പോയി. എന്താ ബാക്കിയുള്ള 10/4 is equal to 200 by our unknown value അല്ലേ? വെട്ടിപ്പോയി. What is the question mark? What is the answer that you have? 20 into 4 which is 80. Answer is 80 അല്ല? സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് ചെയ്തത്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ഓക്കെ, ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠത്തിൽ വളരെ സിമ്പിൾ സാധനങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ഇത് സിമ്പിൾ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ സ്പേസ് ക്രാഫ്റ്റ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത് അറ്റ് എ ഹൈറ്റ് ഓഫ് 120 കിലോമീറ്റർ. വാട്ട് വിൽ ഹാപ്പൻ ടു ദി ബോൾ? എന്താണ് സംഭവിക്കുക? ഡ്രോപ്ഡ് ആണ് അല്ലേ? ഡ്രോപ്ഡ് ആകുമ്പോൾ സംഭവിക്കുമ്പോൾ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിനൊരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ വീകും അല്ലേ? അതിങ്ങനെ താഴത്തോട്ട് വീകും. സോ ഇറ്റ് വിൽ ഫോൾ ഡൗൺ ഗ്രാജുവലി, എർത്ത് ഗ്രാജുവലി. അതല്ലേ ശരി അല്ലേ? എല്ലാ തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? എടാ, ഈ സ്പേസ് ക്രാഫ്റ്റ് ഒരു വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് ഓർബിറ്റിംഗ്, റിവോൾവിംഗ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തുണ്ട്? അതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പ് ചെയ്യപ്പെട്ട ബോഡിക്ക് എന്ത് കിട്ടും? അതിൻ്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ അതും എന്ത് ചെയ്യും? അതും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും അടുത്ത ചുറ്റും. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു മൂവ് വിത്ത് ദ സെയിം സ്പീഡ് along the origin orbit of the spacecraft. Your answer is C. Is that clear, people? Is that clear? Okay. The mass of M is kept at the rest at the height of 3r, the radius r. The same question, minimum speed with which it is projected so that it does not return back. Escape velocity ആണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. A mass of M is kept. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു escape velocity നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചാൽ ടോട്ടൽ എനർജിയുടെ കൺസെപ്റ്റിലാണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം പാർട്ടിക്കിൾ ഓഫ് മാസ് M is kept at rest at a height 3r. ഇപ്പോൾ ഒരു ഹൈറ്റ് 3rലാണ് നിൽക്കുന്നത്. ഒരു മാസ് ഹൈറ്റ് 3rൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഹൈറ്റ് 3 ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 4rലാണ് ആ ബോഡി ഉള്ളത്. അപ്പോൾ ആ ബോഡി അപ്പത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? -gmm divided by 4r ആണ്. Okay, now what is the minimum speed with which should be projected so that it does not return back?
അത് റിട്ടേണേ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേണേ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്താ അതിനൊരു വെലോസിറ്റി കൊടുക്കുന്നു. ഒരു വെലോസിറ്റി കൊടുക്കുന്നു, ഞാൻ എസ്കേ വെലോസിറ്റി എന്ന് വിളിക്കുന്നു. പ്ലസ് ഹാഫ് mv². ഇതാണ് ഞാൻ കൊടുക്കുന്ന ടോട്ടൽ എനർജി, മൊത്തത്തിൽ എനർജി. അപ്പോൾ അതിന് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓർബിറ്റ് പോകുമ്പോൾ, നമ്മൾ പുറത്ത് പോകുമ്പോൾ, സ്പേസ് പോകുമ്പോൾ അതിന് എന്തില്ലടാ, അതിന് യാതൊരുവിധ വെലോസിറ്റിയും ഇല്ല, യാതൊരുവിധ എനർജിയും ഇല്ല. ഇസ് ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ്. അപ്പോൾ -gmm ഡിവൈഡ് ബൈ 4r ഈസ് ഈക്വൽ ടു ഹാഫ് mve². m വെട്ടി 2 വെട്ടി 2 ടൈംസ് വെട്ടി. അപ്പോൾ -gm ഡിവൈഡ് ബൈ 2r ഈസ് ഈക്വൽ ടു ve² എന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ തന്നിട്ടുള്ള എന്തിൻ്റെ ടേംസിലാടാ? സ്മോൾ ലെറ്റർ ജീൻ്റെ ടേംസിലാണ്. അപ്പോൾ എനിക്കറിയാം ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? gmm ബൈ r എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ജി ഇൻറ്റു ആർ ആണ്. അതിവിടെ സപ്ലൈ ചെയ്യുന്നു. അപ്പം -gr ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു വാട്ട്? e². അവിടെ മൈനസ് ഇല്ലല്ലേ? ഇവിടെ എത്തുമ്പോൾ മൈനസ് പ്ലസ് ആയി. അപ്പം v ഈസ് ഈക്വൽ ടു വാട്ട്? gr ബൈ 2ൻ്റെ 1/2. സിംപ്ലി gr ബൈ 2ൻ്റെ 1/2. അയ്യോ, gr ബൈ 2 ഇല്ല, മറിച്ച് നമുക്ക് gm ടേംസിൽ തന്നെ ചെയ്യാം അല്ലേ? gm ടേംസിൽ, ക്യാപിറ്റൽ ലെറ്റർ gm ടേംസിൽ ഉത്തരമുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഉത്തരം. ഇത് വേണ്ട. gr ടേംസിൽ, ഈ സ്മോൾ ലെറ്റർ ജീൻ്റെ ടേംസിൽ ആൻസർ ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജിയിൽ ഇതിൽ ആൻസർ ഉണ്ട്. നോക്കൂ, ve ഈസ് ഇക്വൽ ടു gm ഡിവൈഡ് ബൈ 2r-ൻ്റെ റൂട്ട് 1/2. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ദാറ്റ്സ് യുവർ ആൻസർ. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ. ഹൈറ്റ് അറ്റ് വിച്ച് ദ വെയിറ്റ് ഓഫ് ദ ബോഡി ബിക്കംസ് g 1/16 ആയി. അപ്പോൾ എത്രയാണ്? സെയിം ഇക്വേഷൻ, gm ഡിവൈഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. അതൊക്കെ 1/16 എന്നൊക്കെ പറയുമ്പോൾ ആറിനോട് കമ്പയറബിൾ ആണ്. ആൻസർക്ക് ആറിനോട് കമ്പയറബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഫോമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ? gm ഡിവൈഡ് ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്, ആറിനോട് കമ്പയറബിൾ ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A particle of m is situated at the center of a spherical mass of m, radius, magnitude, gravitational potential at a point situated a/2 the distance. അപ്പോൾ ഇതിൻ്റെ ഫോം എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? gm ഇൻറ്റു എന്താണ്? r³ മൈനസ് a³ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R³. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ഫോമായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് സാധനം അപ്ലൈ ചെയ്യുക. ഞാൻ എങ്ങോട്ടാണ് ഇനി പോകുന്നത്? ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലോട്ട് നമുക്ക് പോകാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് സെഷൻ നിർത്താം. ഓക്കെ, ഞങ്ങളെല്ലാവരും ഉറങ്ങിയിട്ടാണുള്ളത്. അപ്പം നമുക്ക് ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. എ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ എക്സ് ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം ആസ് എക്സ് ഇസ് ഇക്വൽ ടു 6 + 12t - 2t², where x is in meters and t in seconds. The distance traveled by the particle in first 5 seconds is. ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം. ഓക്കെ, പോണ ആൾക്കാരുള്ളവരൊക്കെ പോയിക്കോളൂ, അല്ലാത്തവരോട് ഇരിക്കുക. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഇതെല്ലാം നോക്കിക്കേ, എന്നാൽ തന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എല്ലാവർക്കും 1 മിനിറ്റ് സമയം തരാം. എനിക്ക് ഉത്തരം പറഞ്ഞു തന്നെ, വേഗം പറഞ്ഞു തന്നെ. അവിടെ കഴിഞ്ഞ ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ gm ഡിവൈഡ് ബൈ 2r³ ഇൻറ്റു 3r² മൈനസ് x² എന്നാണ് കേട്ടോ. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തിയറിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന്. അയ്യോ, ഞാൻ 1 മിനിറ്റ് സമയം തരാം, എല്ലാവരും വേഗം പറഞ്ഞേ. അവിടെ ഉത്തരം എന്താ കിട്ടിയ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം ആസ് x is equal to 6 + 12t - 2t². ആൻസർ എന്താ? ഇതാ എല്ലാവരും ചെയ്യും. x എന്നുള്ള സാധനം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ x is equal to 6 + 12t - 2t². എന്താണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്? വെറുതെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്താൽ മതി?
അവിടെ ഇതല്ലല്ലോ ക്വസ്റ്റ്യൻ, ഇതല്ല, സോറി, ഇതല്ല ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ നല്ല ചെയ്ത ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് നോക്കിയാലും പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതല്ല, സോറി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഒറ്റ മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മാറ്റിത്തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മാറ്റിത്തരാം. Find the distance traveled by the body. Find the distance traveled by the body ഓക്കെ. അല്ല, ഇതന്നെ മതി, ക്വസ്റ്റ്യൻ തന്നെ മതി, കുഴപ്പമില്ല. ഇതന്നെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് 5 seconds പോയ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എങ്ങനെ ചെയ്യുക? നിങ്ങളിങ്ങനെ ചെയ്യുക, എക്സ് ഇസിക്കൽ ടു 6 + 12t - 2t² ആണ്. ക്വസ്റ്റ്യൻ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഇസിക്കൽ 12t - 2t² ആണ്. അപ്പോൾ നിങ്ങളിതിനെ എങ്ങനെ ചെയ്യും? ഡിസ്റ്റൻസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചു? 0 അല്ല, ഫസ്റ്റ് 5 സെക്കൻഡ്. അപ്പോൾ 0 to 5 എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 0 to 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സംഭവിക്കും? അത് നിങ്ങൾ 5 കൊടുക്കുന്നു. അപ്പോൾ 6 + 60 - 2 × 25. ഓക്കെ, 2 × 25. അപ്പോൾ -6 + 0 അല്ല, 0 + 0. ഇതാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? കാരണം നിങ്ങൾക്ക് പൊസിഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് സംഭവിക്കും? 66 - 50 - 6. അപ്പം 16 - 6 ദാറ്റ് ഈസ് ഇക്വൽ ടു 10 meter. യുവർ ആൻസർ ഈസ് 10 meter. സി അല്ലേ? കുറേ പേര് സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേ പേര് എന്ത് പറഞ്ഞിട്ടുണ്ട്? 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ 26 എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 26 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ 5 കൊടുത്തതാണോ? അല്ല, ചില പേര് 16 എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് വെറുതെ നിങ്ങൾ 5 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 + 12 × 5 - 2t² 25. അപ്പം 6 + 60 - 50. അപ്പോൾ എത്രയാണ്? 66 - 50. അപ്പോൾ 16. അപ്പോൾ 16 എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്? നോക്ക്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എപ്പോഴറിയോ? നിങ്ങളൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തരികയാണെങ്കിൽ വെറുതെ 5 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പൊസിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ 0 to 5 അപ്പർ ലിമിറ്റ് കൊടുത്ത് ആദ്യം 5 കൊടുത്ത് പിന്നെ 0 കൊടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുമായിരുന്നു? 10 എന്ന് കിട്ടും. 10 എന്നുള്ള ആൻസർ എന്താടാ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊന്നുമല്ല, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ വെറുതെ ചാടിക്കറി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ചെയ്യണം. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? എക്സ് ഇസിക്കൽ ടു 6 + 12t - 2t² ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം 12 - 4t ആണ്. വെലോസിറ്റി എന്ന സാധനം നിങ്ങൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക. വെലോസിറ്റി എപ്പോഴാണ് 0 ആവുന്നത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക. വെലോസിറ്റി 0 ആവുന്നത് 0 = 12 - 4t അല്ല, t = 3 സെക്കൻഡ്സിലാണ് വെലോസിറ്റി 0 ആവുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് 5 സെക്കൻഡ്സിൽ ആ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഈ 3 കഴിഞ്ഞിട്ടും ഉള്ള ടൈമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്താ ഈ 0 ഇതിൻ്റെ റെലവൻസ് എന്താണ്? ഒരു ബോഡി ഇങ്ങനെ പോവുകയാണ്, പെട്ടെന്ന് അത് പിന്നിലോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയ ബോഡി ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ പോയ ബോഡി തിരിച്ച് പിന്നിലോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ പോയ ബോഡി ഒരു പോയിന്റിൽ നിന്നത് പിന്നിലോട്ട് വരുമ്പോൾ ആ പെർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്താ? ഇവിടെ 0 ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വെലോസിറ്റി 0 ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? ആ ബോഡി തിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി പറയാം, ഒരു 1 dimensional മോഷനിൽ ഒരു ബോഡി, അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ മുമ്പിലോട്ട് ഓടുകയാണ്. എനിക്ക് പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ പിന്നിലോട്ട് ഓടാൻ പറ്റില്ല. ഞാൻ ഓടിൻ്റെ വെലോസിറ്റി 0 ആയതിനു ശേഷം മാത്രമേ എനിക്കെന്ത് സംഭവിക്കുള്ളൂ? പിന്നിലോട്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ.
അപ്പം ഞാൻ എന്താ നോക്കണം, വെലോസിറ്റി ടു 0 എന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ എന്താ നോക്കുന്നത്, ഏത് ടൈമിലാണ് ആ ബോഡി തിരിയുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, 3 സെക്കൻഡ് വരെ ഈ ബോഡി മുന്നിലോട്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ബോഡി എന്താണ് മക്കളെ ചെയ്യുന്നത്, പിന്നിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മോട് ചോദിച്ചത് ഫസ്റ്റ് 5 സെക്കൻഡാണ്. ഫസ്റ്റ് 3 സെക്കൻഡാണ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് വെറുതെ ഇതിൽ ആ 3 എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് വെറുതെ ഉത്തരം കിട്ടും. പക്ഷെ നിങ്ങളോട് 5 സെക്കൻഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെറുതെ 5 ഇതിലിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, കാരണം ഇത് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിളാണ്. വെറുതെ 5 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളോട് ചോദിച്ചാൽ എന്താ, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ പ്ലസ് ഇതാണ് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഗുഡ്. ബംബിൾ ബി, ഐശാലിയാനൊക്കെ ഗുഡ്. ഇതേ പ്ലസ് ഇതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യുക, നിങ്ങൾ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ എപ്പോഴാണ് വണ്ടി തീരുന്നത് നോക്കുക. വണ്ടി തീരുന്ന ടൈം നമുക്ക് തന്ന ടൈമിനെക്കാട്ടിയും ചെറിയ ടൈമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വെലോസിറ്റീൻ്റെ ഇക്വേഷനിൽ നിന്നും നിങ്ങൾ എന്തിലോട്ട് പോവുക, വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എന്തിലോട്ട് പോവുക, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിലോട്ട് പോവുക. എന്ന് വെച്ചാൽ ഇതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 12t മൈനസ് 2t സ്ക്വയർ അതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുക. 12t മൈനസ് 2t സ്ക്വയർ ആണ് ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുക. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, 0 to 3 വരെ അത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു മോഷനും, 3 to 5 അതിന് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പോൾ ഞാൻ പറയും ഈ കാറ് മുന്നിലോട്ട് പോകുന്നതിൻ്റെ ഇക്വേഷൻ 12t മൈനസ് 2t സ്ക്വയറും, പക്ഷെ പിന്നിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമല്ലോ, ഇതിൻ്റെ മൈനസാണ് 2t സ്ക്വയർ മൈനസ് 12t ആകുന്നു. അപ്പോൾ എന്നോട് ഒരാൾ ഡിസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല നീതി കാണിച്ചു തരാം. 12t മൈനസ് 2t സ്ക്വയർ ഫ്രം 0 to 3 വരെ, ഇതാണ് എൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ, പ്ലസ് 12t സ്ക്വയർ മൈനസ് 12t ഫ്രം 3 to 5. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാറ്. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 12t, അപ്പോൾ 36 മൈനസ് 2 into 9 which is 18. ഇതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ. 0 സപ്ലൈ ചെയ്തൊക്കെ പോയി, മൈനസ് സൈനൊന്നുമില്ല. പ്ലസ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 into 25 which is 50 മൈനസ് 12 into 5 which is 60. ഓക്കെ, ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 2 into t സ്ക്വയർ 2 into 9 which is 18 മൈനസ് 2 into 12 which is 36. അപ്പോൾ എന്ത് സംഭവിച്ചോടാ, 18 പ്ലസ് മൈനസ് 10 മൈനസ് ഓഫ് മൈനസ് 18 which is plus 18. Your answer is 18 plus 8 which is equal to 26 meter. ഇതാണ് നിങ്ങളുടെ ആൻസർ. Your answer is 26 meter. അപ്പോൾ നിങ്ങളെ കൺസെപ്റ്റ് നന്നായിട്ട് പരിശോധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് കാണാൻ വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളൊന്ന് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ചോദിക്കുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളൊന്ന് പീപ്പിൾ ആർ ടു മേക്ക് ഷുവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം, ബോഡി തിരിയുന്നുണ്ടോ, എനിക്ക് തന്ന ടൈമിൻ്റെ ഉള്ളിൽ ആ ബോഡി തിരിയുന്നുണ്ടോ. ആ ടൈമിൻ്റെ ഉള്ളിൽ ബോഡി തിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു മോഷൻ പ്ലസ് മോഷനും പിന്നെ ആ മോഷനെ ഒന്ന് തിരിച്ചിട്ട് കൊണ്ട് എന്ത് ചെയ്യണം, മൈനസ് മോഷൻ നിങ്ങൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒന്ന് മാറ്റി കൊടുക്കണം. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ പീപ്പിൾ? മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം അന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ വർക്ക് എനർജി പവർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷൻ, ഈ വർക്ക് എനർജി പവർ ഗ്രാവിറ്റേഷൻ കമ്പാരിറ്റീവ് വളരെ സിമ്പിൾ പാടാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് ഒരുപാട് തിയറി പറഞ്ഞാൽ മാത്രമേ, ഓക്കെ, ലോസ് ഓഫ് മോഷൻ അത്രയ്ക്ക് ഇല്ലെങ്കിലും കുറച്ചധികം തിയറി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല കുറച്ച് ഹയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഈ 45 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാപ്സ്യൂളിൽ ജോയിൻ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുന്ന ക്ലാസ് ആയിരിക്കില്ല. എത്ര പെട്ടെന്ന് നമ്മൾ എപ്പോഴാണ് ബും എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു പോലും, മറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെല്ലെ പതിയെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞല്ലേ, നമുക്ക് കുറച്ച് സമയമുള്ള അതിൽ നമുക്ക് റിവൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും എത്തിച്ചേരുന്ന സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഒന്നും വെറുതെ ആവില്ല. വെറുതെ ഒരു സാധനത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത്. ഒരു കിടിലൻ സാധനത്തിനാണ് അപ്പുറത്ത് കിടക്കുന്നത്. ആ 180 ക്വസ്റ്റ്യൻസ് അപ്പുറത്ത് കിടക്കുന്ന സാധനം ഒരു കിടിലൻ സാധനമാണ്. ലൈഫേ മാറുന്ന കാര്യം. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ കാണുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥയോട് പറയുകയാണ്, നിങ്ങൾ പെൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് കുറച്ച് അവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന
ഒരു ലൈസൻസ് കൂടിയായിരിക്കും ഈ ഒരു MBBS സീറ്റ്. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ ഒരു സൊസൈറ്റി, പെട്രിയാറ്റിക്കൽ സൊസൈറ്റിയുടെ അവസ്ഥ എന്താണ്, എത്രയും പെട്ടെന്ന് പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കുക എന്നുള്ള ചിന്താഗതിയാണ്. നമ്മളെ വീട്ടുകാരെ പ്രശ്നമൊന്നുമല്ല, നാടിൻ്റെ ഒരു വ്യവസ്ഥിതി അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഡോക്ടർക്കാർക്ക് ഈ പ്രിവിലേജ് കാർഡുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് കെട്ടിച്ചാൽ മതി എന്ന മൈൻഡ് സെറ്റിലോട്ട് കാര്യങ്ങളെത്തും. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈസൻസ് കൂടിയായിരിക്കും MBBS സീറ്റ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഒരു കിഡിലൻ ക്യാമ്പസാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയേണ്ട ഉള്ള സമയം എനിക്കുമില്ല നിങ്ങൾക്കുമില്ല. എല്ലാവരും ഉറക്കം തൂങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ല, അന്തം വിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കുറേ പേര് ഫുഡും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസാണ്. എനിക്ക് MBBS സീറ്റ് കിട്ടിയ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നമുക്ക് ഇഷ്ടംപോലെ പരിപാടിയുണ്ട്, പഠിത്തമുണ്ട്, ആർട്സ്, സ്പോർട്സ്, സ്റ്റേജ് പരിപാടി എല്ലാം നമ്മളെ കോളേജിലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് കോളേജിലോട്ട് വരിക. നിങ്ങൾ വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ അറിയില്ല. ഞാൻ ഫൈനൽ ഇയർ ആയി, എൻ്റെ എക്സാംസ് വരാൻ 1-2 മാസം കൂടിയേ ഉള്ളൂ. എക്സാംസിലേക്ക് ഞാൻ പാസ്സാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൗസ് സർജനാവും, പാസ്സാവുകയാണെങ്കിൽ. അപ്പം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സിനോട് ചോദിക്കുക, എന്നോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് വഴി കോൺടാക്ട് ചെയ്യാം. സോ ഐ ഹോപ്പ് യു ആർ സേഫ്. എല്ലാവരും പഠിക്കുക. അപ്പം ഗുഡ് നൈറ്റ്, ബൈ. അവിടെ ക്യാപ്സ്യൂൾ ഇംഗ്ലീഷിലാണോ എന്നൊരു കുട്ടി ചോദിച്ചു. അവിടെ ക്യാപ്സ്യൂൾ നമ്മൾ ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന മംഗ്ലീഷിലാണ് നമ്മൾ കാര്യങ്ങൾ ക്ലാസ് എടുക്കുക. കാരണം നമുക്ക് ഇപ്പോൾ നേരത്തെ അമ്പുരാസ് എന്ന കുട്ടിയൊക്കെ ഉണ്ട്. ആ കുട്ടി കുറേ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിൽ പറയുന്നു. പക്ഷേ ആ കുട്ടി ഒറ്റ കുട്ടിക്ക് മാത്രമേ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള ഓഡിയൻസിനൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കഴിവ് ഉപയോഗിക്കാത്ത. പക്ഷേ ക്യാപ്സ്യൂളിൽ നമുക്ക് ഒരുപാട് എന്തുണ്ട്, അങ്ങനത്തെ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മംഗ്ലീഷാണ് കാര്യങ്ങൾ പറയുക. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഇഷ്ടമുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെപ്പോലത്തെ നാട്ടിൽ സ്കൂളിൽ പഠിച്ച മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെയാണ് അതും. അപ്പം അവർക്കൊക്കെ മനസ്സിലായിട്ടാണ് നമ്മളിവിടെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അങ്ങനെ എന്താ പറയുക, ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? സ്പീഡ് കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, എന്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.